നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും ആധാരമായി ನಮ್ಮ ಯೋಚನೆಗೆ ಧ್ಯಾನಕ್ಕೆ ಆಧಾರವಾಗಿ വിശുദ്ധ തിരുവെഴുത്തുകളെ തുറന്നുകൊണ്ട് ಪರಿಶುದ್ಧವಾದ ಸತ್ಯವೇದವನ್ನು ತೆರೆದು അപ്പോസ്തലന്മാരുടെ വക്താവായ വിശുദ്ധ പൗലോസ് ശ്ലീഹ ಅಪೊಸ್ತಲನಾದ ಭಕ್ತನು ಪೌಲನ ಲೇಖನ കൊരിന്ത്യർക്ക് എഴുതിയ അനുഗ്രഹീതമായ 2 ലേഖനങ്ങളിൽ ಕೊರಿಂಥದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಕೊರಿಂಥದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ പ്രാരംഭ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള 5 വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും ആധാരമായി വായിക്കാം. 1 ಕೊರಿಂಥ್ಯ 10ನೇ ಅಧ್ಯಾಯ 1ರಿಂದ ಓದಿರಿ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള 1ರಿಂದ 5 ತನಕ. ಸಹೋದರರೇ, ಮುಂದಿನ ಸಂಗತಿಯಲ್ಲಿ ನೀವು ಲಕ್ಷ್ಯವಿಡಬೇಕೆಂದು ನಾನು ಅಪೇಕ್ಷಿಸುತ್ತೇನೆ. ಅದೇನೆಂದರೆ, ನಮ್ಮ ಪಿತೃಗಳೆಲ್ಲರೂ ಮೇಘದ ನೆರಳಿನಲ್ಲಿದ್ದರು. ಅವರೆಲ್ಲರೂ ಸಮುದ್ರವನ್ನು ದಾಟಿ ಹೋದರು. ಅವರೆಲ್ಲರೂ ಮೋಶೆಯ ಶಿಷ್ಯರಾಗುವುದಕ್ಕಾಗಿ ಮೇಘದಲ್ಲಿಯೂ ಸಮುದ್ರದಲ್ಲಿಯೂ ದೀಕ್ಷಾಸ್ನಾನವನ್ನು ಹೊಂದಿದರು. ಅವರೆಲ್ಲರೂ ದೈವಿಕವಾದ ಒಂದೇ ಆಹಾರವನ್ನು ತಿಂದರು. ಅವರೆಲ್ಲರೂ ದೈವಿಕವಾದ ಒಂದೇ ನೀರನ್ನು ಕುಡಿದರು. ಹೇಗೆಂದರೆ, ಅವರ ಹಿಂದೆ ಹೋಗುತ್ತಿದ್ದ ದೈವಿಕವಾದ ಬಂಡೆಗಳಿಂದ ಬಂದ ನೀರನ್ನು ಕುಡಿಯುತ್ತಿದ್ದರು. ಆ ಬಂಡೆ ಕ್ರಿಸ್ತನೇ. ಆದರೂ ಅವರೊಳಗೆ ಬಹುಮಂದಿಯ ವಿಷಯದಲ್ಲಿ ದೇವರು ಸಂತೋಷಿಸಿಲ್ಲ. ಅವರು ಅಡವಿಯಲ್ಲಿ ಸಂಹರಿಸಲ್ಪಟ್ಟರೆಂದು ಬರೆದಿದೆಯಷ್ಟೇ. ಸಾಕು. നമ്മുടെ വിശുദ്ധ കരങ്ങളും ശബ്ദവും ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കാം. ನಮ್ಮ ಪರಿಶುದ್ಧ ಕರಗಳನ್ನೆತ್ತಿ ಸ್ವರವನ್ನೆತ್ತಿ ಒಂದು ಸಾರಿ ಪರಿಶುದ್ಧ ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡೋಣ. നിത്യതയുടെ ദർശനം അകത്ത് പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമല്ലോ. ನಿತ್ಯತೆಯ ಕುರಿತಾಗಿ ದರ್ಶನ ಹೊಂದಿದಂಥ ದೇವರ ಮಕ್ಕಳು ಕರಗಳನ್ನೆತ್ತಿದ್ದು ಜೋರಾಗಿ ದೇವರನ್ನು ಸ್ತುತಿ ಮಾಡೋಣ. ಹಾಲೆಲೂಯಾ, ಸ್ತೋತ್ರ. ಥ್ಯಾಂಕ್ ಯು ಲಾರ್ಡ್ ಜೀಸಸ್. ദൃശ്യവും അദൃശ്യവുമായ എല്ലാവിധ സൃഷ്ടിക്കും സൃഷ്ടിതാവും, ಸೃಷ್ಟಿಗೂ ಅದೃಶ್ಯಕ್ಕೂ ಎಲ್ಲ ವಿಧವಾದ ಸೃಷ್ಟಿಗೆ ಕರ್ತನಾಗಿರುವಂಥ നിയന്ത്രതാവും പരിസമാപ്തി കുറിക്കുന്നവനും എന്നത്തേക്കും ആസ്തിത്വമുള്ളവനുമായ മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം വ്യാപരിക്കുന്ന അനുഗ്രഹീതവും മനോഹരവുമായിരിക്കുന്ന ഈ നല്ല പകൽ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പം ಯುಗದ ಸಮಾಪ್ತಿಯವರೆಗೂ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಯಾವಾಗಲೂ ಇರುವಂಥ ದೇವರಿಗೆ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಈ ಬೆಳಗಿನ ವೇಳೆಯಲ್ಲಿ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് ആത്മനിയോഗത്താൽ ദൈവത്താൽ അയക്കപ്പെട്ട് ಈ ಒಂದು ಸಿದ್ಧಪಡಿಸಿದಂಥ ಈ ಕೂಟದ ಆತ್ಮನ ನಿಯೋಗದಿಂದ ಇಲ್ಲಿ ಸೇರಿ ಬಂದು ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ കുടുംബം, അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ, ಇದರಲ್ಲಿ ಚುಕ್ಕಾಣಿ ಹಿಡಿದಂಥ ಕರ್ತನ ಸೇವಕರಾದ ಸುನಿಲ್ ಪಾಸ್ಟರ್ ಅವರ ಕುಟುಂಬವನ್ನು ದಾನವಾಗಿ ಕೊಟ್ಟಂಥ ಮಕ್ಕಳನ್ನು ഈ കാലഘട്ടത്തെ വിവേചിക്കുന്ന നിത്യതയുടെ ദൂതവാഹികളായി ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൽ മാന്യന്മാരും അനുഗ്രഹീതരുമായ കർത്തൃദാസന്മാർ, ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ಈ ದೇವರ ಸೇವೆ ಮಾಡುವಂಥ ಮಾನ್ಯವಾಗಿರುವಂಥ ದೇವರ ಸೇವಕರು, ದೇವರ ಮಕ್ಕಳು, എൻ്റെ ശബ്ദ ശ്രവണ സീമയിലൂടെ എന്നെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന വിശ്വരക്ഷകനായ നസറായ വീരൻ്റെ നിസ്തുല്യ നിണം കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് നിത്യതയ്ക്കായി ആവലോടെ അധ്യധ്വാനിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതരായ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവസഭയ്ക്ക് കർത്താവിൽ എൻ്റെ വന്ദനം. ನನ್ನ ಸ್ವರವನ್ನು ವೀಕ್ಷಿಸುವಂಥ ಎಲ್ಲ ಜನರಿಗೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ನನ್ನ ಪ್ರೀತಿಯ ಪರಿಶುದ್ಧವಾದ ವಂದನೆಗಳು. ഈ തുടരുന്ന യോഗത്തിൻ്റെയും പിരിയാത്ത ദൈവസാന്നിധ്യത്തിൻ്റെയും അനുഗ്രഹീതമായ നിമിഷത്തിൽ ಈ ಒಂದು ಕೂಟದ ಪ್ರಾರಂಭದಿಂದಲೂ ಕಡೆಯವರೆಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ವ್ಯಾಪರಿಸುವಂಥ ಸ್ಥಳದಲ್ಲಿ ನಿಂತುಕೊಂಡವನಾಗಿ ദൈവാത്മ നിയോഗത്തിന് വിധേയരായി എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചതിലുള്ള എൻ്റെ സ്നേഹവും എൻ്റെ നന്ദിയും ഞാൻ നിങ്ങളെ ഈ പ്രാരംഭ നിമിഷത്തിൽ അറിയിക്കുന്നു. ದೇವರ ಸೇವೆಗಾಗಿ ನನ್ನನ್ನು ಕರೆದಿದಂಥ ದೇವರ ಸೇವಕರಿಗೂ ನಿಮಗೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ನನ್ನ ಪ್ರೀತಿಪೂರ್ವಕವಾದ ವಂದನೆಯನ್ನು ನಾನು ತಿಳಿಸುತ್ತಾ ಇದ್ದೇನೆ. ഈ കാലഘട്ടത്തിന് യോജിച്ചതും ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ನೋಡುವಾಗ ദൈവ നിയോഗപ്രകാരവും നാം വായിക്കപ്പെട്ട അനുഗ്രഹീതമായ തിരുവെഴുത്തുകളെ ഓർത്ത് കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ದೇವರ ನಿಯೋಗದಿಂದ ಪ್ರಾರಂಭಿಸಿದಂಥ ಈ ಒಂದು ವಾಕ್ಯಗಳನ್ನು ನೆನೆಸಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. നാം കുറിവാക്യമായി വായിച്ച കൊരിന്ത്യ ലേഖനം, ನಾವು ಒಂದು ವಾಕ್ಯವನ್ನು ಓದಿದ್ದೇವೆ, ಕೊರಿಂಥನ ಲೇಖನ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് 1 ಕೊರಿಂಥ 10ನೇ ಅಧ್ಯಾಯ 1ರಿಂದ 5 ತನಕ ನಾವು ಓದಿದೆವು. നമ്മുടെ നിത്യതയെ കരസ്ഥമാക്കുവാൻ, നമ്മുടെ നിത്യതയിൽ നാം എത്തിച്ചേരുവാൻ പര്യാപ്തമായ ആത്മിക ചിന്തകൾ പരിശുദ്ധാത്മ നമ്മുടെ അന്തരംഗത്തിൽ
കോറിയിടട്ടെ എന്ന് കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ನಮಗೆ ನಿತ್ಯ ಜೀವಕ್ಕಾಗಿ ಸೇರಿಸುವಂತ ನಿತ್ಯ ಜೀವದ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವಂತೆ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಈ ವಾಕ್ಯದ ಮೂಲಕ ನಮ್ಮ ಅಂತರಂಗದಲ್ಲಿ ಇದರ ಎಲ್ಲ ಪ್ರಭಾವಗಳು ಇಡಲಿ ಎಂಬುದಾಗಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. വളരെ പ്രാർത്ഥനയോടും അതീവ ശ്രദ്ധയോടും നമുക്ക് ഈ യോഗത്തിൽ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ಬಹಳ ಆಸಕ್ತಿಯಿಂದ ಈ ಒಂದು ಕೂಟದಲ್ಲಿ ನಾವು ಕುಳಿತುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ದೇವರು ನಮಗೆ ಸಹಾಯ ಮಾಡಲಿ. ഒരമ്മയുടെ 2 മക്കളാണ് റീമസ് റോമുലസ് എന്ന 2 വ്യക്തികൾ. ಒಂದು ತಾಯಿಯ 2 ಮಕ್ಕಳಾಗಿದೆ, ರೀಮಸ್ ರೋಮಸ್ ಎಂಬ 2 ಮಕ್ಕಳು. അവരുടെ ശക്തമായ നേതൃത്വപ്രകാരം 7 മലകൾക്ക് നടുവിൽ ഒരു ഭീമാകാരമായ പടുകുറ്റൻ പട്ടണം പടുത്തുയർത്തിപ്പണതു. ಒಂದು ದೊಡ್ಡ ಪಟ್ಟಣವನ್ನು ಅವರು ಸಿದ್ಧಪಡಿಸಿದರು. ഈ പട്ടണത്തിന് റോമാ പട്ടണം എന്ന് പേരിട്ട് വിളിച്ചു. ಈ ಪಟ್ಟಣಕ್ಕೆ ರೋಮಾ ಪಟ್ಟಣ ಎಂಬುದಾಗಿ ಹೆಸರಿಟ್ಟು ಕರೆದರು. റോമാ പട്ടണത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ರೋಮ ಪಟ್ಟಣದಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದು റോമാ പൗരത്വം പ്രാപിച്ച വിശുദ്ധ പൗലോസ് ശ്ലീഹ ರೋಮ ರಾಜ್ಯದ ಸಮೃದ್ಧಿಯನ್ನು ಹೊಂದಿದಂತ ಈ ಪೌಲನು അഥവാ ಅದಲ್ಲದೆ ಮತ್ತೊಬ್ಬ സുവിശേഷ വിരോധിയായിരുന്ന ಅವನು ಸುವಾರ್ತೆಗೆ ವಿರೋಧಿಯಾಗಿದ್ದ, അഹങ്കാരം നിമിത്തം അധപ്പതിച്ച, ಅಹಂಕಾರದ ನಿಮಿತ್ತವಾಗಿ ಇದ್ದಂತ പൗലോസിനെ ശക്തിയേറിയ ദൈവത്തിന്റെ കരമിറങ്ങിത്തൊട്ട് പൗലനನ್ನು ದೇವರ ಶಕ್ತಿಯುಳ್ಳ ಕರವು ಇಳಿದು ಬಂದು വാഹന മൃഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ವಾಹನದಲ್ಲಿ ಅವನು ಯಾತ್ರೆ ಮಾಡುವಾಗ ಆ ಒಂದು ಪಟ್ಟಣದ ದಮಸ್ಕ ಪಟ್ಟಣದ ಬಾಗಿಲ ಹತ್ತಿರ ಬರುವಾಗ ശക്തിയേറിയ പരിശുദ്ധാത്മ വ്യാപാരം കൊണ്ട് ഹൃദയത്തിന് വ്യതിയാനം വരുത്തി സുവിശേഷ വിരോധിയായിരിക്കുന്നവനെ സുവിശേഷ സ്നേഹിയായ പൗലോസാക്കി മാറ്റി. ಆ ದೇವರ ಸೇವೆಗೆ ವಿರೋಧಿಯಾಗಿರುವಂತವನನ್ನು ದೇವರ ಕರವು ಇಳಿದು ಬಂದು ಮುಟ್ಟಿದಾಗ ಅವನು ಸುವಾರ್ತೆ ಸೇವೆಗಾಗಿ ಅಧೀನ ಪಟ್ಟಂತೆ ಕರೆಯಲ್ಪಟ್ಟವನಾಗಿ ಅಲ್ಲಿ ದೇವರವನನ್ನು ಮುಟ್ಟಿದರು. ഈ ചരിത്രം ഞാൻ പറയാതെ ഇന്നതുപോലെ എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ಈ ಒಂದು ചരിತ್ರೆಯನ್ನು ನನಗಿಂತಲೂ ನಿಮಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತುಂಟು. പൗലോസിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപ, ಪೌಲನಲ್ಲಿ ವ್ಯಾಪರಿಸಿದಂತ ದೇವರ ಕೃಪೆ, പൗലോസിൽ വ്യാപരിച്ച ദൈവത്തിന്റെ നിയോഗം, ಪೌಲನಲ್ಲಿ ವ್ಯಾಪರಿಸಿದಂತ ದೇವರ ನಿಯೋಗ, അതിന് വിധേയപ്പെട്ട് പൗലോസ് ഗ്രീസിന്റെ തലസ്ഥാനമായ കൊരിന്തിയ പട്ടണത്തിന്റെ നെറുകയിൽ ചെന്നെത്തി. ಆದ್ರೆ ದೇವರ ಕೃಪೆಯಿಂದ ಮೂಲಕವಾಗಿ ಅವನು ಆ ಒಂದು ಕೊರಿಂಥ ಪಟ್ಟಣಕ್ಕೆ ಬಂದು ಕಾಲಿಟ್ಟನು. വിഗ്രഹാരാധനയുടെയും ವಿಗ್ರಹಾರಾಧನೆಯವರ ಮಧ್ಯದಲ್ಲಿಯೂ മ്ലേച്ഛതയുടെയും ഈറ്റില്ലമായ ಮ್ಲೇಚ್ಛತೆಯಲ್ಲಿ ನೆಲೆ ನಿಂತಂತ കോരിന്തിയ പട്ടണത്തിൽ വന്നെത്തിയ ಕೊರಿಂಥ್ಯ ಪಟ್ಟಣಕ್ಕೆ ಬಂದು ಕಾಲಿಟ್ಟಾಗ പൗലോസ് തന്റെ അകത്തു വ്യാപരിക്കുന്ന ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ಪೌಲನು ದೇವರ ಕೃಪೆಯಿಂದ ಅಲ್ಲಿ ಶರಣು ಪಟ್ಟುಕೊಂಡು ദൈവ നിയോഗത്തിലൂന്നി ದೇವರ ನಿಯೋಗದಿಂದ ನಿಂತವನಾಗಿ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയെ ആത്മാവിൽ പുറത്തെടുക്കുവാൻ പൗലോസിനെ സ്വർഗം ബലപ്പെടുത്തുവാനിടയായി. ಒಂದು ಆಶೀರ್ವಾದದ ಸಭೆಯನ್ನು ಪೌಲನ ಮೂಲಕ ಹೊರತರುವುದಕ್ಕೆ ದೇವರು ನಿಯೋಗಪಡಿಸಿದನು. പട്ടണത്തിന്റെ നടുവിൽ, ಪಟ್ಟಣದ ಮಧ್ಯದಲ್ಲಿ, പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ಪಟ್ಟಣದ ಹೃದಯ ಭಾಗದಲ್ಲಿ ദൈവത്തിന്റെ തിരുകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ದೇವರ ತಿರುಕೃಪೆಯಿಂದ ಅವನು ಶರಣು ಪಟ್ಟುಕೊಂಡು കർത്താവിന്റെ അഭിഷിക്തദാസൻ, ಕರ್ತನ ಅಭಿಷಿಕ್ತ ದಾಸನು ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയെ പുറത്തെടുക്കുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചുവെങ്കിൽ, ಒಂದು ಆಶ್ರಯಿಸಲ್ಪಟ್ಟಂತ ಸಭೆಯನ್ನು ಹೊರಗೆ ತರುವುದಕ್ಕಾಗಿ ದೇವರು ಕರಗಳಲ್ಲಿ ಅವನನ್ನು ಉಪಯೋಗಿಸಿರುವುದಾದ್ರೆ, ദൈവത്തിന്റെ മക്കളെ, ದೇವರ ಮಕ್ಕಳನ್ನು, ദൈവത്തിന്റെ സഭയെ, ದೇವರ ಸಭೆಯನ್ನು, ദൈവത്തിന്റെ ജനമേ, ದೇವರ ಜನರನ್ನು, നിന്റെ മേലുള്ള വിളി ചെറുതല്ല, ನಿನ್ನ ಮೇಲೆ ಇರುವಂತ ಕರೆ ಚಿಕ್ಕದಲ್ಲ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ചെറുതല്ല, ನಿನ್ನ ನನ್ನ ಕುರಿತಾಗಿ ದೇವರಲ್ಲಿ ಇರುವಂತ ಪದ್ಧತಿ ಚಿಕ್ಕದಲ್ಲ. ഈ കാലഘട്ടത്തിൽ ಈ ಕಾಲಘಟ್ಟಲೆಯಲ್ಲಿ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ದೇವರ ರಾಜ್ಯದ ವ್ಯಾಪ್ತಿಗಾಗಿ, ദൈവരാജ്യത്തിന്റെ വിസ്തീർണത്തിന് വേണ്ടി, ದೇವರ ರಾಜ್ಯದ ವಿಸ್ತರಣೆಗಾಗಿ അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ, ಅನೇಕರನ್ನು ಕರ್ತನ ಬಳಿಗೆ ನಡೆಸುವುದಕ್ಕೆ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ, ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ದೇವರ ಆತ್ಮನು ನಮ್ಮನ್ನು, നമ്മുടെ തലമുറകളെ, ನಮ್ಮ ಸಂತತಿಗಳನ್ನು അഭിഷേകത്തിന്റെ അധികാരത്തോടെ, ಅಭಿಷೇಕದ ಅಧಿಕಾರದೊಂದಿಗೆ എഴുന്നേൽപ്പിച്ചു നിർത്തുവാൻ സ്വർഗത്തിന് താല്പര്യമുണ്ട്. ಎಬ್ಬಿಸಿ ನಿಲ್ಲಿಸುವುದಕ್ಕಾಗಿ ಸ್ವರ್ಗಕ್ಕೆ ಆಸೆ ಇದೆ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. ಅದನ್ನು ನಂಬುವವರು ಮಾತ್ರ ದೇವರನ್ನು ಸ್ತುತಿಸೋಣ. എന്നെ ഒന്നിനും കൊള്ളില്ല, ನಾನು ಯಾವುದಕ್ಕೂ ಪ್ರಯೋಜನ ಇಲ್ಲ, എനിക്ക് കഴിവില്ല, ನನಗೆ ಯಾವ ಸಾಮರ್ಥ್ಯವೂ ಇಲ್ಲ, ഞാനൊരു ബലഹീനനാണ്, ನಾನೊಂದು ಬಲಹೀನಳಾಗಿದ್ದೇನೆ, ഞാനൊരു അവഗണിക്കപ്പെട്ടവനാണ്, ನಾನು ಒಂದು ಅವಮಾನಿಸಲ್ಪಟ್ಟವಳಾಗಿದ್ದೇನೆ, ഞാൻ നിന്ദിക്കപ്പെട്ടവളാണ് ನಾನು ನಿಂದಿಸಲ್ಪಟ್ಟವಳಾಗಿದ್ದೇನೆ. എന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറയുന്നുവെങ്കിൽ, ಹಾಗೆ ನಿನ್ನ ಹೃದಯದಲ್ಲಿ ನೀನು ಹೇಳುವುದಾದ್ರೆ, നിന്റെ ഹൃദയത്തിന്റെ നിരാശയെ
നിരാശയെ നോക്കി, ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ನಿನ್ನ ಹೃದಯ ನಿರಾಶೆ ನೋಡಿ, സ്വർഗം നിന്നോട് പ്രവചിച്ചു പറയുന്നു, ಸ್ವರ್ಗ ನಿನ್ನಲ್ಲಿ ಆಲೋಚನೆ ಹೇಳುವಾಗ, ദൈവത്തിന്റെ കരങ്ങളിലെ ದೇವರ ಕರಗಳಲ್ಲಿ മൂർച്ചയുള്ള ആയുധമായി, ಆ ಹರಿತವುಳ್ಳ ಆಯುಧವಾಗಿ, അഭിഷേകത്തോടെ ಅಭಿಷೇಕದೊಂದಿಗೆ ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ದೇವರು ನನ್ನ ನಿನ್ನಲ್ಲಿ ನಿಲ್ಲಿಸಲು ಇಷ್ಟಪಡುತ್ತಾನೆ. ದೇವರ ಮಕ್ಕಳೇ, ഒരുപക്ഷെ ലോകം നിന്റെ തലമുറയെ നോക്കി, ಒಂದು ಪಕ್ಷ ಲೋಕವು ನಿನ್ನ ಸಂತತಿಯನ್ನು ನೋಡಿ, ദൈവം നിന്റെ ഉദരബലത്തെ, ലോകം നിന്റെ ഉദരബലത്തെ നോക്കി, ಲೋಕವು ನಿನ್ನ ಉದರದಲ್ಲಿ ಜನಿಸಿದ ಮಕ್ಕಳನ್ನು ನೋಡಿ, നിന്റെ തലമുറയുടെ അഭിവൃദ്ധി നീ കാണുകയില്ല, ನಿನ್ನ ಸಂತತಿಯ ಅಭಿವೃದ್ಧಿಯನ್ನು ನೀನು ನೋಡುವುದೇ ಇಲ್ಲ, നിന്റെ തലമുറ ഒരിക്കലും ലക്ഷ്യം പൂർത്തീകരിക്കയില്ല, ನಿನ್ನ ಸಂತತಿ ಯಾವುದು ಲಕ್ಷ್ಯವನ್ನು ಪೂರ್ತಿಕರಿಸುವುದಿಲ್ಲ എന്ന് നിന്നോട് വെല്ലുവിളിക്കുമ്പോൾ, ಹಾಗೆ ನಿನ್ನಲ್ಲಿ ಅವರು ಸವಾಲಾಕಿ ನಿಂತಿರುವಾಗ, നിന്റെ ഉദരഫലത്തെ, ನಿನ್ನ ಉದರದ ಫಲವು, നിന്റെ തലമുറയെ ನಿನ್ನ ಸಂತತಿ ദൈവാഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ದೇವರ ಅಭಿಷೇಕದಿಂದ ಎಬ್ಬಿಸಿ ನಿಲ್ಲಿಸುವುದಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಾ ಇದ್ದಾನೆ. പൗലോസിൽ വ്യാപരിച്ച ദൈവകൃപ, ಪೌಲನಲ್ಲಿ ವ್ಯಾಪರಿಸಿದಂತ ದೇವರ ಕೃಪೆ, പൗലോസിൽ വ്യാപരിച്ച ദൈവിക നിയോഗം, ಪೌಲನಲ್ಲಿ ವ್ಯಾಪರಿಸಿದ ದೈವಿಕವಾದ ನಿಯೋಗ, പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി പദ്ധതി, ಪೌಲನ ಕುರಿತಾಗಿರುವಂತ ಭವಿಷ್ಯ ಜೀವಿತದ ഒരു ಪದ್ಧತಿ, സഭയെ പുറത്തെടുക്കുവാൻ ಒಂದು ಸಭೆಯನ್ನು ಹೊರಗೆ ತರುವುದಕ್ಕಾಗಿ പൗലോസിനെ സ്വർഗ്ഗം അഭിഷേകം ചെയ്തെങ്കിൽ, ಪೌಲನನ್ನು ದೇವರ ಅಭಿಷೇಕ ಮಾಡಿರುವುದಾದ್ರೆ, ഇന്ന് പകൽ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ തലമുറയെ കുറിച്ചും ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ಈ ಆಗಲ್ಲ ವೇಳೆಯಲ್ಲಿ ನನ್ನ ಕುರಿತು, ನಿನ್ನ ಕುರಿತು, ನಿನ್ನ ಸಂತತಿಯ ಕುರಿತು ದೇವರಿಗೊಂದು ದೊಡ್ಡ ಪದ್ಧತಿ ಇದೆ. അത് വിശ്വസിക്കുന്നവരെ കരമുയർത്തി ഇന്ന് പകലിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. ಅದು ನಂಬುವವರು ಕರಗಳೆತ್ತಿ ದೇವರನ್ನು ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಸ್ತುತಿಸೋಣ ಪ್ರಿಯರೇ. ಹಾಲೆಲೂಯಾ, ಹಾಲೆಲೂಯಾ, ಹಾಲೆಲೂಯಾ. ಶಕ್ತಿಯೊಂದಿಗೆ പൗലോസിലൂടെ പുറത്തു വന്ന സഭ, ಪೌಲನೊಂದಿಗೆ ಹೊರಗೆ ಬಂದಂತ ಸಭೆ, പൗലോസിലൂടെ ദൈവം പുറത്തെടുത്ത കൊരിന്തിയ സഭ, ಪೌಲನ ಮೂಲಕವಾಗಿ ಹೊರಗೆ ತಂದಂತ ಕೊರಿಂಥ್ಯ ಸಭೆ, കാലപ്പഴക്കത്തിൽ, ಕಾಲಘಟ್ಟದಲ್ಲಿ ನೋಡುವುದಾದ್ರೆ, കാലത്തിന്റെ കടന്നുപോക്കിൽ, ಕಾಲ ಮತ್ತೆ ಮತ್ತೆ ಉರುಳಿ ಹೋಗುವಾಗ, കാലത്തിന്റെ വേലിയേറ്റത്തിൽ, ಕಾಲಘಟ್ಟದ ಬೇಲಿ ಇಡುವಾಗ, ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്ത, ಒಂದು ಕೃಪಾವರಗಳಿಗೂ ಕೊರತೆ ಇಲ್ಲದಂತೆ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായി ദൈവം അതിനെ മാറ്റുവാനിടയായി. ಒಂದು ಆಶ್ರಯಿಸಲ್ಪಟ್ಟ ಸಭೆಯಾಗಿ ದೇವರದನ್ನು ಮಾಡಿದನು. ഇന്ന് പകൽ ഇവിടെയുള്ള സഭയെ കുറിച്ച് ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಇಲ್ಲಿರುವಂತ ಸಭೆಯ ಕುರಿತಾಗಿ പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಒಂದು ಆಲೋಚನೆ ಕರೆದು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ. നമ്മുടെ തുടക്കങ്ങൾ ചെറിയ തോതിലാണെങ്കിലും, ನಮ್ಮ ಕಾರ್ಯಗಳು ಚಿಕ್ಕದಾಗಿರುವುದಾದ್ರೂ, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ನಮ್ಮ ನಿರೀಕ್ಷೆಗೆ ಮಿಗಿಲಾಗಿ നമ്മുടെ സഭയെ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ನಮ್ಮ ಸಭೆಯನ್ನು ಮೇಲಕ್ಕೆತ್ತುವುದಕ್ಕೆ ದೇವರು ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ. ദൈവസഭയെ കുറിച്ച് ഭാവിയുടെ ദീർഘവീക്ഷണമുള്ളവരെല്ലാം ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കണം. ದೇವರ ಸಭೆಗಾಗಿ ಇರುವಂತ ಭಾರವುಳ್ಳವರು ದೇವರ ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്ത കൊരിന്തിയ സഭ എന്ന് പറയുമ്പോൾ, ಒಂದು ಕೃಪಾವರಗಳಿಗೂ ಕೊರತೆ ಇಲ್ಲದ ಕೊರಿಂಥ ಸಭೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ, എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ എത്ര കൃപാവരമുണ്ട് എന്നൊരു ചിന്തയുണ്ടാകാം. ಕೆಲವರ ಹೃದಯದಲ್ಲಿ ಎಷ್ಟೊಂದು ಕೃಪಾವರ ಇದೆ ಎಂಬುದಾಗಿ ಯೋಚನೆ ಇರಬಹುದು. പ്രിയരെ, എത്ര കൃപാവരങ്ങളുണ്ട്? ಪ್ರಿಯರೇ, ಎಷ್ಟು ಕೃಪಾವರಗಳಿದೆ? നമ്മൾ ഒറ്റ ശ്വാസത്തിൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയും, ನಾವು ಒಂದೇ ಶ್ವಾಸದಲ್ಲಿ ಒಂದೇ ಮಾತಿನಲ್ಲಿ ಹೀಗೆ ಹೇಳುತ್ತೇವೆ, 9 കൃപാവരങ്ങൾ. 9 ಕೃಪಾವರಗಳು. സത്യത്തിൽ 9 കൃപാവരങ്ങളെ ഉള്ളോ എന്ന് ചോദിച്ചാൽ, ಸದ್ಯದಲ್ಲಿ 9 ಕೃಪಾವರಗಳು ಇರುವುದೇ ಎಂಬುದಾಗಿ ಕೇಳುವುದಾದ್ರೆ നമ്മൾ വല്ലാത്തൊരു ആശങ്കയിലായി മാറും. ನಾವು ಬಹಳ ಚಿಂತನೆಗೆ ಒಳಗಾಗುತ್ತೇವೆ. വാസ്തവത്തിൽ നാം ദൈവവചനം ശരിക്ക് പഠിച്ചാൽ, ವಾಸ್ತವವಾಗಿ ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಸರಿಯಾಗಿ ಕಲಿಯುವುದಾದ್ರೆ 23 ചില്ലുവാനും 23ಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾದದ್ದು 26ഓളം കൃപാവരങ്ങളുണ്ട്. 26 ಕೃಪಾವರಗಳು ಇದೆ. 9 ആണെങ്കിലും 23 ചില്ലുവാനും 26ഓളം കൃപാവരങ്ങളാണെങ്കിലും 9 ಕೃಪಾವರಗಳಾದ್ರೂ 23, 26 ಕೃಪಾವರಗಳು ಎಂಬುದಾಗಿರುವುದಾದ್ರೂ, തർക്കത്തിന് മുമ്പേ വാദം നിർത്തിക്കളയുക എന്ന ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ತಕ್ಕದಾದ ಸಮಯದಲ್ಲಿ ಇರುವಂತ ಕೃಪಾವರಗಳು ಹೃದಯದಲ್ಲಿ ಇರುವುದ ಮೂಲಕವಾಗಿ ഒരു പ്രശ്നത്തിന് ഞാൻ നിൽക്കുന്നില്ല. ಒಂದು ಸಮಸ್ಯೆಗೆ ನಾನು ನಿಲ್ಲುವುದಿಲ್ಲ. വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന, ವೇದ ಪುಸ್ತಕ ವಿಚಾರಣೆ ಮಾಡುವಂತ, വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന, ವೇದ ಪುಸ್ತಕವನ್ನು ಸತ್ಯವೇದವನ್ನು ಮುಂದೆ ಇಡುವಂತ, വേദപുസ്തകം ദൈവസഭയ്ക്ക് ദാനമായി തന്നിരിക്കുന്ന, ಸತ್ಯವೇದ ದೇವರ ಸಭೆಗೆ ದಾನವಾಗಿ ಕೊಟ್ಟಿರುವಂತ സകല കൃപാവരങ്ങളെയും ಸಕಾಲ ಕೃಪಾವರಗಳನ್ನು അഭിഷേകത്തിന്റെ നിറവിലും ಅಭಿಷೇಕದ ತುಂಬಲ್ಪಡುವಿಕೆಯಿಂದ ആത്മാവിന്റെ വ്യാപാരത്തിലും ಆತ್ಮನ ವ್ಯಾಪಾರದಿಂದ ആശ്രയിച്ച് അവതരിപ്പിക്കുവാൻ കഴിവുള്ള ಆಶ್ರಯಿಸಿ ಮುಂದೆ ತರಲಿಕ್ಕೆ ಸಾಧ್ಯವಿರುವಂತ ഒരു സ്വർഗീയ
സ്വർഗീയ തലമുറയെ ദൈവം കൊരിന്ത്യ സഭയ്ക്ക് നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയെങ്കിൽ, ಒಂದು ಸ್ವರ್ಗೀಯ ದೇವರು ಒಂದು ಸಂತತಿಯನ್ನು ಅಲ್ಲಿ ನಿರ್ಮಿಸಿರುವುದಾದ್ರೆ, ദൈവം നമുക്ക് നൽകിയ അവകാശങ്ങളായ തലമുറകളെ, ದೇವರು ನಮಗೆ ಕೊಟ್ಟಂತ ಅವಕಾಶಗಳಾದ ദൈവം നമുക്ക് ಸಂತತಿಗಳನ್ನು, നൽകിയ വാഗ്ദത്തങ്ങളായ തലമുറകളെ, ದೇವರು ನಮಗೆ ಕೊಟ್ಟಂತ ವಾಗ್ದಾನವಾದ ಸಂತತಿಗಳನ್ನು നാളുകളുടെ നീളകളിൽ ಅನೇಕ ನೀಳಗಳಲ್ಲಿ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി, ದೇವರ ರಾಜ್ಯದ ವ್ಯಾಪ್ತಿಗಾಗಿ എന്റെ ദൈവം അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ನನ್ನ ದೇವರ ಅಭಿಷೇಕದೊಂದಿಗೆ ಎಬ್ಬಿಸುತ್ತಾನೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ, എത്ര മാതാപിതാക്കൾ തലമുറകളെ ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും ഇന്ന് പകലിൽ. ಎಷ್ಟು ತಾಯಿ ತಂದೆಗಳ ಆಸೆಯಿಂದ ಸಂತೋಷದಿಂದ ದೇವರನ್ನು ಸ್ತುತಿಸುತ್ತೀರಾ ದೇವರ ಮಕ್ಕಳೇ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತಾ ಇದ್ದಾನೆ. ദൈവം നിങ്ങളുടെ തലമുറകളെ സ്നേഹിക്കുന്നു. ದೇವರು ನನ್ನ ಸಂತತಿಯನ್ನು ಪ್ರೀತಿಸುತ್ತಾ ಇದ್ದಾನೆ. കർത്താവ് നിന്നെ ഉപയോഗിക്കും. ಕರ್ತನು ನಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಾನೆ. ദൈവം നിന്റെ തലമുറയെ അഭിഷേകം ചെയ്യും. ದೇವರು ನಮ್ಮ ಸಂತತಿಯನ್ನು ಅಭಿಷೇಕ ಮಾಡುತ್ತಾನೆ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം ഇന്ന് പകലിൽ. ನಂಬುವ ದೇವರ ಮಕ್ಕಳು ಶಕ್ತಿಯೊಂದಿಗೆ ಕರ್ತನನ್ನು ಸ್ತುತಿಸಬೇಕು ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ. എല്ലാ കൃപാവരങ്ങളെയും ಎಲ್ಲ ಕೃಪಾವರಗಳನ್ನು അഭിഷേകത്തോടെ കൈകാര്യം ചെയ്യാൻ, ಅಭಿಷೇಕದೊಂದಿಗೆ ദർശനത്തോടെ, ದೇವರಾಜ್ಯದ ದರ್ಶನದೊಂದಿಗೆ, ദൈവിക വിശുദ്ധിയിൽ നിൽക്കുവാൻ, ದೈವಿಕವಾದ ಪರಿಶುದ್ಧತೆಯೊಂದಿಗೆ ನಿಲ್ಲುವಂತೆ കൊരിന്ത്യ സഭയിൽ തലമുറ എഴുന്നേൽപ്പിച്ചവൻ, ಕೊರಿಂಥ ಸಭೆಯ ಸಂತತಿಯನ್ನು ದೇವರು ಎಬ್ಬಿಸಿರುವುದಾದ್ರೆ, വാഗ്ദത്തം പോലെ ವಾಗ್ದತ್ತದ ಉಳ್ಳವರೇ, നമ്മെ ദൈവം എഴുന്നേൽപ്പിക്കും. ನಮ್ಮನ್ನು ದೇವರು ಎಬ್ಬಿಸುತ್ತಾನೆ. തലമുറയെ സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കും. ನಮ್ಮ ಸಂತತಿಯನ್ನು ಸ್ವರ್ಗ ಎಬ್ಬಿಸುತ್ತಾನೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ദൈവ സഭയോടെ, ದೇವರ ಸಭೆಯೊಂದಿಗೆ, ദേശത്തിന്റെ നടുവിൽ, ದೇಶದ ಮಧ್ಯದಲ್ಲಿ പൈശാചിക മണ്ഡലങ്ങൾ കേൾക്കുമാറ്, ಸೈತಾನನ ಮಂಡಲಗಳು ಕೇಳಲಿ. സ്വർഗ്ഗം പ്രവചിക്കുന്ന ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಸ್ವರ್ಗ ಮಾತನಾಡುತ್ತಾ ಇದೆ. ದೇವರು ಮಾತಾಡುತ್ತಿದ್ದಾನೆ. ദൈവം വിളിച്ചു പറയുന്നു. ನನ್ನ ದೇವರು ಕರೆದು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ನಂಬುವುದಾದ್ರೆ ನಂಬಿರಿ, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുക്കുക, ಹೊಂದಿಕೊಳ್ಳಬೇಕಾದ್ರೆ ಹೊಂದಿಕೊಳ್ಳಿರಿ. കാലഘട്ടത്തിന്റെ അഭിഷേകം ദൈവം നിന്റെ മേൽ പകരുകയാണ്. ಕಾಲಘಟ್ಟದಲ್ಲಿ ಅಭಿಷೇಕ ದೇವರು ನಿನ್ನ ಮೇಲೆ തീർക്കുക. ಪರಿಶುದ್ಧತೆಯೊಂದಿಗೆ ಕೇಳೋಣ. കർത്താവ് വരാറായി. ಕರ್ತನು ಬರ್ಲಿಕ್ಕಾಯ್ತು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കൃപാവരങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു തലമുറയെ കൊരിന്ത്യ സഭയിൽ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ಎಲ್ಲಾ ಕೃಪಾವರಗಳನ್ನು ಹೊಂದಿಕೊಂಡಂತ ಕೊರಿಂಥ ಸಭೆಯಲ್ಲಿ ಒಂದು ಸಂತತಿಯನ್ನು ದೇವರು ಎಬ್ಬಿಸಿದರು. പൗലോസിന്റെ ആത്മീക കഠിനാധ്വാനത്തിൽ പുറത്തു വന്ന സഭയെ ദൈവം കൃപാവരങ്ങളാൽ നിറച്ചു. ಪೌಲನ ಮೂಲಕವಾಗಿ ಹೊರಟು ಬಂದಂತ ಒಂದು ಆತ್ಮಿಕ ಸಭೆಯಲ್ಲಿ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಕೃಪಾವರಗಳಿಂದ ದೇವರನ್ನು ಅಲ್ಲಿ ತುಂಬಿಸಿದರು. കൃപാവരങ്ങളാൽ പടർന്നു പന്തലിച്ച, കൃപാവരങ്ങളാൽ സമ്പുഷ്ടമായ, ಕೃಪಾವರಗಳಲ್ಲಿ ಸಂಪುಷ್ಟವಾದಂತ ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿ പഴക്കത്തിന്റെ തഴക്കം അകത്തു വന്നപ്പോൾ എക്സ്പീരിയൻസ്, ಅವರ ಅನುಭವದಲ್ಲಿ ಬರುವಾಗ, പഴക്കം വന്നപ്പം, ಅವರ ಅನುಭವಕ್ಕೆ ಬಂದಾಗ, നാളുകൾ പലത് കഴിഞ്ഞപ്പം, കാലങ്ങൾ പലത് കഴിഞ്ഞപ്പം, ಕಾಲಗಳು ಮುಂದೆ ಬರುವಂತ ಸಮಯದಲ್ಲಿ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട സഭ പ്രശ്നങ്ങളുടെ കൂടായി മാറി. ಕೃಪಾವರಗಳಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟಂತ ಸಭೆಗಳು ಅನೇಕ ಪ್ರಶ್ನೆಗಳ ಕೂಡ ಜೊತೆಯಲ್ಲಿ ಸೇರಿ ಬೆಳೆಯಲಿಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. അനുഗ്രഹിക്കപ്പെട്ട സഭ പ്രശ്നങ്ങളുടെ ഒരു കൂടായി മാറുവാനിടയായി. ಆಶಿಸಲ್ಪಟ್ಟ ಸಭೆ ಸಮಸ್ಯೆಗೆ ಒಳಪಡಿಸಿತು. പഴക്കം കൂടുമ്പോഴാണ് പ്രശ്നം കൂടുന്നത്. ಅಲ್ಲಿ ಸಮಸ್ಯೆಗಳು ಬರುವಾಗ ಅನೇಕ ತೊಂದರೆಗಳು ಉಂಟಾಗುತ್ತದೆ. കൃപാവരങ്ങൾ കൂടുന്തോറും ആ പ്രശ്നം ഉണ്ടാകുന്നത്. ಕೃಪಾವರಗಳು ಎಲ್ಲಿ ಜಾಸ್ತಿಯಾಗಿ ಹಬ್ಬುತ್ತದೋ ಅಲ್ಲಿ ಸಮಸ್ಯೆಗಳು ಉಂಟಾಗುತ್ತದೆ. അല്പം കൃപാവരമൊക്കെ ഉണ്ടെങ്കിൽ, ಸ್ವಲ್ಪ ಕೃಪಾವರ ನಮಗಿರುವುದಾದ್ರೂ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കാനൊക്കെ ഉള്ള ആ കഴിവുണ്ടെങ്കിൽ, ಒಂದು ಎದ್ದು ನಿಂತು ಸೇವೆ ಮಾಡಬೇಕು, ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ಒಂದು ಸಾಮರ್ಥ್ಯ ಇರುವುದಾದ್ರೆ, ദൈവദാസന്മാരെ അംഗീകരിക്കത്തില്ല, ದೇವರ ಸೇವಕರದನ್ನು ಅಂಗೀಕರಿಸುವುದಿಲ್ಲ, വിശ്വാസികളൊക്കെ കീഴ്പ്പെടത്തില്ല, ವಿಶ್ವಾಸಿಗಳು ಅದಕ್ಕೆ ಅಧೀನರಾಗುವುದಿಲ್ಲ. ഞാൻ എന്തൊക്കെയാണെന്നുള്ളൊരു ചിന്തയാ, ನಾನು ಏನಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಒಂದು ಚಿಂತೆ. കൃപാവരം കൂടുന്തോറും പ്രശ്നം കൂടുമെന്നാണ് ഞാൻ പറഞ്ഞേ.
ಕೃಪಾವರ ಹೆಚ್ಚಾಗುವಾಗ ಮತ್ತೆ ಅನೇಕ ಸಮಸ್ಯೆಗಳು ಎಂಬುದಾಗಿ ನಾನು ಹೇಳಿದೆ. കൃപാവരം കുറയുകയാണെങ്കിൽ പ്രശ്നം കുറവായിരിക്കും. ಕೃಪಾವರ ಕಡಿಮೆ ಆಗಿರುವುದಾದ್ರೆ ಸಮಸ್ಯೆಗಳು ಕಡಿಮೆ ಆಗಿರುತ್ತದೆ. പൊതുവായ തത്വം ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ಒಂದು ತತ್ವ, ಒಂದು ಉದಾಹರಣೆ ನಾನು ಹೇಳಿದೆ ಅಷ್ಟೇ. കരം ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചേ. ಆ ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿರಿ. ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಇಲ್ಲಿ ಹಾಗೆ ಯಾರು ಇಲ್ಲ ಎಂಬುದಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നം ഉള്ളെന്ന്. ನೀವು ನೆಗಡುವ ಮುಖ ನೋಡುವಾಗ ಗೊತ್ತಾಯ್ತು ಕೇರಳದಲ್ಲಿ ಮಾತ್ರ ಈ ಸಮಸ್ಯೆ ಇರುವುದೆಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಸಂತೋಷವುಳ್ಳವರೆಲ್ಲರೂ ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡೋಣ. കൃപാവരങ്ങളാൽ നിറയപ്പെട്ട സഭ, ಕೃಪಾವರಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟಂತ ಸಭೆ, പിന്നത്തേതിൽ ಇಂದಿನ ಕಾಲದಲ್ಲಿ നാളുകൾ പലത് കഴിഞ്ഞപ്പോൾ ಅನೇಕ ದಿನಗಳು ಆದಾಗ പ്രശ്നങ്ങളുടെ സഭയായി മാറി. ಅದು ಸಮಸ್ಯೆಗಳ ಸಭೆಯಾಗಿ ಮಾರ್ಪಟ್ಟಿತು. ചന്തയിൽ കിട്ടുന്ന, ಸಂತೆಯಲ್ಲಿ ಸಿಕ್ಕುವಂತ, തെരുവിൽ കിട്ടുന്ന, ದಾರಿಯಲ್ಲಿ ಸಿಗುವಂತ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും ആത്മീയരെന്ന് അഭിമാനിക്കുന്ന ദൈവസഭയുടെ അകത്ത് വന്ന് കയറി. ಚಿಕ್ಕದು ದೊಡ್ಡದು ಎಲ್ಲಾ ವಸ್ತುಗಳು ಆತ್ಮಿಕರೆಂಬುದಾಗಿ ಹೇಳುವಂತ ಸಭೆ ಒಳಗೆ ಎಲ್ಲವೂ ಬಂದ್ಬಿಟ್ಟಿತ್ತು. ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿ ಇಲ್ಲದ ಪ್ರಶ್ನೆಗಳಿಲ್ಲ. ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿ ಇಲ್ಲದಂತ ಸಮಸ್ಯೆಗಳೇ ಇಲ್ಲ. പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല. ಸಮಸ್ಯೆ ಇಲ್ಲದಂತ ಕುಟುಂಬಗಳೇ ಇರಲಿಲ್ಲ. പ്രശ്നങ്ങളില്ലാത്ത വ്യക്തികളില്ല. ಸಮಸ್ಯೆಗಳಿಲ್ಲದಂತ ವ್ಯಕ್ತಿಗಳು ಇಲ್ಲ. പ്രശ്നങ്ങളില്ലാത്ത സഭകളില്ല. ಸಮಸ್ಯೆಗಳು ಇಲ್ಲದಂತ ಸಭೆಗಳು ಕೂಡ ಇಲ್ಲ. പ്രശ്നമില്ലാത്ത ദേശങ്ങളില്ല. ಸಮಸ್ಯೆಗಳಿಲ್ಲದಂತ ದೇಶಗಳೇ ಇಲ್ಲ. ഒരു ആത്മീകനെ സംബന്ധിച്ച്, ಒಂದು ಆತ್ಮಿಕನನ್ನು ತೆಗೆದುಕೊಂಡು, ഒരു ഭക്തനെ സംബന്ധിച്ച്, ಒಂದು ಭಕ್ತನನ್ನು ತೆಗೆದುಕೊಂಡ, ഒരു വിശുദ്ധനെ സംബന്ധിച്ച്, ಒಂದು ಪರಿಶುದ್ಧನ ಸಂಬಂಧಿಸಿ, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ, ಒಂದು ವಿಶ್ವಾಸಿ ಇರುವಂತ ಸಂಬಂಧದಲ್ಲಿ പ്രശ്നങ്ങൾ അവനൊരു പുത്തരിയല്ല. ಸಮಸ್ಯೆಗಳು ಅವರನ್ನು ಅಡಕಿಡುವುದಿಲ್ಲ. പ്രതികൂലങ്ങൾ അവന്റെ ഒരു കൂടപ്പറപ്പാണ്. ಪ್ರತಿಕೂಲ ಅನಾನುಕೂಲಗಳು ಅವನ ಜೊತೆಯಲ್ಲಿ ಅದು ಹೊರಟು ಬರುತ್ತದೆ. നമുക്ക് അനവധി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ನಮಗೆ ಅನೇಕ ರೀತಿಯ ಸಮಸ್ಯೆಗಳು ಕಷ್ಟಗಳು ಇರುವುದಾದ್ರೂ ಕೂಡ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കെൽപ്പുള്ള നമ്മുടെ ദൈവം നമുക്ക് അന്യനല്ല. ಸಮಸ್ಯೆಗಳನ್ನು ಪರಿಹರಿಸುವುದಕ್ಕಾಗಿ ನಮ್ಮ ದೇವರು ನಮಗೆ ಅನ್ಯನಲ್ಲ. അവൻ നമ്മുടെ ദൈവമായി, ಅವನು ನಮ್ಮ ದೇವರಾಗಿ, അവൻ നമ്മുടെ പിതാവായി, ಅವನು ನಮ್ಮ ಕರ್ತನಾಗಿ ഈ പകലിലും നമ്മുടെ നടുവിൽ എഴുന്നള്ളി ഇറങ്ങി വന്നിട്ടുണ്ട്. ಈ ವಾಕ್ಯದ ಮೂಲಕ ಆತ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾನೆ. അവൻ നമ്മുടെ നടുവിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ಅವನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಂಡಂತ ಮಕ್ಕಳು, ದೇವರ ಮಕ್ಕಳು ಬಾಯನ್ನು ತೆರೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഈ പകൽ 1000 പ്രശ്നത്തോടെ, ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ 1000 ಪ್ರಶ್ನೆಯೊಂದಿಗೆ, 10,000 പ്രശ്നത്തോടെ, 10,000 ಸಮಸ್ಯೆಗಳೊಂದಿಗೆ നെരിപ്പോട് കത്തുന്നത് പോലെ, ಒಳಗೆ ಹತ್ತಿ ಉರಿಯುವ ರೀತಿಯಲ್ಲಿ, ഉമത്തി എരിയുന്നത് പോലെ, ಅದು ಒಂದು ಮೆಣಸಿನ ರೀತಿಯಲ್ಲಿ ಉರಿಯಾಗುವ ರೀತಿಯಲ್ಲಿ ಇರುವಂತ ಸಮಸ್ಯೆಗಳು നിങ്ങളുടെ അകത്ത് വല്ലാത്ത ഭാരം അനുഭവിക്കുന്നെങ്കിൽ, ನಿಮ್ಮ ಒಳಗೆ ಭಯಂಕರವಾದ ಭಾರಗಳು ನೀವು ಅನುಭವಿಸುತ್ತಾ ಇರುವುದಾದ್ರೆ, ഇന്ന് പകൽ നിന്റെ മുഖത്ത് നോക്കി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ನಿನ್ನ ಮುಖ ನೋಡಿ ಪರಿಶುದ್ಧಾತ್ಮನು ನಿನ್ನೊಂದಿಗೆ ಮಾತನಾಡುತ್ತಾ ಇದ್ದಾನೆ. ഇതിനകത്തേക്ക് നീ പ്രശ്നത്തോടാണ് വന്നത്, പക്ഷേ ಇದರ ಒಳಗೆ ನೀನು ಅನೇಕ ಸಮಸ್ಯೆಗಳೊಂದಿಗೆ ಬಂದಿದ್ಯಾ. ಆದರೆ ഈ യോഗം വിട്ട് മടങ്ങുമ്പോൾ പ്രശ്നത്തെ പരിഹരിക്കപ്പെട്ടവരായി നിങ്ങൾ മടങ്ങിപ്പോകും. ಈ ಒಂದು ಕೂಟವನ್ನು ಬಿಟ್ಟು ನೀವು ಹಿಂತಿರುಗಿ ಹೋಗುವಾಗ ಆ ಸಮಸ್ಯೆಗಳಿಗೆ ಪರಿಹಾರ ಸಿಕ್ಕಿದವರಾಗಿ ಹಿಂತಿರುಗಿ ಹೋಗುತ್ತೀರಾ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ನಂಬುವವರು ಸ್ತೋತ್ರ ಮಾಡೋಣ. വ്യക്തിപരമായ പ്രശ്നങ്ങളെ, ಅನೇಕ ವ್ಯಕ್ತಿಗತವಾದ ಸಮಸ್ಯೆಗಳು, കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ, ಕುಟುಂಬಗಳ ಸಮಸ್ಯೆಗಳು, സഭയുടെ പ്രശ്നങ്ങളെ ಸಭೆಗಳ ಸಮಸ್ಯೆಗಳು പരിഹരിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ಪರಿಹರಿಸಲು ಸಾಧ್ಯವಿರುವಂತ ಒಂದು ದೇವರು ನಮ್ಮಲ್ಲಿದ್ದಾನೆ. കൃപാവരങ്ങളാൽ നിറയപ്പെട്ട കൊരിന്ത്യ സഭയിൽ പ്രശ്നമുണ്ടെങ്കിൽ, ಕೃಪಾವರಗಳಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟಂತ ಕೊರಿಂಥ ಸಭೆಗೆ ಅನೇಕ ಸಮಸ್ಯೆಗಳು ಇರುವುದಾದ್ರೆ, പ്രശ്നമില്ലാത്ത സഭ ലോകത്തില്ല. ಸಮಸ್ಯೆಗಳಿಲ್ಲದಂತ ಸಭೆ ಲೋಕದಲ್ಲಿ ಎಲ್ಲೂ ಇಲ್ಲ. ഇവിടെ പ്രശ്നമുള്ളതുകൊണ്ട് ಇಲ್ಲಿ ಸಮಸ್ಯೆ ಇರುವ ನಿಮಿತ್ತವಾಗಿ നിങ്ങൾ വേറൊരു സഭയിൽ പോയാൽ, ನೀವು ಬೇರೆ ಒಂದು ಸಭೆಗೆ ಹೋದ್ರೆ അവിടെ ഇതിനെക്കാട്ടി പ്രശ്നമാ. ಅಲ್ಲಿ ಇದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಸಮಸ್ಯೆಗಳುಂಟು. അക്കരെ നിൽക്കുമ്പം ഇക്കരെ പച്ച, ಆಚೆ ಕಡೆ ನಿಲ್ಲುವುದಾದ್ರೆ ಈಚೆ ಕಡೆ ಸಮಸ್ಯೆ, ഇക്കരെ നിൽക്കുമ്പം അക്കരെ പച്ച, ಈ ಕಡೆ ನಿಲ್ಲುವುದಾದ್ರೆ ಆ ಕಡೆ ಸಮಸ್ಯೆ. ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കും അവിടെയാ ബെറ്റർ എന്ന്, ಇಲ್ಲಿ ನಿಲ್ಲುವಾಗ ನೆಲೆಸ್ತೇವೆ ಅಲ್ಲಿ ಬೆಚ್ಚಗಿದೆ, അവിടെ നിൽക്കുമ്പോൾ ഓർക്കും ഇവിടെ നല്ലതെന്ന്. ಅಲ್ಲಿ ನಿಲ್ಲುವಾಗ ನೆನೆಸ್ತೇವೆ ಇಲ್ಲಿ ಆದ್ರೆ ಚೆನ್ನಾಗಿತ್ತು. ചാടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ನಾವು ಹಾರಿ ಹಾರಿ ನಡೆದ್ರು ಏನು ಕಾರ್ಯ ಇಲ್ಲ. ഇന്ന് പകൽ ഇങ്ങനെ ഒരു യോഗം വെച്ചിട്ട്, ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ಇಂಥ ಒಂದು ಕೂಟಗಳನ್ನು ಇಟ್ಟು ദൈവദാസന്മാരെ പിടിച്ച് ശുശ്രൂഷിക്കുമ്പോ, ದೇವರ ದಾಸರನ್ನು ಕರೆದು ಇಲ್ಲಿ ಸೇವೆಯನ್ನು ಮಾಡುತ್ತಿರುವಾಗ ഒന്നല്ലേ മറ്റൊരു പ്രശ്നം നിങ്ങൾ
നിങ്ങളെ അലട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ യോഗത്തിനകത്ത് വന്നിരിക്കുന്നത്. ಒಂದಲ್ಲ ಇನ್ನೊಂದು ಸಮಸ್ಯೆ ನಿಮಗೆ ಕಾಡುವ ರೀತಿಯಾಗಿ ಈ ಕೂಟಕ್ಕೆ ಬಂದಿದ್ದೀರಾ. നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കമ്പിളിപ്പുറപ്പും പുറച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ യോഗത്തിന് വരത്തില്ല. ನಿಮಗೆ ಸಮಸ್ಯೆಗಳು ಒಂದು ವೇಳೆ ಬರದಿದ್ರೆ ಕಂಬಳಿಯನ್ನು ತೆಗೆದು ಹೊದಿಕೆಯನ್ನು ಒದ್ದುಕೊಂಡು ಮನೆಯಲ್ಲಿ ಸುಮ್ಮನೆ ಮಲಗುತ್ತಿದ್ದೆವು. നിങ്ങൾ ഇന്നിവിടെ വരാൻ തന്നെ കാരണം ഒന്നല്ല മറ്റൊരു പ്രശ്നം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. ನೀವು ಇಲ್ಲಿ ಬರ್ಲಿಕ್ಕೆ ಕಾರಣ ಒಂದಲ್ಲ ಎರಡು ಪ್ರಶ್ನೆ ಇರುವ ನಿಮಿತ್ತವಾಗಿ ಇದ್ರೊಳಗೆ ಬಂದಿದ್ದೀರಾ. പറന്നു പോകാതിരിക്കാൻ ഭാരം എടുത്ത് വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ഇവിടെ വന്നിരിക്കാൻ കാരണം ഒന്നല്ല മറ്റൊരു പ്രശ്നം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. ನಿಮ್ಮ ಭಾರವನ್ನು ತೆಗೆದು ಇಡುವುದಕ್ಕಾಗಿ ಇಲ್ಲಿ ಬಂದದ್ದು ನಿಮ್ಮ ಒಂದಲ್ಲ ಭಾರ ಎರಡು ಭಾರ ಇರುವುದ ನಿಮಿತ್ತವಾಗಿ ಇಲ್ಲಿ ಬಂದಿದ್ದೀರಿ. നമ്മെ നാമാക്കി മാറ്റുന്ന എല്ലാ പ്രശ്നങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കാം. ನಮ್ಮನ್ನು ನಾವಾಗಿ ಮಾರ್ಪಡಿಸುವಂತ ಎಲ್ಲಾ ಸಮಸ್ಯೆಗಳನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. മലയാളത്തിൽ ഒരു പാട്ടുകാരൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതി പാടി. ಮಲಯಾಳದಲ್ಲಿ ಒಂದು ಹಾಡುಗಾರನು ಹಾಡನ್ನು ಹೀಗೆ ಹಾಡಿದನು. നാദാ നീ നൽകിയ എല്ലാ കുരിശുകൾക്കും നന്ദി. ಕುರುಬನೇ ನೀನ್ ಕೊಟ್ಟಂತ ಎಲ್ಲ ಶಿಲುಬೆಗಾಗಿ ಸ್ತೋತ್ರ. ആ പ്രതിസന്ധിയുടെ കുരിശുകൾ ಆ ಒಂದು ಅನಾನುಕೂಲ ಮಧ್ಯದಲ್ಲಿ ಶಿಲುಬೆಯಲ್ಲಿ നിന്റെ മുഖം കാണുവാൻ എനിക്ക് നിമിത്തമായി മാറി. ನಿನ್ನ ಮುಖವನ್ನು ನೋಡುವುದಕ್ಕೆ ನನಗೆ ನಿಮಿತ್ತವಾಗಿ ಮಾರ್ಪಟ್ಟಿತ್ತು. നിന്നെ ഒരു ആത്മീയതയുള്ളവളാക്കി മാറ്റുവാൻ, ನಿನ್ನನ್ನು ಒಂದು ಆತ್ಮಿಕ ಉಳ್ಳವಳಾಗಿ ಮಾಡಿ ಮಾರ್ಪಡಿಸುವುದಕ್ಕಾಗಿ, സഹോദരാ നിന്നെ ഒരു ആത്മീയനാക്കി മാറ്റുവാൻ, ಸಹೋದರನೇ ನಿನ್ನನ್ನು ಒಂದು ಆತ್ಮಿಕ ವ್ಯಕ್ತಿಯಾಗಿ ಮಾರ್ಪಡಿಸುವುದಕ್ಕಾಗಿ, ദൈവത്തിന് നിന്നെ കൊണ്ടുപോയി നിത്യതയിലെത്തിക്കുവാൻ, ದೇವರು ನಿನ್ನನ್ನು ನಿತ್ಯತೆಗೆ ಕೊಂಡೋಗಿ ಮುಟ್ಟಿಸುವುದಕ್ಕಾಗಿ, ദൈവം നിനക്കെന്ന പ്രതികൂലങ്ങളെ കണ്ട് നീ പിന്മാറി പിറുപിറുക്കരുത്. ದೇವರು ನಿನ್ನ ಸಮಸ್ಯೆಗಳನ್ನು ನೋಡಿ ನೀನು ಹಿಂಜಾರಿ ಹೋಗಬಾರದು, ಗುಣಗುಟ್ಟಬಾರದು. ഈ പ്രശ്നങ്ങൾ നിന്നെ ആത്മീയനാക്കി നിർത്തുവാൻ വേണ്ടിയാണ്. വിശ്വസിക്കുന്നവരെ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ಈ ಸಮಸ್ಯೆಗಳು ನಿನ್ನನ್ನು ಆತ್ಮಿಕನಾಗಿ ಮಾರ್ಪಡಿಸುವುದಕ್ಕಾಗಿ ಆಗಿದೆ. ನೀನು ನಂಬಿಕೆಯಿಂದ ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡು. ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿ ಅನೇಕ ರೀತಿಯ ಸಮಸ್ಯೆಗಳಿತ್ತು. അതെല്ലാം പറയാൻ എന്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ಅದು ಎಲ್ಲವನ್ನು ಹೇಳಲಿಕ್ಕೆ ನನ್ನ ಮುಂದೆ ಸಮಯ ಇಲ್ಲ. സമയത്തിന്റെ പരിമിതി പരിഗണിച്ച് പ്രാണവേഗതയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ಸಮಯವನ್ನು ನಾನು ಪರಿಮಿತಿ ಮಾಡಿ ಅದನ್ನು ಒಂದೆರಡು ಕಾರ್ಯಗಳನ್ನು ಹೇಳುತ್ತೇನೆ. ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿ 3 പ്രതിസന്ധികൾ. ಕೊರಿಂಥ ಸಭೆಯಲ್ಲಿ 3 ಅನಾನುಕೂಲಗಳು. ഒന്നാമത്തെ ಕೊರಿಂಥ್ಯ ಸಭೆಯ ಪ್ರಶ್ನೆ, ಒಂದನೇದಾಗಿ ಕೊರಿಂಥ ಸಭೆಯ ಸಮಸ್ಯೆ, ಕರ್ತನ ಮೇಜಿಗೆ ಒಂದು ಮಾನ್ಯತೆ ಕೊಡದೆ, ಗೌರವ ಕೊಡದೆ ಹಾಗೆ ಸೇವಿಸುವಂತದ್ದು. ഒന്ന് കൃപാവര ദുർവിനിയോഗം. ಒಂದನೇದಾಗಿ ಕೃಪೆಯನ್ನು ದುರುಪಯೋಗ ಮಾಡುತ್ತಾ ಇದ್ದರು. ಎರಡನೇದಾಗಿ കർത്താവിന്റെ ശരീര രക്തങ്ങളെ സംബന്ധിക്കുന്ന മേശയിലെ അവഹേളന, ഉത്സാഹമില്ലായ്മ. ಕರ್ತನ ಮೇಜಿಯನ್ನು ಅವಹೇಳನ ಮಾಡಿ ಅದನ್ನು ಒಟ್ಟಾರೆ ತೆಗೆದುಕೊಳ್ಳುವಂತದ್ದು. 3 ഗ്രൂപ്പിസം, പല കക്ഷി കൂട്ടങ്ങൾ, പല ഗ്രൂപ്പ്. ಮೂರನೇದಾಗಿ ಅನೇಕ ಗುಂಪುಗಳನ್ನು ಮಾಡುವಂತದ್ದು. ഓരോരോ സെക്ഷൻ ആയിട്ട് ಒಂದೊಂದು ಗುಂಪುಗಳನ್ನ ಮಾಡಿ പിണങ്ങി തിരിഞ്ഞു നിൽക്കുക. ಅವರು ಅಲ್ಲಿ ಜಗಳ ಮಾಡಿ ಹಿಂದೆ ಹಿಂದೆ ಸರಿದು ನಿಲ್ಲುವಂತದ್ದು. 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. ಮೂರನೇ ಕಾರ್ಯ ನಿಮಗೆ ನೆನಪಿಗಾಗಿ ನಾನು ಹೇಳುತ್ತೇನೆ. കൃപാവര ദുർവിനിയോഗം, ಕೃಪಾವರಗಳನ್ನು ದುರುಪಯೋಗ ಮಾಡುತ್ತಿದ್ದರು. ಕರ್ತೃಮೇಶೆಯಲ್ಲಿ ಅಲಕ್ಷ್ಯത, ಕರ್ತನ ಮೇಜಿಗೆ ಅಲಕ್ಷ್ಯತೆ ತೋರಿಸ್ತಾ ಇದ್ದರು. ಮೂರನೇದಾಗಿ ഗ്രൂപ്പിസം, ಅವರು ಬೇರೆ ಬೇರೆ ಗುಂಪು ಮಾಡಿಕೊಂಡಿರುತ್ತಿದ್ದರು. ഒന്നാമത്തെ കാര്യം കർത്തൃമേശയിലെ കൃപാവര ദുർവിനിയോഗം. ಒಂದನೇ ಕಾರ್ಯ ಕೃಪಾವರಗಳನ್ನು ದುರುಪಯೋಗ ಮಾಡುತ್ತಿದ್ದರು. കൃപാവരങ്ങൾ വിനിയോഗിക്കുന്നവർ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ಕೃಪಾವರಗಳನ್ನು ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಉಪಯೋಗಿಸುವವರು ದೇವರ ಸಭೆಗೆ ಆಶೀರ್ವಾದವಾಗಿರ್ತಾರೆ. കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവർ കർത്താവിന്റെ ദാസന്മാർക്ക് ഒരു അനുഗ്രഹമാണ്. ಕೃಪಾವರಗಳನ್ನು ಉಪಯೋಗಿಸುವವರು ಕರ್ತನ ಸೇವಕರಿಗೆ ಒಂದು ಆಶೀರ್ವಾದವಾಗಿರುತ್ತದೆ. കൃപാവരങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നവർ ദൈവസഭയുടെ അന്ധകരാണ്. ಆದ್ರೆ ಕೃಪಾವರಗಳನ್ನು ದುರುಪಯೋಗ ಮಾಡುವವರು ದೇವರ ಸಭೆಗೆ ಅವರು ಬೇಡವಾದವರಾಗಿರುತ್ತಾರೆ. കൃപാവരങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നവർ ദൈവദാസന്മാർക്ക് ഒരു വലിയ തലവേദനയാണ്. ಕೃಪಾವರಗಳನ್ನು ದುರುಪಯೋಗ ಮಾಡುವವರು ದೇವರ ಸೇವೆಗೆ, ದೇವರ ಸಭೆಗೆ, ದೇವರ ಸೇವಕರಿಗೆ ದೊಡ್ಡದೊಂದು ತಲೆನೋವಾಗಿರುತ್ತಾರೆ. കൃപാവരങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നവർ ഇന്നുള്ളതുപോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു. ಕೃಪಾವರಗಳನ್ನು ದುರುಪಯೋಗ ಮಾಡುವವರು ಈಗ ಇರುವ ಹಾಗೆ ಆಗ ಸಹ ಇದ್ದರು. സുവിശേഷ വേല ഒരു ഉപജീവന മാർഗമായി, ಸುವಾರ್ತೆ ಸೇವೆ ಒಂದು ಉಪಜೀವನದ ಮಾರ್ಗವಾಗಿ, സുവിശേഷീകരണം ഒരു തൊഴിലാക്കി, ಶುಭವಾರ್ತೆಯನ್ನು ಒಂದು ಕಡೆಗೆ ಒದಗಿಸಿ ಇಟ್ಟು, കർത്താവിന്റെ വേല ഒരു വയറ്റിപ്പഴപ്പാക്കി മാറ്റി. ಕರ್ತನ ಸೇವೆ ಖಾಲಿ ಹೊಟ್ಟೆಗಾಗಿ ಮಾತ್ರವೇ ಮಾಡಿ, ഒത്തിരി ആളുകൾ ഇന്നുള്ളതുപോലെ അന്നും ഉണ്ടായിരുന്നു. ಅನೇಕ ಜನರು ಈಗ ಇರುವ ರೀತಿಯಲ್ಲಿ ಅವತ್ತು ಇದ್ದರು.
അപ്പൊ ഇന്നത്തെ മാത്രം പ്രശ്നമല്ല, അന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നെന്ന്. ಹಾಗಾದ್ರೆ ಈಗ ಮಾತ್ರ ಅಂತ ಸಮಸ್ಯೆ ಅಲ್ಲ, ಅವತ್ತಿಗೂ ಆ ಸಮಸ್ಯೆ ಇತ್ತು. ഒന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಒಂದು ಸಾರಿ ದೇವರಿಗೆ ಚೆನ್ನಾಗಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. കൃപാവരങ്ങൾ വീട് വെക്കാനുള്ള ഏർപ്പാടല്ല. ಕೃಪಾವರಗಳು ದೇವರು ಕೊಡುವಂತದ್ದು ಮನೆ ಕಟ್ಟಿ ಕುತ್ಕೊಳ್ಳಿಕ್ಕೆ ಆಗಿ ಅಲ್ಲ. കൃപാവരങ്ങൾ വാഹനം മേടിച്ചു കൂട്ടാനുള്ള ഇടപാടല്ല. ಕೃಪಾವರಗಳು ವಾಹನವನ್ನು ತೆಗೆದು ನಮ್ಮ ಇಷ್ಟ ಬಂದಂತೆ ಓಡಿಸುವುದಕ್ಕಾಗಿ ಅಲ್ಲ. കൃപാവരങ്ങൾ സിനിമ സ്റ്റൈಲ್ ജീവനം നയിക്കാനുള്ള ഒരു ഏർപ്പാടല്ല. ಕೃಪಾವರಗಳು ಸಿನಿಮಾ ತರ ಇರುವಂತ ಜೀವನ ಮಾಡುವುದಕ್ಕಾಗಿ ಇರುವಂತ ಏರ್ಪಾಡುಗಳಲ್ಲ. സുവിശേഷ വരെ ആഡംബരം കാണിച്ച് സുഖിക്കാനുള്ള ഇടപാടല്ല. ಸುವಾರ್ತೆ ಸೇವೆ ಆಡಂಬರ ತೋರಿಸಿ ಅಲ್ಲಿ ನಲಿದಾಡುವುದಕ್ಕಾಗಿ ಇರುವಂತದ್ದಲ್ಲ. കൃപാവരങ്ങൾ ആത്മാക്കളെ നേടാൻ വേണ്ടിയാണ്. ಕೃಪಾವರಗಳು ಆತ್ಮಗಳನ್ನು ಸಂಪಾದಿಸಿ ದೇವರ ರಾಜ್ಯಕ್ಕೆ ಸೇರಿಸುವುದಕ್ಕಾಗಿ ಆಗಿದೆ. കൃപാവരങ്ങൾ ദൈവസഭയുടെ വർധനവിന് വേണ്ടിയാണ്. ಕೃಪಾವರಗಳು ದೇವರ ಸಭೆಯ ವರ್ಧನೆಗಾಗಿ ಆಗಿದೆ. കൃപാവരങ്ങൾ പാപബോധം ജീവനങ്ങളിൽ നൽകാനാണ്. ಕೃಪಾವರಗಳು ಪಾಪದ ಬೋಧನೆಯನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಆಗಿದೆ. കൃപാവരങ്ങൾ ലോൺ അടയ്ക്കാനല്ല. ಕೃಪಾವರಗಳು ಲೋನ್ ಮಾಡಿ ಇಡುವುದಕ್ಕಾಗಿ ಅಲ್ಲ. കൃപാവരങ്ങൾ സിസി അടയ്ക്കാനല്ല. ಕೃಪಾವರಗಳು ಸಿಸಿ ಮಾಡುವುದಕ್ಕಾಗಿ ಅಲ್ಲ. കൃപാവരങ്ങൾ അമേരിക്ക പോകാനുള്ള ഏർപ്പാടല്ല. ಕೃಪಾವರಗಳು ಅಮೆರಿಕೆ ಹೋಗಬೇಕಾದ ಏರ್ಪಾಡುಗಳನ್ನು ಮಾಡುವಂತದ್ದಲ್ಲ. കൃപാവരങ്ങൾ എനിക്ക് ജീവിക്കാനുള്ള ഒരു നിലവാരം ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യപരിപാടിയല്ല. ಕೃಪಾವರಗಳು ನನಗೆ ಬೇಕಾದ ಒಂದು ನೆಲವಾರಗಳನ್ನು ಮಾಡಿ ಕುಳಿತುಕೊಳ್ಳುವುದಕ್ಕೆ ಮಾಡುವಂತ ಕೃಪಾವರಗಳಲ್ಲ. കൃപാവരങ്ങൾ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ദൈവം നൽകി തന്നത് ദൈവത്തെ ശക്തിയോടെ ഉയർത്താനാണ്. ಕೃಪಾವರಗಳು ಕೇಳುವಂತ ನಿಮಗೂ ಹೇಳುವಂತ ನನಗೂ ದೇವರ ಶಕ್ತಿಯೊಂದಿಗೆ ಮೇಲಕ್ಕೆ ತರುವುದಕ್ಕಾಗಿ ಆಗಿದೆ. ആ ബോധ്യമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട് പ്രിയപ്പെട്ടവരേ. ಆ ಒಂದು ಅರಿವಿರುವವರು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ ಪ್ರಿಯರೇ. ഇന്ന് നമ്മള് സഭയെ വരുന്നത് തന്നെ എന്തെങ്കിലും കിട്ടുമോന്നറിയാനാ. ಇವತ್ತು ನಮ್ಮ ಸಭೆಗೆ ಬರುವಂತವರು ಏನೆಲ್ಲ ನಮಗೆ ಸಿಗುತ್ತದೆ ಎಂಬುದಾಗಿ ಬರುತ್ತಾರೆ. എത്ര നല്ല പ്രസംഗം പ്രസംഗിച്ചാലും ഒരു പ്രവാചകൻ തലേ കൈവച്ച് കിട്ടും എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം. ಎಷ್ಟು ದೊಡ್ಡ ಪ್ರವಾದಿ ಬಂದು ತಲೆಗೆ ಕೈ ಇಟ್ಟು ಸಿಗುತ್ತದೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ನಮಗೆ ಸಂತೋಷ. അതുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷകന്മാരൊക്കെ പ്രസംഗിക്കാനും പറയാനും പഠിച്ചു. ಅದರಿಂದಾಗಿ ನಾವು ಸೇವೆ ಮಾಡುವವರು, ಪ್ರಸಂಗ ಮಾಡುವವರು ಹೇಳುವುದಕ್ಕೂ ಕೇಳುವುದಕ್ಕೂ ನಾವು ಕಲಿತೆವು. പല ശുശ്രൂഷകന്മാരെയും വഴിതെറ്റിച്ചതിന് മുമ്പ് വിശ്വാസികൾക്കൊരു വലിയ പങ്കുണ്ട്. ಅನೇಕ ಸೇವಕರು ದಾರಿ ತಪ್ಪಿಸುವುದಕ್ಕಾಗಿ ಅನೇಕ ವಿಶ್ವಾಸಿಗಳನ್ನು ಮಾಡುತ್ತಾರೆ. അതുകൊണ്ട് അവർ വെറുതെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറയും, മാനിക്കും, ഉയർത്തും, സഹായിക്കും, വർദ്ധിപ്പിക്കും. ಆದ್ರಿಂದಾಗಿ ಅವರು ಕೆಲವರು ಹೇಳುತ್ತಾರೆ, ನಿಮ್ಮನ್ನು ಮಾನಿಸುತ್ತೇನೆ, ನಿಮ್ಮನ್ನು ಮೇಲಕ್ಕೆ ತರುತ್ತೇನೆ, ನಿಮ್ಮನ್ನು ಅಭಿವೃದ್ಧಿ ಪಡಿಸುತ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾರೆ. ഇനി മാനിച്ചില്ലേലും ഉയർത്തിയില്ലേലും വർദ്ധിച്ചില്ലേലും നിത്യതയെ പോകാതിരിക്കരുത്, നിത്യതയിൽ എത്തിച്ചേരണം പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ ലക്ഷ്യം. ಆದ್ರೆ ಮಾನಿಸುವುದಾಗ್ಲಿ ವರ್ಧಿಸುವುದಾಗ್ಲಿ ಏನೂ ಇಲ್ಲದಿದ್ರೂ ಕೂಡ ನಮ್ಮನ್ನು ನಿತ್ಯತ್ವಕ್ಕೆ ಎತ್ತಿಸಬೇಕು. ಅದೇ ನಮ್ಮ ಒಂದು ನಿರೀಕ್ಷೆ. ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ട നമ്മൾ ചിരിച്ച് നമ്മുടെ ഊപ്പാട് തെറ്റും. ಕೆಲವರು ಪ್ರಾರ್ಥಿಸುವುದನ್ನು ಕೇಳಿದ್ರೆ ನಮಗೆ ನೆಗಡಿ ಸಾಕಾಗಿ ಹೋಗುತ್ತದೆ. കർത്താവേ, എന്റെ സഹോദരങ്ങളുടെ നടുവിലൊക്കെ നീ എന്നെ മാനിക്കണമെന്നൊക്കെയാ പ്രാർത്ഥിക്കുന്നത്. ಕರ್ತನೇ, ನನ್ನ ಸಹೋದರರ ಮಧ್ಯದಲ್ಲಿ ನೀನು ಒಂದು ಸಾರಿ ನನ್ನನ್ನು ಮಾನಿಸಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ. എനിക്കിതൊക്കെ ഉണ്ടെന്ന് എല്ലാരും ഒന്ന് കാണട്ടെ, ನನಗೆ ಇದೆಲ್ಲ ಉಂಟೆಂಬುದಾಗಿ ಎಲ್ಲರೂ ಒಂದು ಸಾರಿ ನೋಡಲಿ. ഇതൊക്കെ ആരെ കാണിക്കാനാ? ಇದೆಲ್ಲ ಯಾರಿಗಾಗಿ ತೋರಿಸುವುದಕ್ಕಾಗಿ? നമ്മെ അറിയുന്നത് കർത്താവാ. ನಮ್ಮನ್ನು ತಿಳಿಯುವಂತ ಒಂದು ದೇವರು. ആരെ നമ്മളെ ഒന്നും കാണിക്കണ്ട. ಯಾರು ನಮ್ಮನ್ನು ಏನು ತೋರಿಸುವುದು ಬೇಡ. നമ്മളെ ആരും അറിയേം വേണ്ട. ನಮ್ಮನ್ನು ಯಾರು ತಿಳಿದುಕೊಳ್ಳುವುದೇ ಬೇಡ. നമ്മളെ അറിയിക്കാൻ നമ്മൾ ശ്രമിക്കണ്ട. ನಮ್ಮನ್ನು ತಿಳಿಸಬೇಕೆಂಬುದಾಗಿ ಯಾರು ಶ್ರಮೆ ಪಡಬೇಡಿ. നമ്മളെ ആരും അറിയുന്നില്ലല്ലോ, അറിയുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. ನಮ್ಮನ್ನು ಯಾರು ತಿಳಿಯದಿದ್ದರೂ ತಿಳಿಯುವಂತ ಒಬ್ಬ ದೇವರು ನಮ್ಮಲ್ಲಿದ್ದಾನೆ ನೋಡಿ. ഓ, നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ. ನಿಮಗೆ ಒಂದು ಸಂತೋಷ ಇಲ್ಲಲ್ಲ? 1000 രൂപ ലോട്ടറി അടിച്ചെന്ന് പറയുന്ന സന്തോഷം ഇല്ലല്ലോ. 1000 ರೂಪಾಯಿ ಲಾಟರಿ ಹೊಡೆದಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ನಿಮಗೆ ಸಂತೋಷ ಇಲ್ವಾ? നിങ്ങളെ കർത്താവ് അറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കണ്ടേ? ನಿಮ್ಮನ್ನು ಕರ್ತನು ತಿಳಿತಾ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೀಗೆ ಆಗಿದೆ ನೀವು ಪ್ರತಿಕ್ರಿಯಿಸುವಂತದ್ದು. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಂದು ಹಾಲೆಲೂಯ ಹೇಳೋಣ. ಹಾಲೆಲೂಯ. അയ്യോ, ഇത്രയും വലിയ സ്തോത്രമൊക്കെ നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ಇಷ್ಟು ದೊಡ್ಡ ಸ್ತೋತ್ರವನ್ನು ನೀವು ಹೇಳ್ತೀರಿ ಎಂಬುದಾಗಿ ನಾನು ಎದುರೇ ನೋಡ್ಲಿಲ್ಲ. എന്നാലും നിങ്ങൾ പറഞ്ഞു കളഞ്ഞല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಆದ್ರೂ ನೀವು ಹೇಳಿದಿರಲ್ಲ, ಅದನ್ನ ನೆನೆಸಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ കൃപാവരങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നു. ಹಾಗಾದ್ರೆ ಕೃಪಾವರಗಳನ್ನು ದುರುಪಯೋಗ ಮಾಡುವವರು ಇಂದು ಇದ್ರು, ಅಂದು ಇದ್ದಾರೆ. സത്യത്തിൽ കൃപാവരങ്ങൾ ദൈവം എന്തിനു തന്ന? ಆದ್ರೆ ಸದ್ಯಕ್ಕೆ ಕೃಪಾವರಗಳನ್ನು ದೇವರು ಯಾಕಾಗಿ ಕೊಟ್ಟನು? പല ഉപദേശിമാർക്കും വിശ്വാസികൾക്കും അറിയാത്തൊരു സബ്ജക്റ്റായത്. ಅನೇಕ ವಿಶ್ವಾಸಿಗಳಿಗೂ ಉಪದೇಶರಿಗೂ ಅದು ಗೊತ್ತಿಲ್ಲದ ಒಂದು ಸಬ್ಜೆಕ್ಟ್ ಆಗಿದೆ ಇದು.
1, 2, 3 ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. 1, 2, 3 ನಾನು ನಿಮ್ಗೆ ಹೇಳ್ತೇನೆ, ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಬೇಕು. 1 ಕೊರಿಂಥ್ಯ ಲೇಖനം 1 ಕೊರಿಂಥ್ಯ ಲೇಖನ 12ാം അധ്യായം 7ാമത്തെ വാക്യം. 12ನೇ ಅಧ್ಯಾಯ 7ನೇ ವಾಕ್ಯ. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, കൃപാവരങ്ങൾ പൊതുവായ പ്രയോജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ಕೃಪಾವರಗಳು ಹೊಸ ಹೊಸವಾದ ಅರ್ಥಗಳನ್ನು ಕೊಡುತ್ತದೆ. കൃപാവരങ്ങൾ പൊതുവായ പ്രയോജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ಕೃಪಾವರಗಳು ಹೊಸ ಹೊಸ ಕಾರ್ಯಗಳಿಗಾಗಿ ಕೊಟ್ಟಂತ ವರಗಳಾಗಿದೆ. അപ്പോൾ ദൈവം എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, ಹಾಗಾದ್ರೆ ದೇವರು ನನ್ನನ್ನು ಸೇವೆಗಾಗಿ ಒಪ್ಪಿಸಿಕೊಟ್ಟದ್ದು, ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത്, ದೇವರು ನನ್ನನ್ನು ಕೆಲಸಕ್ಕಾಗಿ ಕರೆದದ್ದು, ദൈവം എനിക്ക് കൃപാവരം തന്നത്, ದೇವರು ನನಗೆ ಕೃಪಾವರಗಳನ್ನು ಕೊಟ್ಟದ್ದು എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും ജീവിക്കാനുള്ള ഒരു ഇടപാടായിട്ടല്ല. ನನಗೂ ನನ್ನ ಹೆಂಡತಿಗೂ ನನ್ನ ಮಕ್ಕಳಿಗೂ ಜೀವಿಸುವುದಕ್ಕಾಗಿ ಇರುವಂತದ್ದಲ್ಲ. ಅದು എന്റെ സഹോദരരുടെ മുമ്പിൽ എന്തെങ്കിലും എനിക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ല ദൈവം കൃപാവരം തന്നത്. ನನ್ನ ಸಹೋದರರ ಮುಂದೆ ನನಗೆ ಏನೆಲ್ಲ ಇದೆ ಎಂಬುದಾಗಿ ತೋರಿಸುವುದಕ್ಕಾಗಿ ಅಲ್ಲ ದೇವರು ನನಗೆ ಕೃಪಾವರಗಳನ್ನು ಕೊಟ್ಟದ್ದು. കൃപാവരം എന്റെ ഗുണത്തിനല്ല, മറ്റുള്ളവരുടെ ഗുണത്തിനാണ്. ಕೃಪಾವರಗಳು ನನ್ನ ಪ್ರಯೋಜನಕ್ಕಾಗಿ ಅಲ್ಲ, ಅದು ಬೇರೆಯವರ ಪ್ರಯೋಜನಕ್ಕಾಗಿ ಆಗಿದೆ. തകർന്ന് തരിപ്പണമായ കുടുംബങ്ങൾ കർത്താവിൽ യോജിക്കാൻ, ಬಿದ್ದು ಹೋದ ಕಷ್ಟದಲ್ಲಿ ಇರುವಂತ ಕುಟುಂಬಗಳನ್ನು ಬೋಧಿಸಿ ನಡೆಸುವುದಕ್ಕಾಗಿ, ആത്മഹത്യയുടെ വക്കിലെത്തിയവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ, ಆತ್ಮಹತ್ಯೆ ಮಾಡಲು ನಿರ್ಧರಿಸಿದ ಜನಗಳನ್ನು ಜೀವದ ಕಡೆಗೆ ನಡೆಸುವುದಕ್ಕಾಗಿ, നിരാശയിൽ അകപ്പെട്ടവൻ കർത്താവിനെ നോക്കി ധൈര്യശാലിയായി തീരാൻ, ನಿರಾಶೆಯಲ್ಲಿ ಬಿದ್ದಂತ ಮನುಷ್ಯರನ್ನು ಕರ್ತನನ್ನು ನೋಡಿ ಧೈರ್ಯಶಾಲಿಯಾಗಿ ಮುಂದುವರಿಯುವುದಕ್ಕಾಗಿ, സകല പ്രതീക്ഷകളും കളഞ്ഞു പൊളിച്ചവൻ ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ, ಸಕಲ ವಿಧವಾದ ಕಷ್ಟಗಳಲ್ಲಿ ನೋವುಗಳಲ್ಲಿ ಬಿದ್ದಂತ ಜನರು ದೇವರಲ್ಲಿ ನಿರೀಕ್ಷೆ ಪ್ರತೀಕ್ಷೆಯನ್ನು ನೋಡುವುದಕ್ಕಾಗಿ, അനാഗർ ദൈവത്തിന്റെ മക്കളായി തീരാൻ, ಅನಾಥರು ದೇವರ ಮಕ್ಕಳಾಗಿ ಮಾರ್ಪಡುವುದಕ್ಕಾಗಿ, അനേകർ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ, ಅನೇಕ ಜನರು ದೇವರ ರಾಜ್ಯದ ಬಾಧ್ಯಸ್ಥರಾಗಿ ಮಾರ್ಪಡುವುದಕ್ಕಾಗಿ, അനേകരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ, ಅನೇಕ ಜನರ ಹೆಸರುಗಳನ್ನು ಜೀವಬಾಧ್ಯರ ಪಟ್ಟಿಯಲ್ಲಿ ಬರೆದಿಡುವುದಕ್ಕಾಗಿ. ഓ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ದೇವರು ನಮಗೆ ಕೊಟ್ಟಂತ ಕೃಪಾವರಗಳನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಒಂದು ಸಾರಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഇന്ന് പകൽ നമ്മൾ തിരുത്തണം പ്രിയപ്പെട്ടവരെ. ಈ ಆಗಲ ವೇಳೆಯಲ್ಲಿ ನಾವು ನೆನೆಸಿದ ಪ್ರಿಯರೇ, കൃപാവരം അമേരിക്ക പോകാൻ അല്ലേ അല്ല. ನಾವು ಒಂದು ನೆನೆಸಬೇಕು, ಕೃಪಾವರಗಳು ಅಮೆರಿಕಕ್ಕೆ ಹೋಗುವುದಕ್ಕಾಗಿ ಅಲ್ಲವೇ ಅಲ್ಲ. കൃപാവരം നമുക്ക് കുടുംബമായി സുഖിച്ച് ജീവിക്കാനുള്ള ഏർപ്പാടല്ല. ಕೃಪಾವರಗಳು ನಾವು ಕುಟುಂಬ ಜೀವಿತದಲ್ಲಿ ಸುಖವಾಗಿ ಜೀವಿಸುವುದಕ್ಕಾಗಿ ಇರುವಂತದೇ ಅಲ್ಲ. ആത്മീക ജീവിതം ഒരു സുഖ ജീവിതമല്ല. ಆತ್ಮೀಕ ಜೀವನ ಯಾವತ್ತಿಗೂ ಅದು ಸುಖ ಜೀವನ ಅಲ್ಲವೇ ಅಲ್ಲ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കൃപ അതേ സ്തോത്രം, അതേ കഷ്ടം സഹിപ്പാൻ ദൈവം എനിക്ക് വരം നൽകി തന്നിരിക്കുന്നു. ಪೌಲನು ಹೇಳುತ್ತಾನೆ, ಕಷ್ಟವನ್ನು ಸಹಿಸುವುದಕ್ಕಾಗಿ ದೇವರು ನನಗೆ ಬಲವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. അപ്പൊ കഷ്ടത സഹിക്കുന്ന ഒരു കൃപാവരമാണ് പ്രിയപ്പെട്ടവരെ. ಹಾಗಾದ್ರೆ ಕಷ್ಟಗಳನ್ನು ಸಹಿಸುವಂತ ಒಂದು ಕೃಪಾವರಗಳಾಗಿದೆ ಪ್ರಿಯರೇ. കഷ്ടം സഹിക്കാൻ എല്ലാവർക്കും കൃപയില്ല കേട്ടോ. ಕಷ್ಟವನ್ನು ಸಹಿಸುವುದಕ್ಕಾಗಿ ಎಲ್ಲರಿಗೂ ಆ ಕೃಪೆ ಇಲ್ಲ. നിനക്ക് കഷ്ടമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിന്നെ ആ കൃപാവരം ഏൽപ്പിച്ചിരിക്കുകയാണ്. ನಿನಗೆ ಒಂದು ವೇಳೆ ಸಮಸ್ಯೆಗಳು ಕಷ್ಟಗಳು ಇರುವುದಾದ್ರೆ ದೇವರ ಆ ಕೃಪೆಯನ್ನು ನಿನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ ಎಂಬುದಾಗಿ ತಿಳಿದುಕೋ. അടുത്ത വാക്യം കഷ്ടം സഹിക്കാൻ എന്നെ നിയമിച്ചിരിക്കുന്നു എന്ന. ಇನ್ನೊಂದು ವಾಕ್ಯ, ಕಷ್ಟವನ್ನು ಸಹಿಸುವುದಕ್ಕಾಗಿ ದೇವರು ನನಗೆ ನಿಯಮಿಸಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಅರ್ಥ. നിയമനം ഒരു ഗവൺമെന്റ് പരമാണെങ്കിൽ, ನಿಯಮ ಒಂದು ಗವರ್ಮೆಂಟಿನಿಂದ ಬರುವುದಾಗಿರುವುದಾದ್ರೆ, സ്വർഗീയ ഗവൺമെന്റ് കഷ്ടം സഹിക്കാൻ ആ ഒരു തസ്തികയിൽ ഒരു പോസ്റ്റിൽ എന്നെ ഉയർത്തിയിരിക്കുകയാണ്. ಸ್ವರ್ಗವು ನನ್ನನ್ನು ಆ ಒಂದು ಪೋಸ್ಟಿಗೆ ನನ್ನನ್ನು ಎತ್ತಿಸಿ ನಿಲ್ಲಿಸಿದೆ. പ്രിയപ്പെട്ടവരെ, കൃപാവരങ്ങൾ ഒരു വലിയ പൊസിഷനാണ്. ಪ್ರಿಯರೇ, ಕೃಪಾವರಗಳು ದೊಡ್ಡ ಒಂದು ಪೊಸಿಷನ್ ಆಗಿದೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ. ഒരു വലിയ പദവിയാണ്. ಕೃಪಾವರಗಳು ಒಂದು ದೊಡ್ಡ ಪದವಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಆಗಿದೆ. കഷ്ടത ഒരു പദവിയാണ്. ಕಷ್ಟತೆ ಒಂದು ಪದವಿ ನಮಗೆ ಆಗಿದೆ. കഷ്ടത്തിലിരിക്കാനും ಕಷ್ಟದಲ್ಲಿ ಇರುವುದಕ್ಕಾಗಿಯೋ, അനുഗ്രഹത്തിലിരിക്കാനും ಆಶೀರ್ವಾದದಲ್ಲಿ ಇರುವುದಕ್ಕಾಗಿಯೋ ഞാൻ ശീലിച്ചെന്ന് പൗലോസ് പറയുമ്പോൾ, ನಾನು ಸಿದ್ಧನಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಪೌಲನು ಹೇಳುವಾಗ, ദൈവം തന്നിരിക്കുന്ന ഒരു കൃപാവരമാണെന്ന് എത്ര പേർ കഷ്ടതയെ തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ? ದೇವರು ತಂದ ಒಂದು ಕೃಪಾವರಗಳು ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಳ್ಳುವಂತವರು ಎಷ್ಟು ಜನ ಇದ್ದೀರಿ ಪ್ರಿಯರೇ? ദൈവത്തെ പിറുപിറുത്ത് തള്ളിപ്പറയരുതേ. ದೇವರನ್ನು ಯಾವತ್ತಿಗೂ ಗುಣಗುಟ್ಟಿ ನಿರಾಕರಿಸಿ ಹೇಳಬಾರದು. ദൈവം ഏൽപ്പിച്ചത് വിശ്വാസത്തോടെ ചെയ്ത് നമുക്ക് നിത്യതയിൽ പോകാം. ದೇವರು ಕೊಟ್ಟಂತ ಒಂದು ನಂಬಿಕೆಯಲ್ಲಿ ನಾವು ನಿತ್ಯತ್ವಕ್ಕೆ ಹೋಗೋಣ. അഭിഷേകത്തോടെ ആ കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. ಅಭಿಷೇಕದೊಂದಿಗೆ ನಮ್ಮ ಕರಗಳೆತ್ತಿ ದೇವರಿಗೆ ಒಂದು ಸಾರಿ ಸ್ತುತಿಸೋಣ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അപ്പൊ കൃപാവരങ്ങൾ ಹಾಗಾದ್ರೆ ಕೃಪಾವರಗಳು നമ്മുടെ ഗുണത്തിനല്ല.
ನಮ್ಮ ಪ್ರಯೋಜನಕ್ಕಾಗಿ ಅಲ್ಲ, ಅದು മറ്റുള്ള ആളുകളുടെ പ്രയോജനത്തിനാണ്. ಬೇರೆಯವರ ಪ್ರಯೋಜನಕ್ಕಾಗಿ ಆಗಿದೆ. നമുക്ക് കൃപാവരം ഉണ്ടെങ്കിലും നമ്മുടെ രോഗം മാറുന്നില്ല. ನಮಗೆ ಕೃಪಾವರ ಇರುವುದಾದ್ರೆ ನಮ್ಮ ರೋಗ ನೀಗಿ ಹೋಗುವುದಿಲ್ಲ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും മറ്റുള്ളവരുടെ രോഗം മാറുന്നു. ಹಾಗಾದ್ರೆ ನಾವು ಪ್ರಾರ್ಥಿಸ್ತೇವೆ, ಬೇರೆಯವರ ರೋಗ ಗುಣವಾಗುತ್ತದೆ. അയ്യോ നീ ഒരു ശുശ്രൂഷകനായിട്ട് നിന്റെ രോഗം മാറുന്നില്ലല്ലോ. ಅಯ್ಯೋ ನೀನೊಂದು ಸೇವೆ ಮಾಡುವವನಾಗಿ ನಿನ್ನ ರೋಗ ನೀಗಿ ಹೋಗುತ್ತಾ ಇಲ್ಲಲ್ವಾ? കൃപാവരം നമ്മുടെ ഗുണത്തിനല്ല, മറ്റുള്ളവന്റെ ഗുണത്തിന്. അതുകൊണ്ടാ ಕೃಪಾವರವು ನಮ್ಮ ಪ್ರಯೋಜನಕ್ಕಾಗಿ ಅಲ್ಲ, ಬೇರೆಯವರ ಪ್ರಯೋಜನಕ್ಕಾಗಿ, ಅದಕ್ಕಾಗಿ ಹಾಗೆ ಆಗಿದೆ. ഒന്ന് നന്നായിട്ട് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ಒಂದು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟಾ? ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. ശക്തിയോടെ, ಶಕ್ತಿಯೊಂದಿಗೆ, അഭിഷേകത്തോടെ, ಅಭಿಷೇಕದೊಂದಿಗೆ. പ്രിയരെ ശ്രദ്ധിക്കണേ. ಪ್ರಿಯರೇ, ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. കൃപാവരങ്ങൾ പൊതുവായ പ്രയോജനത്തിന് വേണ്ടിയാണ്. ಹಾಗಾದ್ರೆ ಕೃಪಾವರಗಳು ಬೇರೆಯವರ ಪ್ರಯೋಜನಕ್ಕಾಗಿ. 2 ಎರಡನೇದಾಗಿ 1 ಕೊರಿಂಥ್ಯ ലേഖനം 1 ಕೊರಿಂಥ್ಯ ಲೇಖನ 1-ാം അധ്യായം 1ನೇ ಅಧ್ಯಾಯ 7-8 വാക്യങ്ങൾ. 7-8 ವಾಕ್ಯ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ಅಲ್ಲಿ ನಾವು ಹೀಗೆ ಓದುತ್ತೇವೆ, നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി, ನೀವು ಒಂದು ಕೃಪಾವರಕ್ಕೆ ಕಡಿಮೆ ಇಲ್ಲದವರಾಗಿ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಪ್ರತ್ಯಕ್ಷತೆಯನ್ನು ಎದುರು ನೋಡುತ್ತಾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി, ಒಂದು ಕೃಪಾವರಗೂ ಕೊರತೆ ಇಲ್ಲದವರಾಗಿ. ഒരു കൃപാവരത്തിനും കുറവുണ്ടാകരുത്. ಒಂದು ಕೃಪಾವರಕ್ಕೂ ನಮಗೆ ಕೊರತೆ ಉಂಟಾಗಬಾರದು. എല്ലാ കൃപാവരവും ദൈവസഭയ്ക്ക് വേണം. ಎಲ್ಲ ಕೃಪಾವರವು ದೇವರ ಸಭೆಗೆ ಬೇಕು എന്നാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ಹಾಗೆ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. എന്നാൽ ഞാൻ ഇങ്ങനെയും കൂടെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുക. ನಾನು ಈ ರೀತಿಯಾಗಿ ವ್ಯಾಖ್ಯಾನ ಮಾಡಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ദൈവമേൽപ്പിച്ച കൃപാവരം നിമിത്തം, ದೇವರು ಒಪ್ಪಿಸಿದ ಕೃಪಾವರದ ನಿಮಿತ್ತವಾಗಿ നമ്മൾ കുറവുള്ളവരായി തീരാൻ പാടില്ല. ನಾವು ಕೊರತೆ ಉಳ್ಳವರಾಗಿ ಮಾರ್ಪಡಲು ಸಾಧ್ಯವಿಲ್ಲ. നമ്മൾ ഗൾഫിൽ ഒരു ശുശ്രൂഷ ലഭിച്ചു, നമ്മൾ ഗൾഫിന് പോവാന്നിരിക്കട്ടെ. ನಾವು ಗಲ್ಫಲ್ಲಿ ಒಂದು ಸೇವೆ ಸಿಕ್ಕಿತು, ನಾವು ಗಲ್ಫಿಗೆ ಹೋಗುತ್ತೇವೆ ಎಂಬುದಾಗಿ ನೆನೆಸಿಕೊಳ್ಳಿ. നമ്മളെ അറിയാവുന്നവരൊക്കെ പറയും, ನಮ್ಮನ್ನು ತಿಳಿದವರು ಎಲ್ಲರೂ ಹೇಳುತ್ತಾರೆ, ഗൾഫിൽ പോയി വചനം പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല, ಗಲ್ಫಿಗೆ ಹೋಗಿ ನೀನು ವಾಕ್ಯ ಪ್ರಸಂಗಿಸಿ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ. പ്രതികൂലം അനുഭവിക്കുന്നവരാണ്, ಎಲ್ಲರೂ ಪ್ರತಿಕೂಲಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳುವವರಾಗಿದ್ದಾರೆ. നന്നായിട്ട് പ്രവചനമൊക്കെ അങ്ങ് പറഞ്ഞോണം തലേ ಕೈವಚ್ಚು. ಅಲ್ಲಿ ಎಲ್ಲರೂ ಉಳ್ಳವರು, ಅದರಿಂದಾಗಿ ಅವರಿಗೆಲ್ಲರಿಗೆ ಪ್ರವಾದನೆ ವಚನಗಳನ್ನು ಅಲ್ಲಿ ಹೇಳಿ ಬಾ. വല്ലവന്റെയും പോക്കറ്റിലിരിക്കുന്ന പൈസ, ಅವರು ಎದುರು ನೋಡುವಂತ ಹಣ നമ്മുടെ പോക്കറ്റിൽ വരാൻ, ಬೇರೆಯವರ ಪಾಕೆಟ್ ನಲ್ಲಿ ಇರುವಂತ ಹಣ ನಮ್ಮ ಪಾಕೆಟ್ಗೆ ಬರ್ಲಿಕ್ಕೆ, ദൈവം ഏൽപ്പിക്കാത്തൊരു ശുശ്രൂഷ നമ്മൾ കടന്നു കയറി ചെയ്താൽ, ದೇವರು ಹೇಳದಂತ ಸೇವೆಯನ್ನು ನಾವು ಅಲ್ಲಿ ಮಾಡುವುದಾದ್ರೆ കുറെ പണം കിട്ടുമായിരിക്കും, ಅಲ್ಲಿ ತುಂಬಾ ಹಣ ಸಿಗಬಹುದು. ദൈവഹിതമില്ലാതെ അനധികൃതമായി സമ്പാദിക്കുന്ന ഓരോ പണത്തിനും നാം ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. ದೇವರ ಕೃಪೆ ಇಲ್ಲದೆ ಸುಮ್ಮನೆಯಾಗಿ ನಾವು ಹಣವನ್ನು ತೆಗೆದುಕೊಳ್ಳುವುದಾದ್ರೆ ದೇವರ ಮುಂದೆ ನಾವು ಲೆಕ್ಕವನ್ನು ಒಪ್ಪಿಸಬೇಕು. ദൈവമേൽപ്പിച്ച കൃപാവരങ്ങൾ നിമിത്തം നാം കുറ്റവാളികളായി നിൽക്കാൻ പാടില്ല. ದೇವರು ಕೊಟ್ಟಂತ ಕೃಪಾವರಗಳ ನಿಮಿತ್ತವಾಗಿ ದೇವರಲ್ಲಿ ನಮಗೆ ವಿರುದ್ಧವಾಗಿ ಮಾತನಾಡಲಿಕ್ಕೆ ನಾವು ನಿಲ್ಲಬಾರದು. ദൈവമേൽപ്പിച്ച ശിശുര നിമിത്തം നാം കൈകൾ ബന്ധിക്കപ്പെട്ടവരായി കുറ്റവാളികളായി നിൽക്കേണ്ടി വരരുത്. ದೇವರು ಒಪ್ಪಿಸಿದ ಕೆಲಸದಲ್ಲಿ ನಾವು ಕೈಗಳು ಬಂಧಿಸಿದವರಾಗಿ ಅಲ್ಲಿ ನಮ್ಮ ವಿರುದ್ಧವಾಗಿ ದೇವರು ಹೇಳುವಂತ ಸಾಕ್ಷಿಗಳನ್ನು ಕೇಳಲಿಕ್ಕೆ ನಾವು ನಿಲ್ಲಬಾರದು. ദൈവമേൽപ്പിച്ച ശിശുര നിമിത്തം, ದೇವರು ಒಪ್ಪಿಸಿದಂತ ಸೇವೆಯ ನಿಮಿತ್ತ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ടി വരരുത്. ನಾವು ತಲೆ ತಗ್ಗಿಸಿ ನಿಲ್ಲಬೇಕಾದ ಸಮಸ್ಯೆಗಳು ಬರಬಾರದು. ಕೃಪಾವರಗಳು ചെയ്യുമ്പോൾ ദൈവം തന്നതാണെന്നുള്ള ഉറപ്പിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ಕೃಪಾವರಗಳು ನಾವು ಅದರ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವಾಗ ಇದು ದೇವರು ಕೊಟ್ಟದು ಎಂಬುದಾಗಿ ನೆನೆಸಿ ನಾವು ಮಾಡಬೇಕು. ಬಿಸಿನೆಸ್ ಆಗಿ ಯಾರು ಮಾറ്റാൻ ശ്രമിക്കാതിരിക്കട്ടെ. ಇದೊಂದು ಸೈಡ್ ಬಿಸಿನೆಸ್ ಅನ್ನು ಮಾಡದಂತೆ ನೋಡಿಕೊಳ್ಳಿರಿ. കൃപാവരങ്ങൾ നാം കുറ്റവിമുക്തരായി നിലനിൽക്കാനാണ്. ಆ ಕೃಪಾವರಗಳು ನಾವು ಯಾವ ದೂಷಣೆಗೆ ಒಳಗಾಗಬಾರದು ಎಂಬುದಾಗಿ ಇರುವುದಕ್ಕಾಗಿ ಆಗಿದೆ. ಅಯ್ಯೋ ನನಗೆ ಕಷ್ಟ, ಅಯ್ಯೋ ನಿಮಗೆ ಕಷ್ಟ, ಅಯ್ಯೋ ನನಗೆ ಕಷ್ಟ, ಅಯ್ಯೋ ನಿನಗೆ ಕಷ್ಟ. മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കാനല്ല കൃപാവരം, ಬೇರೆಯವರ ಕೊರತೆಯನ್ನು ಕಂಡುಹಿಡಿಯುವುದಕ್ಕಾಗಿ ಅಲ್ಲ ಕೃಪಾವರ. നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് തിരുത്താനാ ദൈവം കൃപാവരം തന്നിരിക്കുന്നത്. ನಮ್ಮ ಕೊರತೆಗಳನ್ನು ನಾವು ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ತಿದ್ದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಆಗಿದೆ ನಮಗೆ ಈ ಕೃಪಾವರಗಳು. പലരുടെയും കൃപാവരങ്ങൾ കണ്ടുപിടിച്ചവരെ നിത്യതയിലേക്ക് നാം അതേ പറഞ്ഞു കൊടുത്തിട്ട് ಅನೇಕರ ಕೃಪಾವರಗಳನ್ನು, ಅನೇಕರ ಬೇಡವಾದ ತಪ್ಪಾದ ಕಾರ್ಯಗಳನ್ನು ಹಿಡಿದುಕೊಟ್ಟು ನಾವು നമ്മുടെ കുറവുകളെ തിരുത്തപ്പെടാതെ നാം നരകത്തിൽ പോയി വീഴാൻ ഇടവരരുത് പ്രിയപ്പെട്ടവരെ. ನಮ್ಮ ಕೊರತೆಗಳನ್ನು ಮುಚ್ಚಿಟ್ಟು ಬೇರೆಯವರ ಕೊರತೆಯನ್ನು ಹೇಳಿ ನಾವು ನರಕಕ್ಕೆ ಹೋಗಿ ಬೀಳುವುದಕ್ಕಾಗಿ ಅಲ್ಲ ಕೃಪಾವರಗಳು. കൃപാവരങ്ങൾ കുറ്റവാളികളാകാതിരിക്കാൻ വേണ്ടിയാണ്. ಕೃಪಾವರಗಳು ಯಾವ ದೋಷವೂ ಇಲ್ಲದವರಾಗಿ ಮಾರ್ಪಡುವುದಕ್ಕಾಗಿ ಆಗಿದೆ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ಒಂದು ಕೃಪಾವರಕ್ಕೂ ಕೊರತೆ ಇಲ್ಲದೆ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಪ್ರತ್ಯಕ್ಷಕ್ಕಾಗಿ ಕಾದಿರುತ್ತೇವೆ. കർത്താവേ
വരേണമേ. ಕರ್ತನೇ ನೀನು ಬರಬೇಕು ಸ್ವಾಮಿ. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಆಣಿ ಹೊಡೆದವರು, ಆತನಿಗೆ ಶಿಕ್ಷೆ ಕೊಟ್ಟವರೆಲ್ಲರೂ അവൻ മടങ്ങി വരുന്നത് കാണും. ಅವನು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಹಿಂತಿರುಗಿ ಬರುವಾಗ ಅವರನ್ನು ನೋಡುತ್ತಾರೆ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ನಾನು ಹೋಗುವಂತದ್ದು ನಿಮಗೆ ಪ್ರಯೋಜನವಾಗಿದೆ. ഞാൻ പോയ ശേഷം എന്റെ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ನಾನು ಹೋದ ನಂತರ ಒಂದು ಸಹಾಯಕನನ್ನು ನಿಮ್ಮ ಬಳಿಗೆ ಕಳಿಸುತ್ತೇನೆ. ഞാൻ പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ ഞാൻ മടങ്ങി വരുന്നത് നിങ്ങൾ കാണുമെന്നാ കർത്താവ് പറഞ്ഞേ. ನಾನು ಹೋದ ರೀತಿಯಲ್ಲಿ ನೀವು ನೋಡಿದ ಪ್ರಕಾರವೇ ಹಿಂದೆ ಬರುವಾಗಲೂ ನೀವು ನೋಡುತ್ತೀರಿ ಎಂಬುದಾಗಿ ಕರ್ತನು ಹೇಳಿದನು. കർത്താവിന്റെ ദിവസം അത് കള്ളനെ പോലെ വരും. ಕರ್ತನ ದಿನವು ಕಳ್ಳನು ಬರುವಂತೆ ಆಗಿ ಬರುತ್ತದೆ. ചിലർ നനയ്ക്കുന്നത് പോലെ ಕೆಲವರು ನೆನೆಸುವ ರೀತಿಯಲ್ಲಿ കർത്താവിന്റെ വരവൊട്ടും താമസിക്കുന്നില്ല. ಕರ್ತನ ಭರಣ ತಡವಾಗುವುದಿಲ್ಲ. ആ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ಆ ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. നമ്മുടെ കർത്താവ് കള്ളനെ പോലെ മടങ്ങി വരും. ನಮ್ಮ ಕರ್ತನು ಕಳ್ಳನ ರೀತಿಯಲ್ಲಿ ಹಿಂತಿರುಗಿ ಬರುತ್ತಾನೆ. നമ്മുടെ കർത്താവിന്റെ നാൾ കള്ളനെ പോലെ വരും. ನಮ್ಮ ಕರ್ತನು 4 ಕಳ್ಳರಾಗಿ ಬರುತ್ತಾನೆ. നമ്മുടെ കർത്താവിന്റെ വലുതും ഭയങ്കരമായ ദിവസം വരാൻ പോകുന്നു. ನಮ್ಮ ಕರ್ತನ ಬಹಳ ದೊಡ್ಡದು ದಿನವು ಬರ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ബ്രോക്കർ പരിപാടി, ಬ್ರೋಕರ್ ಕೆಲಸಗಳು, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ರಿಯಲ್ ಎಸ್ಟೇಟ್ ನ ಬಿಸಿನೆಸ್ಗಳು, പല ഏടാകൂടങ്ങളിലൊക്കെ കൊണ്ട് തലയിട്ട് ಬೇರೆ ಬೇಡವಾದ ಕಾರ್ಯಗಳಿಗೆ ತಲೆ ಹಾಕಿ ശുശ്രൂഷ കളഞ്ഞ് ಸೇವೆಗಿಳಿದು വിശ്വാസം കളഞ്ഞു പൊളിച്ച് ನಮ್ಮ ನಂಬಿಕೆಯನ್ನು ತೆಗೆದುಹಾಕಿ നാം ഇവിടെ തകർന്നു പോകാൻ വേണ്ടിയല്ല, ನಾವಿಲ್ಲಿ ಬಿದ್ದು ಹೋಗುವ ರೀತಿಯಲ್ಲಿ ಇರುವುದಕ್ಕಾಗಿ ಅಲ್ಲ. ദൈവം നമുക്ക് കൃപാവരങ്ങളെ തന്നിരിക്കുന്നത് ದೇವರು ನಮಗೆ ಕೃಪಾವರಗಳನ್ನು ಕೊಟ್ಟಿರುವಂತದ್ದು കുറ്റവിമുക്തരായി ನಾವು ಯಾವ ದೋಷವಿಲ್ಲದವರಾಗಿ കർത്താവ് മടങ്ങി വരുമ്പോൾ രണ്ട് കരങ്ങളും നീട്ടി നമ്മുടെ കർത്താവിനെ ആത്മാവിൽ സ്വീകരിക്കാൻ ಕರ್ತನು ಹಿಂತಿರುಗಿ ಬರುವಾಗ 2 ಕರಗಳನ್ನು ಕೊಟ್ಟು ಆತ್ಮನೊಂದಿಗೆ ನಾವು ಸ್ವೀಕಾರ ಮಾಡುವುದಕ್ಕಾಗಿ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാതെ ದೇವರು ಒಪ್ಪಿಸಿದಂತ ಸೇವೆಯನ್ನು ನಾವು ಮಾಡದೆ വിശ്വാസം വിട്ട് ನಮ್ಮ ನಂಬಿಕೆಯನ್ನು ಬಿಟ್ಟು ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്ന ആളുകൾ, ಬಹಳ ದುಃಖಕ್ಕೆ ಒಳಪಟ್ಟವರಾಗಿ ಆಗುವಂತ ಜನಗಳು നമുക്കൊരു ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ನಮಗೆ ಒಂದು ಉದಾಹರಣೆಯಾಗಿ ಅವರು ನಮ್ಮ ಮುಂದೆ ನಿಂತಿರುವಾಗ വീണു പോകാതെ നമ്മുടെ നാഥനെ എതിരേൽക്കുവാൻ ആ സ്വർഗ്ഗം നമുക്ക് കൃപാവരങ്ങൾ തന്നിരിക്കുന്നത്. ಎಲ್ಲಿಯೂ ಬಿದ್ದು ಹೋಗದೆ ನಮ್ಮ ಕರ್ತನನ್ನು ಎದುರುಗೊಳ್ಳುವುದಕ್ಕಾಗಿ ಕರ್ತನು ನಮಗೆ ಕೃಪಾವರಗಳನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ. ಅರ್ಥವಾಗುವವರು ಮಾತ್ರ ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡುವ ಪ್ರಿಯರೇ. എയർപോർട്ടിൽ വരുന്ന, ಏರ್ಪೋರ್ಟ್ ಅಲ್ಲಿ ಬರುವ, റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന, ರೈಲ್ವೆ ಸ್ಟೇಷನ್ ಅಲ್ಲಿ ಬರುವ, ബസ് സ്റ്റാൻഡിൽ വരുന്ന, ಬಸ್ ಸ್ಟ್ಯಾಂಡಿಗೆ ಬರುವ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ, ನಮಗೆ ಎಷ್ಟೋ ಪ್ರಧಾನವಾದ ವ್ಯಕ್ತಿ, നമ്മുടെ ഏറ്റവും മുഖ്യ അതിഥിയെ, ನಮ್ಮ ಎಷ್ಟೋ ಮುಖ್ಯ ಅತಿಥಿ, തീ പിടിക്കുന്ന വിലയുള്ള പെട്രോൾ അടിച്ച് ಬೆಂಕಿ ಹಿಡಿಯುವಂತ ಬೆಲೆಯುಳ್ಳ ಪೆಟ್ರೋಲ್ ಹೊಡೆದು നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമാക്കി, ನಮ್ಮ ಬೆಲೆಯುಳ್ಳ ಸಮಯವನ್ನು ನಷ್ಟಪಡಿಸಿ കാത്തുകെട്ടിക്കിടന്ന് ಕಾದು ಕಾದು ಸಮಯ ವ್ಯರ್ಥ ಮಾಡಿ താലോലി ചോമനിച്ച വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് പോലെ ಕೆಳಗೆ ಇರುವಂತ ಮನೆಯಲ್ಲಿ ಕಾದು ಕುಳಿತ ರೀತಿಯಲ್ಲಿ നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ನಮ್ಮ ಕರ್ತನು ಹಿಂತಿರುಗಿ ಬರುವಾಗ തകർന്നു പോകാതെ, ಬಿದ್ದು ಹೋಗದೆ, വീണു പോകാതെ, ಬಿದ್ದು ಹೋಗದೆ, പട്ടുപോകാതെ, ನಾವು ಬೇಸರಗೊಳ್ಳದೆ തന്റെ ഇടത്തോടെ ತನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನೊಂದಿಗೆ ധൈര്യത്തോടെ വിശ്വാസത്തോടെ ನಮ್ಮ ಬಲದೊಂದಿಗೆ ಧೈರ್ಯದೊಂದಿಗೆ നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാനാ ദൈവം നമുക്ക് കൃപാവരം തന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കും. ನಮ್ಮ ಕರ್ತನನ್ನು ಎದುರುಗೊಳ್ಳುವುದಕ್ಕಾಗಿ ದೇವರ ಕೃಪಾವರಗಳನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಎಷ್ಟು ಜನ ಸ್ತುತಿಸ್ತೀರಿ? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ಸಂತೋಷದೊಂದಿಗೆ ಕರ್ತನನ್ನು ಸ್ತುತಿಸೋಣ. കൃപാവരങ്ങൾ ഒന്ന് പൊതുവായ പ്രയോജനത്തിനാണ്. ಕರ್ತನು ಕೃಪಾವರಗಳನ್ನು ಕರ್ತನು ಕೊಟ್ಟದ್ದು ಬೇರೆಯವರ ಒಂದು ಪ್ರಯೋಜನಕ್ಕಾಗಿ ಆಗಿದೆ. രണ്ട് കൃപാവരങ്ങൾ കുറ്റവിമുക്തരായി നിലനിൽക്കുവാൻ വേണ്ടിയാണ്. ಎರಡನೇದಾಗಿ ನಾವು ಯಾವ ದೋಷದಲ್ಲಿ ಇಲ್ಲದವರಾಗಿ ನೆಲೆ ನಿಲ್ಲುವುದಕ್ಕಾಗಿ ಆಗಿದೆ. രണ്ട് കർത്താവ് മടങ്ങി വരുമ്പോൾ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിൽ പോയി പെടാതെ കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടിയാണ്. ಎರಡನೇದಾಗಿ ನಾವು ಅಪಜಯ ಹೊಂದಿದವ ಲಿಸ್ಟ್ ಅಲ್ಲಿ ಇರದೆ ಕರ್ತನು ಬರುವಾಗ ಎದುರುಗೊಳ್ಳುವುದಕ್ಕಾಗಿ നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് കൺകുളിർക്കെ കാണുവാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ನಮ್ಮ ಕರ್ತನು ಬರುವಾಗ ಸಿದ್ಧತೆಯೊಂದಿಗೆ ಕಣ್ಣಿಗೆ ಎಣ್ಣೆ ಬಿಟ್ಟು ಕಾದು ಕುಳಿತುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಕರ್ತನು ಎದುರು ನೋಡುತ್ತಾನೆ. എന്തിനാണ് കൃപാവരങ്ങൾ? ಯಾವುದಕ್ಕಾಗಿ ಕೃಪಾವರಗಳು? അടുത്ത കാര്യം എഫേസ്യ ലേഖനം, ಇನ್ನೊಂದು ಕಾರ್ಯ ಎಫೆಸನಲ್ಲಿ ಬರೆದ ಪತ್ರಿಕೆ 3-ാം അധ്യായം 3ನೇ ಅಧ್ಯಾಯ 8-9 ವಾಕ್ಯങ്ങൾ. 8-9 ವಾಕ್ಯಗಳು. എഫേസ്യർ ಎಫೆಸನು ಬರೆದ ಸುವಾರ್ತೆ
chapter 3 verse 3ನೇ ಅಧ್ಯಾಯ 8 and 9 ವಾಕ್ಯങ്ങൾ. 8-9 ವಾಕ್ಯಗಳು. അനാദികാലം മുതൽക്ക് ಅನಾದಿ ಕಾಲ ಮೊದಲುಗೊಂಡು യേശു ക്രിസ്തുവിൽ മറഞ്ഞു കിടന്ന ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಅಡಕವಾಗಿರುವಂತ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്നും ಮರ್ಮದ ವ್ಯವಸ್ಥೆಗಾಗಿ ജാതികളോട് പ്രസംഗിക്കുവാൻ ಅನ್ಯ ಜನರಿಗೆ ಪ್ರಸಿದ್ಧಿಪಡಿಸುವ ഈ ಕೃಪೆಯು കർത്താവിൽ ഏറ്റവും ചെറിയവനായി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ಕರ್ತನಲ್ಲಿ ಎಷ್ಟೋ ಚಿಕ್ಕವನಾದ ನನಗೆ ಇದು ಪ್ರಕಟಪಡಿಸಲ್ಪಟ್ಟಿದೆ. പൗലോസിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ಪೌಲನ ಮಾತುಗಳನ್ನು ನೀವು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಬೇಕು. ഞാൻ ക്രിസ്തുവിൽ ഏറ്റവും ചെറിയവനാണെന്ന്. ನಾನು ಕ್ರಿಸ್ತನಲ್ಲಿ ಬಹಳ ಚಿಕ್ಕವನಾಗಿದ್ದೇನೆ. പൗലോസ് പറയാ ഞാൻ കർത്താവിൽ ഏറ്റവും ചെറിയവനാണ്. ಪೌಲನು ಹೇಳುತ್ತಾನೆ ನಾನು ಕರ್ತನಲ್ಲಿ ಬಹಳ ಚಿಕ್ಕವನಾಗಿದ್ದೇನೆ. പ്രസംഗകൻ എന്ന നിലയിൽ ಪ್ರಸಂಗದ ನೆಲೆಯಲ್ಲಿ എന്റെ കേൾവിക്കാരായ ನನ್ನ ಕೇಳುವಂತ ಜನರಾದ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ಪ್ರಿಯಪಟ್ಟವರೇ ನಾನು ನಿಮ್ಮಲ್ಲಿ ಒಂದು ಪ್ರಶ್ನೆ ಕೇಳುತ್ತೇನೆ. നിങ്ങളുടെ ആത്മിക ജീവിതത്തിൽ ನಿಮ್ಮ ಆತ್ಮಿಕ ಜೀವಿತದಲ್ಲಿ ഇതുവരെ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് ಇದುವರೆಗೂ ನೀವು ಬೈಬಲ್ ಅನ್ನು ಓದಿ പൗലോസ് ചെറിയവനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ಪೌಲನು ಚಿಕ್ಕವನಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ ನಿಮಗೆ ಕಾಣಲ್ಪಟ್ಟಿದೆಯಾ? പൗലോസിന്റെ 14 ലേഖനങ്ങൾ, ಪೌಲೋಸನ 14 ಲೇಖನಗಳು, ആ ഘനമുള്ള ലേഖനങ്ങൾ, ಆ ಬೆಲೆ ಉಳ್ಳಂತ ಲೇಖನಗಳು, ആ ശക്തമായ ലേഖനങ്ങൾ, ಆ ಶಕ್ತವಾದ ಲೇಖನಗಳು നിങ്ങൾ പല ആവർത്തി വായിച്ചിട്ട് ഇന്നും പിടികിട്ടാത്ത ഒത്തിരി കാര്യമില്ലേ? ನೀವು ಅನೇಕ ಸಲ ಓದಿ ಕೂಡ ಅದು ಅರ್ಥವಾಗದ ಅನೇಕ ಕಾರ್ಯಗಳು ಇನ್ನೂ ಕೂಡ ಇಲ್ವಾ? ഓ നിങ്ങളുടെ ഇരിപ്പും മുഖഭാവം കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായ പോലെ ಒಂದು ವೇಳೆ ನಿಮ್ಮ ಕುಳಿತುಕೊಳ್ಳುವ ಶೈಲಿಯು ನಿಮ್ಮ ಮುಖಭಾವ ನೋಡಿ ನಿಮ್ಗೆ ಅರ್ಥವಾಗಿದೆ ಎನಿಸಬಹುದು. എന്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് പലതും ഇതുവരെ മനസ്സിലായിട്ടില്ല. ಆದ್ರೆ ನನ್ನ ಕಾರ್ಯ ನಾನು ಹೇಳ್ತೇನೆ, ನನಗೆ ಅನೇಕ ಇನ್ನೂ ಅರ್ಥವಾಗಲಿಲ್ಲ. ഇത്ര ശക്തമായ ലേഖനം എഴുതിയ പൗലോസ് ഒരു ചെറിയവനാണോ? ಇಷ್ಟು ಶಕ್ತವಾದ ಲೇಖನ ಬರೆದ ಪೌಲನು ಚಿಕ್ಕವನಾಗಿದ್ದಾನಾ? അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറ. ಅಥವಾ ನೀವೊಂದು ಸಲ ಚಿಂತೆ ಮಾಡಿ ಯೋಚನೆ ಮಾಡಿ ಹೇಳಿರಿ, അങ്ങ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് ഒരു ചെറിയ വ്യക്തിയാണോ? ಆ 3ನೇ ಸ್ವರ್ಗಕ್ಕೆ ಒಯ್ಯಲ್ಪಟ್ಟಂತ ವ್ಯಕ್ತಿ ಆ ಚಿಕ್ಕ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನಾ? കർത്താവിന് വേണ്ടി പല ആവർത്തി ശരീരം മുഴുവനും സുവിശേഷ വിരോധമുള്ള അടി കൊണ്ട് തകർന്ന പൗലോസ് ഒരു ചെറിയവനാണോ? ಕರ್ತರ ನಿಮಿತ್ತವಾಗಿ ಅನೇಕ ಪೆಟ್ಟುಗಳನ್ನು ತಿಂದು ಆ ಶರೀರವೆಲ್ಲ ಗಾಯಪಟ್ಟವನು ಚಿಕ್ಕವನಾಗಿದ್ದಾನ? കൈയും കാലും ആമത്തി പൂട്ടി ജയിലിൽ കിടന്നവൻ ഒരു സാധാരണ വ്യക്തിയാണോ? ಕೈಗೆ ಕಾಲಿಗೆ ಸಂಕಲೆ ಹಾಕಿ ಸೆರೆಮನೆ ಇದ್ದವನು ಸಾಧಾರಣ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನ? ജയിലിൽ കിടന്നിട്ട് പിന്മാറിയില്ല, ജയിലിൽ കിടന്നിട്ട് ലേഖനം എഴുതിയ ആ വിശ്വാസ വീരൻ ഒരു ചെറിയ ആളാണോ? ಆ ಜೈಲಲ್ಲಿ ಕೂತ್ಕೊಂಡು ಸೆರೆಮನೆಯಲ್ಲಿ ಕೂತ್ಕೊಂಡು ಅವನು ಚಿಕ್ಕವನಲ್ಲ, ಅವನು ಸುಮ್ಮನೆ ಕೂತ್ಕೊಳ್ಳಿಲ್ಲ, ಅಲ್ಲಿ ಲೇಖನ ಬರೆದನು, ಅವನು ಚಿಕ್ಕವನಾಗಿದ್ದಾನ? കോട്ടയ്ക്കകത്ത് മതിൽ വഴി സുവിശേഷ നിമിത്തം ഇറക്കി വിട്ട പൗലോസ് ഒരു ചെറിയ ആളാണോ? ದೊಡ್ಡ ಕೋಟೆಯ ಒಳಗೆ ಬಂಧಿಸಲ್ಪಟ್ಟವನಾಗಿದ್ದನು, ಅವನು ಚಿಕ್ಕವನಾಗಿದ್ದಾನ? 3-4 കപ്പലിന്റെ ഉടമ, 3-4 ಕಪ್ಪಲಿನ ನಾಯಕನು, സന്നിധി സംഘത്തിന്റെ അംഗം, ಆ ರೋಮ ಸಾಮ್ರಾಜ್ಯದ ಸಂಘದ ಅಧ್ಯಕ್ಷನು, ഒരു മത തീവ്രവാദിയായി സഭകളെ തകർത്തവൻ, ಒಂದು ಮತ ತೀವ್ರವಾದಿಯಾಗಿ ಸಭೆಗಳನ್ನು ನಷ್ಟಪಡಿಸಿದವನು, കർത്താവിലേക്ക് വന്നപ്പം ಕರ್ತನ ಬಳಿಗೆ ಅವನು ನಡೆಸಲ್ಪಟ್ಟಾಗ എനിക്ക് പ്രശംസിപ്പാൻ അനവധി ഉണ്ടെങ്കിലും ನನಗೆ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ಅನುಮತಿ ಇರುವುದಾದ್ರೂ ಕೂಡ അതിലൊന്നും ഞാൻ പ്രശംസിക്കത്തില്ല. കർത്താവിന്റെ ക്രൂശ് മാത്രമായിരിക്കും എന്റെ പ്രത്യാശ എന്ന് പറഞ്ഞ ಹೇಳಲಿಕ್ಕೆ ನನಗೆ ಅನೇಕ ಇದ್ರೂ ಕೂಡ ನಾನು ಯಾವುದನ್ನು ಹೇಳುವುದಿಲ್ಲ, ಕರ್ತನ ಶಿಲುಬೆ ಮಾತ್ರ ನನಗೆ ಪ್ರಸಂಗ ಮಾಡಲಿಕ್ಕೆ ಇರುವಂತದ್ದು ಹೇಳಿದವನು. ആത്മീക തന്റെ ഇടം ഉൾക്കരുത്ത് പ്രാപിച്ച പൗലോസ്, ಆತ್ಮೀಕವಾದ ಒಂದು ಬಲವನ್ನು ಹೊಂದಿಕೊಂಡಂತ ಪೌಲೋಸನು ചെറിയവനാണോ? അല്ല, അല്ല, അവൻ വലിയവൻ തന്നെയാണ്. ಚಿಕ್ಕವನಾಗಿದ್ದಾನ? ಅಲ್ಲ, ಅಲ್ಲ, ಅವನು ದೊಡ್ಡವನೇ ಆಗಿದ್ದಾನೆ. പക്ഷേ പൗലോസ് പറഞ്ഞാൽ ഏറ്റവും ചെറിയവനാണ്. ಆದ್ರೆ ಪೌಲನು ಹೇಳುತ್ತಾನೆ ನಾನು ಬಹಳ ಚಿಕ್ಕವನು. നമ്മൾ എന്തെങ്കിലും ആണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ വീഴാൻ തുടങ്ങുക. ನಮ್ಮ ಒಳಗೆ ಅಂತ ಒಂದು ಚಿಂತೆ ಇರುವುದಾದ್ರೆ ನಾವು ಬೀಳಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತೇವೆ. നാം ഒന്നുമല്ലെന്ന് സമ്മതിക്കണമെങ്കിൽ അവിടെയാ ദൈവം നമ്മെ ഉയർത്തുന്നത്. ನಾವು ಎಲ್ಲಿ ತಗ್ಗಿಸಲ್ಪಡುತ್ತೇವೆ ಅಲ್ಲಿ ನಮ್ಮನ್ನು ದೇವರ ಮೇಲೆ ബലമുള്ള കൈക്കിഴത്താണിരിപ്പ് ഞാൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ಆತನ ಹೇಳುತ್ತಾನೆ, ಆತನ ತ್ರಾಣವುಳ್ಳ ಹಸ್ತದ ಕೆಳಗೆ ನಿಮ್ಮನ್ನು ತಗ್ಗಿಸಿಕೊಳ್ಳಿರಿ, ಆತ ತಕ್ಕ ಸಮಯದಲ್ಲಿ ಮೇಲೆ ಕೆತ್ತುತ್ತಾನೆ. ഏതാ ഈ തക്കതായ സമയം? എന്റെ സമയം ദൈവത്തിന്റെ തക്ക സമയമല്ല. ಏನು ಆಗಿದೆ ಈ ತಕ್ಕ ಸಮಯ? ನನ್ನ ಸಮಯ ದೇವರ ತಕ್ಕ ಸಮಯ ಅಲ್ಲ. ദൈവത്തിന്റെ തക്ക സമയം നമ്മുടെ തക്കതായ സമയമായി മാറട്ടെ. ದೇವರ ತಕ್ಕ ಸಮಯ ನಮ್ಮ ತಕ್ಕ ಸಮಯವಾಗಿ ಮಾರ್ಪಡಲಿ. മനസ്സിലാകുന്നവരാ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ಅರ್ಥವಾಗುವವರು ಕರ್ತನನ್ನು ಸ್ತುತಿಸಿ ನಮ್ಮ ಜೊತೆಯಲ್ಲೇ ಬರಬೇಕು. പൗലോസ് പറയും ഏറ്റവും ചെറിയവനായ എനിക്ക് ಪೌಲನು ಹೇಳುತ್ತಾನೆ ಬಹಳ ಚಿಕ್ಕವನಾದ ನನಗೆ ലഭിച്ചിരിക്കുന്ന ഈ കൃപ ജാതികളോട് പ്രസംഗിക്കാനാണ്. ಸಿಕ್ಕಿದಂತ ಈ ಕೃಪೆ ಅನ್ಯ ಜಾತಿಗಳೊಂದಿಗೆ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕಾಗಿ. ഇന്ന് സഭയ്ക്കകത്ത് പ്രസംഗിക്കാൻ ഒത്തിരി ആളുകളുണ്ട്. ಇವತ್ತು ಸಭೆಯೊಳಗೆ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ಅನೇಕ ಜನರಿದ್ದಾರೆ. പക്ഷെ തെരുവിൽ പോയി ജാതികളോട് പ്രസംഗിക്കാൻ ആളില്ല. ಆದ್ರೆ ದಾರಿಯಲ್ಲಿ ಹೋಗಿ ಜಾತಿಗಳಿಗೆ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ಜನವೇ ಇಲ್ಲ. ഇന്ന് കവല പ്രസംഗങ്ങൾ,
ಇದೆಲ್ಲ ಒಂದು ಕೋಟೆ ಒಳಗಿರುವಂತ ಪ್ರಸಂಗ. പരസ്യ യോഗങ്ങൾ, ಅಪರಸ್ಯವಾದ ಯೋಗಗಳು, നടത്താൻ കഴിയാത്തതും നടത്താൻ ആളില്ലാത്തതുമായ ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. ನಡೆಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದವರು ನಡೆಸಲಿಕ್ಕೆ ಆಗದೆ ಇರುವಂತ ಕಾಲಘಟ್ಟಲಿಗೆ ನಾವು ಬಂದಿದ್ದೇವೆ. അകത്ത് പ്രസംഗിച്ച കൈയടിക്കാൻ ആളുണ്ട്, ಒಳಗೆ ಪ್ರಸಂಗ ಮಾಡಿದ್ರೆ ಕೈ ತಟ್ಟಲಿಕ್ಕೆ ಜನ ಇದ್ದಾರೆ, നല്ല പ്രസംഗമാണ് പറയാൻ ആളുണ്ട്, ಒಳ್ಳೆ ಪ್ರಸಂಗ ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಜನ ಇದ್ದಾರೆ. പക്ഷെ പുറത്ത് പ്രസംഗിച്ചാൽ നല്ല അഭിപ്രായം പറയാൻ ആരുമില്ല. ಆದ್ರೆ ಹೊರಗೆ ನಾವು ಪ್ರಸಂಗ ಮಾಡುದಾದ್ರೆ ಒಳ್ಳೆ ಪ್ರಸಂಗ ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ಯಾರು ಇಲ್ಲ. മാത്രമല്ല നല്ല സൂപ്പർ അടി കിട്ടും. ಮಾತ್ರವಲ್ಲ ಒಳ್ಳೆ ಒಳ್ಳೆ ರೀತಿಯ ಒಡೆತ ಸಿಗ್ತದೆ. സുവിശേഷ വിരോധികൾ എറിഞ്ഞ് തകർത്ത് കളയും. ಸೇವೆ ಮಾಡುವವರನ್ನು ಅವರು ಕೊಡ್ದು ಅಲ್ಲೇ ನಾಶಪಡಿಸಿ ಬಿಡ್ತಾರೆ. അപ്പൊ അകത്ത് പ്രസംഗിക്കാൻ ആളുണ്ട്, പുറത്ത് അതുകൊണ്ട് പ്രസംഗിക്കാൻ ആളില്ല. ಹಾಗಾದ್ರೆ ಒಳಗೆ ಸೇವೆ ಮಾಡ್ಲಿಕ್ಕೆ ಪ್ರಸಂಗ ಮಾಡ್ಲಿಕ್ಕೆ ಜನ ಇದ್ದಾರೆ, ಹೊರಗೆ ಸೇವೆ ಮಾಡಿ ಪ್ರಸಂಗ ಮಾಡ್ಲಿಕ್ಕೆ ಜನವೇ ಇಲ್ಲ. പക്ഷെ ദൈവം നമുക്ക് കൃപാവരം തന്നിരിക്കുന്നത് ജാതികളോട് പ്രസംഗിക്കാനാണ്. ಆದ್ರೆ ದೇವರು ನಮಗೆ ಕೃಪಾವರಗಳನ್ನು ಕೊಟ್ಟದ್ದು ಅನ್ಯ ಜಾತಿಗಳಿಗೆ ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕಾಗಿ ಆಗಿದೆ. കേട്ട് മനസ്സ് തഴമ്പിച്ചവനോട് ഇനി എന്നാ പ്രസംഗിക്കാനാ? ಕೇಳಿ ಕೇಳಿ ಮನಸ್ಸು ಅಲ್ಲೇ ಮುರಿದು ಹೋಗಿದವರಿಗೆ ಇನ್ನು ಏನನ್ನು ಪ್ರಸಂಗ ಮಾಡುವುದು? ഒരിക്കൽ പോലും നമ്മെ വിടുവിച്ച ദൈവത്തെ കുറിച്ച് കേൾക്കാത്തവൻ യേശുവിനെ കേൾക്കട്ടെ. ಒಂದು ಸಾರಿ ನಮ್ಮನ್ನು ಬಿಡಿಸಿದಂತ ದೇವರ ಕುರಿತಾಗಿ ಕೇಳದವನು ನಮ್ಮ ಕುರಿತಾಗಿ ಕೇಳಲಿ. സന്തോഷത്തോടെ സ്തോത്രം പറയാം പ്രിയരേ, ಸಂತೋಷದೊಂದಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ ಪ್ರಿಯರೇ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ഒരിക്കൽ കൂടെ ಇನ್ನೊಂದು ಸಾರಿ. രണ്ട്, അനാദികാലം മുതൽക്കേ, ಎರಡನೇದಾಗಿ ಅನಾದಿ ಕಾಲದ ಮೊದಲುಗೊಂಡು യേശു ക്രിസ്തുവിൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ, ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಅಡಕವಾಗಿರುವಂತ ಮರ್ಮಗಳ ವ್ಯವಸ್ಥೆ. എന്താ പ്രിയരേ മർമ്മം എന്ന് പറഞ്ഞാൽ? ಏನಾಗಿದೆ ಪ್ರಿಯರೇ ಮರ್ಮ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ನಾವು ಹೀಗೆ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. കർത്താവേ, കേരളത്തിൽ നിന്നും വന്ന ಕರ್ತನೆ ಕೇರಳದಿಂದ ಬಂದಂತ ബൈജു ചിറ്റാർ എന്ന് പറയുന്ന ദൈവദാസനിൽ കൂടെ ಬೈಜು ಚಿಟ್ಟಾರ್ ಎಂಬುದಾಗಿ ದೇವದಾಸರೊಂದಿಗೆ ചില മർമ്മങ്ങളൊക്കെ നീ വെളിപ്പെടുത്തുമാറാകണമേ. ಕೆಲವು ಮರ್ಮಗಳನ್ನು ನೀನು ಪ್ರಕಟಪಡಿಸುವವನಾಗಬೇಕು. എന്തുവാ നമ്മൾ ഈ പറയുന്നതിന്റെ അർത്ഥം? ಏನು ಹೀಗೆ ನಾವು ಹೇಳುವುದಕ್ಕೆ ಅರ್ಥ? ഇന്ന് വരെ ആരും എടുത്തോണ്ട് വരാത്ത ഒരു കടിച്ചാ പൊട്ടാത്ത വാക്യം എടുത്തോണ്ട് വന്ന് ಇನ್ನು ಇದುವರೆಗೂ ಯಾರಿಗೂ ಗೊತ್ತಾಗದಂತ ಒಂದು ವಾಕ್ಯಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದು അതിനകത്ത് കുറെ പോയിന്റും ബൈ പോയിന്റും ഒക്കെ ചേർത്ത് ಅದಕ್ಕೆ ಬೇಕಾದ ಕೆಲವೊಂದು ಪಾಯಿಂಟ್ಗಳನ್ನು ಸೇರಿಸಿ ആരും പോകാത്ത ഊട് വഴികളിലൂടെ ഒക്കെ ദൈവത്തിന്റെ വചനം പറയണമെന്നാണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ಈ ಯಾರು ಹೋಗದಂತ ದಾರಿ ಮಗ್ಗುಲಲ್ಲಿ ನಾವು ಹೋಗಿ ಈ ವಾಕ್ಯಗಳನ್ನು ಹೇಳಬೇಕೆಂಬುದಾಗಿ ಇದರ ಅರ್ಥ. ഈ കേൾക്കാത്ത പ്രസംഗം പ്രസംഗിക്കുന്ന ഒന്നും അല്ല മർമ്മം. ಈ ಕೇಳದಂತ ಪ್ರಸಂಗವನ್ನು ಪ್ರಸಂಗಿಸುವುದಲ್ಲ ಇದು ಮರ್ಮ. എന്താ മർമ്മം? ಹಾಗಾದ್ರೆ ಮರ್ಮ ಏನು? എന്താണ് മിസ്റ്ററി? ಏನಾದ್ರು ಮಿಸ್ಟರಿ? മർമ്മം എന്ന് പറഞ്ഞാൽ ಮರ್ಮ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ഒരു കാലഘട്ടം വരെ മറിഞ്ഞു കിടക്കുകയും ಒಂದು ಕಾಲಘಟ್ಟದಲ್ಲಿ ಅಡಕವಾಗಿರುವಂತ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ದೇವರ ಸಮಯ ಬಂದಾಗ ദൈവത്തിന്റെ വ്യക്തികൾക്കായി, ದೇವರ ವ್ಯಕ್ತಿಗಳಿಗಾಗಿ, ദൈവത്തിന്റെ ഭാവകാല പരിപാടികൾക്കായി, ದೇವರ ಮಾಡಬೇಕಾದ ಕಾರ್ಯಗಳಿಗಾಗಿ ദൈവം തുറന്നു കാണിക്കുന്ന മുൻകാലഘട്ട രഹസ്യത്തെയാണ് മർമ്മം എന്ന് വിളിക്കുന്നത്. ದೇವರು ಮುಂದೆ ಬರುವಂತ ರಹಸ್ಯಗಳನ್ನೇ ಮರ್ಮಗಳೆಂಬುದಾಗಿ ಕಾಣಲ್ಪಡುತ್ತದೆ. എന്താണ് മർമ്മം? ಏನಾಗಿದೆ ಈ ಮರ್ಮ? ഒരിക്കൽ കൂടി ആവർത്തിക്കാം, സ്തോത്രം ചെയ്യണം. ಒಂದು ಸಾರಿ ನಾನು ಹೇಳುತ್ತೇನೆ, ಸ್ತೋತ್ರ ಮಾಡೋಣ. ഒരു കാലഘട്ടം വരെ മറഞ്ഞു കിടക്കുകയും ಒಂದು ಕಾಲಘಟ್ಟದಲ್ಲಿ ಅಡಗಿಸಲ್ಪಟ್ಟಂತ പിന്നത്തേതിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ಮತ್ತೆ ಅದು ದೇವರ ಸಮಯವಾದಾಗ ദൈവത്തിന്റെ കാര്യപരിപാടികൾക്കായി, ದೇವರ ಕಾರ್ಯದ ನಿಯಮಗಳಿಗಾಗಿ, ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി, ದೇವರು ಇಷ್ಟಪಡುವಂತ ವ್ಯಕ್ತಿಗಳಿಗಾಗಿ, ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ, ದೇವರು ಇಷ್ಟಪಡುವಂತ ವ್ಯಕ್ತಿಗಳ ಮುಂದೆ ദൈവം തുറന്നു കാണിക്കുന്ന, ದೇವರು ತೆರೆದು ತೋರಿಸುವಂತ മുൻകാലഘട്ടങ്ങളിലെ ಮುಂದೆ ಬರುವಂತ ಕಾಲಘಟ್ಟಗಳಿಗೆ രഹസ്യങ്ങളെ മാത്രമാണ് മർമ്മം എന്ന് വിളിക്കുന്നത്. ಮುಂದೆ ಬರುವಂತ ಕಾಲಘಟ್ಟಗಳಿಗೆ ಮರೆಯಾಗಿರುವಂತ ವ್ಯಕ್ತಪಡಿಸುವಂತದ್ದಾಗಿದೆ ಈ ಮರ್ಮಗಳೆಂಬುದಾಗಿ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ಶಕ್ತಿಯೊಂದಿಗೆ ದೇವರನ್ನು ಸ್ತುತಿಸೋಣ. ഇവിടെ പറഞ്ഞിരിക്കുന്ന മർമ്മം ദൈവത്തിന്റെ സഭ എന്ന മർമ്മമാണ്. ಇಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಂತ ಮರ್ಮ ದೇವರ ಸಭೆಗೆ ಇರುವಂತ ಮರ್ಮವಾಗಿದೆ. മണവാട്ടി സഭ എന്ന മർമ്മത്തെ കുറിച്ചാണ്. ಮೊದಲ ಗೆತ್ತಿ ಎಂಬ ಸಭೆಯ ಕುರಿತಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മണവാട്ടി സഭയാണ്. ನಾನು ನೀವು ದೇವರ ಮೊದಲ ಗೆತ್ತಿಯ ಸಭೆಯಾಗಿದ್ದೇವೆ. ആദ്യത്തെ ആദാമിന്റെ മണവാട്ടിയായ ഹവ്വ, ಮುಂಚಿನ ಒಂದು ಮೊದಲ ಗೆತ್ತಿಯಾದಂತ ಅವಳು ആദാമിൽ മറിഞ്ഞു കിടക്കുകയായിരുന്നു. ಅದು ಆದಾಮನಲ್ಲಿ ಮರೆಯಾಗಿತ್ತು. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ಮದುವೆ ಎಲ್ಲರಿಗೂ ಮಾನ್ಯವಾಗಿರುತ್ತದೆ. എല്ലാവർക്കും കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല.
ಎಲ್ಲರೂ ಅಂದರೆ ಕಪ್ಪಿನವರು ಬಿಳಿಯವರು ಎಂಬುದಾಗಿಲ್ಲ, ഉയർന്നവനെന്നില്ല താണവനെന്നില്ല, ದೊಡ್ಡವನೆಂಬುದಾಗಿ ಚಿಕ್ಕವನೆಂಬುದಾಗಿಲ್ಲ, വിദ്യാഭ്യാസം ഉള്ളവനെന്നില്ല വിദ്യാവിഹീനനെന്നില്ല, ವಿದ್ಯಾಭ್ಯಾಸ ಉಳ್ಳವರು ಇಲ್ಲದವರು ಎಂಬುದಾಗಿಲ್ಲ, കന്നഡക്കാരനെന്നില്ല മലയാളി എന്നില്ല, ಕನ್ನಡದವರು ಮಲಯಾಳಿ ಎಂಬುದಾಗಿ ಏನೂ ಇಲ್ಲ. എല്ലാവർക്കും വിവാഹം മാന്യമാണ്. ಎಲ್ಲರಿಗೂ ಮದುವೆ ಮಾನ್ಯವಾಗಿದೆ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ಮನುಷ್ಯನು ಒಂಟಿಯಾಗಿರುವುದು ಚೆನ್ನಾಗಿರುವುದಿಲ್ಲ. അപ്പൊ മനുഷ്യൻ കുടുംബമാകുന്നതാണ് നന്ന്. ಹಾಗಾದ್ರೆ ಮನುಷ್ಯನು ಕುಟುಂಬವಾಗಿ ಬೆಳೆಯಬೇಕೆಂಬುದಾಗಿ ಒಳ್ಳೆಯದು. അപ്പൊ വിവാഹം മാന്യമാണ്, വിവാഹം നല്ലതാണ്. ಹಾಗಾದ್ರೆ ವಿವಾಹವು ಮದುವೆಯು ಒಳ್ಳೆಯದಾಗಿದೆ, ಮಾನ್ಯವಾಗಿದೆ. ഇനി ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. ಹಾಗಾದ್ರೆ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ, ಹುಡುಗನಿಗೆ ಹೆಂಡತಿ ಸಿಕ್ಕುವುದು ಒಳ್ಳೆ ಆಶೀರ್ವಾದ ಎಂಬುದಾಗಿ. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. ಹಾಗಾದ್ರೆ ಹೆಂಡತಿಗೆ ಸಿಗುವಂತದ್ದು ಒಂದು ಆಶೀರ್ವಾದ ಎಂಬುದಾಗಿ. ഞാനതൊന്ന് തിരുത്തി പറയാം. ನಾನು ಅದನ್ನು ತಿರುಗಿ ಹೇಳುತ್ತೇನೆ. ഭാര്യയെ കിട്ടുന്ന എല്ലാവർക്കും നന്മയൊന്നും കിട്ടുന്നില്ല. ಹೆಂಡತಿಗೆ ಸಿಗುವಂತ ಎಲ್ಲರಿಗೂ ಆ ಒಂದು ಆಶೀರ್ವಾದ ಸಿಗುವುದಿಲ್ಲ. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുന്നു അവർക്കാ നന്മ കിട്ടുന്നത്. ಸಾಮರ್ಥ್ಯ ಇರುವಂತ ಹೆಂಡತಿ ಯಾರಿಗೆ ಸಿಗುತ್ತಾಳೆ ಅವಳಿಗೆ ಮಾತ್ರ ಆ ಒಂದು ಆಶೀರ್ವಾದ ಸಿಗುತ್ತದೆ. ആദ്യത്തെ ആദാമാകുന്ന ಆ ಮುಂಚಿನ ಆದಮಾದವನು, ഏതിനിലെ ആദാമിന്റെ നന്മയായ ഹവ്വ, ಯಾವ ನೆಲೆಯಲ್ಲಿ ಆ ಆದಮನ ಆಶೀರ್ವಾದವಾಗಿರುವಂತ ಅವ್ವಳು ഒരു വാര്യല്ല് പരുവത്തിൽ ആദാമിൽ മറിഞ്ഞു കിടക്കുകയായിരുന്നു. ಒಂದು ಮರ್ಮವು ಆದಾಮನಲ್ಲಿ ಮರೆಯಾಗಿತ್ತು. എന്നാൽ ഒടുക്കത്തെ ആദാമാകുന്ന, ಆದ್ರೆ ಮತ್ತೊಂದು ಆದಮಾದವನು നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നന്മയായ ഞാനും നിങ്ങളുമാകുന്ന ദൈവസഭ, ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಾಗಿರುವಂತ ನಾನು ನೀನಾಗಿರುವಂತ ದೇವರ ಸಭೆ യേശുവിൽ മറിഞ്ഞു കിടക്കുകയായിരുന്നു. ಯೇಸುವಿನಲ್ಲಿ ನಾವು ಅಡಕವಾಗಿದ್ದೆವು. യേശുവിന്റെ കാൽവറിയിലെ യാഗ മരണത്തോടു കൂടിയാണ്, ಯೇಸು ಕ್ರಿಸ್ತನ ಶಿಲುಬೆಯ ಮರಣದ ಯಜ್ಞದ ಮೂಲಕವಾಗಿ ಆಗಿತ್ತು. ഞാനും നിങ്ങളുമാകുന്ന ദൈവത്തിന്റെ സഭ ശക്തിയോടെ പുറത്തു വരുവാനിടയായത്. ನಾನು ನೀನು ಆಗಿರುವಂತ ದೇವರ ಸಭೆ ಶಕ್ತಿಯಿಂದ ಹೊರಗೆ ಬಂದದ್ದು. യേശുവിൽ മറിഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു ശക്തിയുണ്ട്. ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಮರೆಯಾಗಿರುವಂತ ದೇವರ ಸಭೆಗೆ ಒಂದು ಶಕ್ತಿ ಇದೆ. നമ്മെ തുടർന്നവർ ദൈവസഭയുടെ ശക്തി അറിയാതിരിക്കുകയില്ല. ನಮ್ಮನ್ನು ಮುಟ್ಟುವವರು ದೇವರ ಸಭೆಯ ಶಕ್ತಿಯನ್ನು ತಿಳಿದುಕೊಳ್ಳದೆ ಇರುವುದಿಲ್ಲ. ആദ്യത്തെ ആദാമിന്റെ നന്മ, ಆ ಮೊದಲ ಆದಾಮನ ಆಶೀರ್ವಾದ, ഹവ്വ ആദാമിൽ മറഞ്ഞതുപോലെ ಅವಳು ಆದಾಮನಿಗೆ ಮರೆಯಾಗಿದ್ದ ರೀತಿಯಲ್ಲಿ അവസാനത്തെ ആദാമാകുന്ന യേശു ക്രിസ്തുവിന്റെ നന്മയായ ಕೊನೆಯ ಆದಾಮನಾದ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಇರುವಂತ ಮರ್ಮ, ഞാനും നിങ്ങളുമാകുന്ന ദൈവത്തിന്റെ സഭ യേശു എന്ന മണവാളനിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. ನಾನು ನೀನು ಎಂಬುದಾಗಿ ದೇವರ ಸಭೆಯಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಅದು ಮರೆಯಾಗಿಡಲ್ಪಟ್ಟಿತ್ತು. യേശുവിന്റെ കാൽവറിലെ ക്രൂശ് മരണത്തോടെ ಯೇಸು ಕ್ರಿಸ್ತನ ಕಲ್ವಾರಿ ಶಿಲುಬೆಯ ಮರಣದ ಮೂಲಕವಾಗಿ ഈ ശക്തിയുള്ള സഭ പുറത്തു വന്നു. ಈ ಶಕ್ತಿಯುಳ್ಳ ಸಭೆ ಹೊರಗೆ ಬಂತು. യേശുവിൽ മറഞ്ഞു കിടന്ന ഞാനും നിങ്ങളുമാകുന്ന ദൈവസഭയ്ക്ക് ഒരു ശക്തിയുണ്ട്. ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ನಾನು ನೀನು ಆಗಿರುವಂತ ದೇವರ ಸಭೆಗೆ ಒಂದು ಶಕ್ತಿ ಇದೆ. നമ്മെ തൊടുന്നവർ ദൈവസഭയുടെ ശക്തി അറിയാതിരിക്കുകയില്ല. ನಮ್ಮನ್ನು ಮುಟ್ಟುವವರು ದೇವರ ಸಭೆಯ ಶಕ್ತಿಯನ್ನು ತಿಳಿದುಕೊಳ್ಳದೇ ಇರುವುದಿಲ್ಲ. നമ്മളിവിടെ ക്രിസ്മസ് വരുമ്പം ನಮ್ಮಲ್ಲಿ ಕ್ರಿಸ್ಮಸ್ ಬರುವಾಗ സ്റ്റാർ മേടിച്ച് ആരെങ്കിലും ലൈൻ കമ്പിയെ കയറി കൊണ്ടുപോയി കെട്ടുവോ? ಸ್ಟಾರ್ ಅನ್ನು ತೆಗೆದುಕೊಂಡು ಯಾರಾದ್ರೂ ಲೈಟ್ ಕಂಬಕ್ಕೆ ಹೋಗಿ ಕಟ್ತಾರಾ? കറണ്ട് കമ്പിയെ കൊണ്ട് കെട്ടുവോ? ಲೈಟ್ ಕಂಬಕ್ಕೆ ಹೋಗಿ ಕಟ್ತಾರಾ? ആ സ്റ്റാർ മേടിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പാവങ്ങൾ ആണോ? ಹಾಗಾದ್ರೆ ಸ್ಟಾರ್ ತೆಗೆದುಕೊಳ್ಳಿಕ್ಕೆ ಏನು ಇಲ್ಲದೆ ಇರುವವರು ಪಾಪ ಪಟ್ಟವರ ನಾವು. സ്റ്റാർ മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ആ പാവങ്ങൾ കെട്ടതെ ആണോ? ಒಂದು ಸ್ಟಾರ್ ತೆಗೆದುಕೊಂಡು ಕಟ್ಟಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ ಎಂಬುದಾಗಿ ಇರುವುದಕ್ಕಾಗಿ ನಾವು ಕಟ್ಟದೇ ಇರುವಂತದ್ದು. ഈ ക്രിസ്മസിന് സ്റ്റാർ മേടിച്ച് കറണ്ട് കമ്പിയെ കൊണ്ട് കെട്ടിയാൽ അടുത്ത ക്രിസ്മസിന് സ്റ്റാർ മേടിച്ച് കെട്ടാൻ അവനെ മിച്ചം കിട്ടുകയില്ല. ಈ ಕ್ರಿಸ್ಮಸ್ ಅಲ್ಲಿ ಸ್ಟಾರ್ ಅನ್ನು ತೆಗೆದುಕೊಂಡು ಕರೆಂಟ್ ಕಂಬಿಗೆ ಕಟ್ಟುವುದಾದ್ರೆ ಇನ್ನೊಂದು ಕ್ರಿಸ್ಮಸ್ ಬರುವಾಗ ಅಲ್ಲಿ ಅವನು ಕಾಣುವುದೇ ಇಲ್ಲ. അതിനു മുമ്പ് അവന്റെ കാലും കൈയും കൂട്ടിക്കെട്ടും. ಅದಕ್ಕಿಂತ ಮುಂಚೆ ಅವನ ಕಾಲನ್ನು ಕೈಯನ್ನು ಜೋಡಿಸಿ ಕಟ್ಟಿರ್ತಾರೆ. പെട്ടി കയറ്റാൻ പോലും മിച്ചം കിട്ടത്തില്ല. ಅವನನ್ನು ಪೆಟ್ಟಿಗೆಯಲ್ಲಿ ಇಡುವುದಕ್ಕೂ ಅವನು ಸಿಕ್ಕುದಿಲ್ಲ. ആ കര ഉയർത്തി ദൈവത്തെ ಆ സ്തുതിക്കുക. ಕರಗಳನ್ನೆತ್ತಿ ಒಂದು ಸಾರಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സഭയാണ്. ನಾನು ನೀವು ದೇವರ ಸಭೆಯಾಗಿದ್ದೇವೆ. നമ്മുടെ യേശുവിൽ മറഞ്ഞു കിടന്നവരാണ്. ನಾವು ಯೇಸುವಲ್ಲಿ ಮರೆಯಾಗಿಟ್ಟಲ್ಪಟ್ಟವರು. നമ്മെ തൊടുവാൻ എഴുന്നേൽക്കുന്നവൻ എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും അവൻ വിവരം അറിയും. ನಮ್ಮನ್ನು ಮುಟ್ಲಿಕ್ಕೆ ಬಂದವನು ಎಷ್ಟೇ ದೊಡ್ಡವನ ಅಧಿಕಾರಿಯಾಗಿದ್ದರೂ ಅವನು ನಾಶವಾಗಿ
ನಾಶವಾಗಿ ಹೋಗುತ್ತಾನೆ. ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് ഒരു ശക്തിയുണ്ട്. ಆರಾಧಿಸುವಂತ ದೇವರ ಸಭೆಗೆ ಒಂದು ಶಕ್ತಿ ಇದೆ. ശൗലിനെ പൗലോസാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. ಸೌಲನನ್ನು ಪೌಲನಾಗಿ ಮಾರ್ಪಡಿಸಿದ ದೇವರೇ ನಮ್ಮ ದೇವರಾಗಿದ್ದಾನೆ. അത്താന്റെ ലോകത്തുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ಆ ದೇವರನ್ನು ತಿಳಿದುಕೊಂಡವರು ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പം മർമ്മം ദൈവസഭയാണെങ്കിൽ, ಹಾಗಾದ್ರೆ ಮರ್ಮವು ದೇವರ ಸಭೆಯಾಗಿರುವುದಾದ್ರೆ സഭയുടെ തലയാരാണ്? ಸಭೆಯ ತಲೆ ಯಾರಾಗಿದ್ದಾನೆ? ശരീരമെന്ന സഭയുടെ ദൗത്യം എന്താണ്? ಶರೀರವೆಂಬ ಸಭೆಯ ದೌತ್ಯವೇನು? സഭയുടെ ലക്ഷ്യം എന്താണ്? ಸಭೆಯ ಒಂದು ನಿರೀಕ್ಷೆ ಏನು? സഭയുടെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? ಸಭೆಯ ವಿಮೋಚಕನು ಯಾರಾಗಿದ್ದಾನೆ? ശുശ്രൂഷകൾ എന്താണ്? ಸಭೆಯ ಸೇವೆಗಳೇನಾಗಿದೆ? സഭയുടെ ഉപദേശങ്ങൾ, നിയമാവലികൾ എന്താണ്? ಸಭೆಯ ಉಪದೇಶಗಳು ಅಲ್ಲಿ ಪಾಲಿಸುವಂತದ್ದು ಯಾವುದಾಗಿದೆ? എന്നിത്യാദി വിഷയങ്ങളെ ഗൗരവമായി വെളിപ്പെടുത്താനാ ദൈവം നമ്മെ കൃപാവരങ്ങളാൽ നിയമിച്ചിരിക്കുന്നത്. ಹೇಳುವಂತ ಎಲ್ಲಾ ವಿಷಯಗಳನ್ನು ಗೌರವಾರ್ಥವಾಗಿ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಈ ಕೃಪಾವರಗಳನ್ನು ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. കൃപാവരങ്ങൾ പൊതുവായ പ്രയോജനത്തിന്, ಕೃಪಾವರಗಳು ಇನ್ನೊಬ್ಬರ ಪ್ರಯೋಜನಕ್ಕಾಗಿ, കൃപാവരങ്ങൾ കുറ്റമില്ലാത്തവരായി നിൽക്കാൻ, ಕೃಪಾವರಗಳು ಯಾವ ದೋಷ ಇಲ್ಲದವರಾಗಿ ನಿಲ್ಲುವುದಕ್ಕಾಗಿ, കൃപാവരങ്ങൾ കർത്താവ് വരുമ്പോൾ കർത്താവിനെ ശക്തിയോടെ വിശുദ്ധിയിൽ എതിരേൽക്കാൻ, ಕೃಪಾವರಗಳು ಕರ್ತನ ಬರುಣದಲ್ಲಿ ಶಕ್ತಿಯೊಂದಿಗೆ ನಾವು ಎದುರುಗೊಳ್ಳುವುದಕ್ಕಾಗಿ, കൃപാവരങ്ങൾ സുവിശേഷം കേൾക്കാത്ത ജാതികളോട് പ്രസംഗിക്കാൻ, ಕೃಪಾವರಗಳು ಸುವಾರ್ತೆಯನ್ನು ಕೇಳದಂತ ಅನ್ಯ ಜಾತಿಗಳೊಂದಿಗೆ ಪ್ರಸಂಗಿಸುವುದಕ್ಕಾಗಿ, കൃപാവരങ്ങൾ ദൈവസഭയുടെ ദൗത്യം തിരിച്ചറിയാൻ, ಕೃಪಾ ವರಗಳು ದೇವರ ಕಾರ್ಯಗಳನ್ನು ನಾವು ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ, അല്ലാതെ എന്റെ ലാഭത്തിന് വേണ്ടിയല്ല, ಅಲ್ಲದೆ ಬೇರೆ ಯಾವ ಲಾಭಕ್ಕಾಗಿ ಅಲ್ಲ, എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, ಸೇವೆ ನನ್ನ ಉನ್ನತಿಗಾಗಿ ಅಲ್ಲ. ചിലരെ കുറിച്ചൊക്കെ ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ಕೆಲವರ ಕುರಿತಾಗಿ ಕೆಲವರು ಹೇಳುವುದನ್ನು ನಾನು ಕೇಳಿದ್ದೇನೆ. അവര് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും മുതൽ ഞങ്ങൾക്കറിയാം. ಅವರು ಚಿಕ್ಕ ಮಕ್ಕಳಾಗಿರುವಾಗ ನನಗೆ ಗೊತ್ತು. ദൈവം അവർക്കൊരു ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. ದೇವರು ಅವರಿಗೊಂದು ಸೇವೆಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. അതുകൊണ്ട് ഇപ്പൊ അവരെല്ലാം വലിയ വലിയ നിലകളില. ಅದರಿಂದಾಗಿ ಅವರು ಈಗ ದೊಡ್ಡ ದೊಡ್ಡ ನೆಲೆಗಳಲ್ಲಿ ವಾಸ ಮಾಡುತ್ತಾರೆ. ഇതിന്റെ അർത്ഥം ಏನು ಇದರ ಅರ್ಥ? ശുശ്രൂഷ ജീവിക്കാനുള്ള ഏർപ്പാടാണെന്നല്ലേ? ಸೇವೆ ಇರುವುದು ಅವರು ಜೀವಿಸುವುದಕ್ಕಾಗಿ ಏರ್ಪಡಲ್ವಾ? ശുശ്രൂഷ നമുക്ക് ജീവിക്കാനുള്ള ഇടപാടല്ല. ಸೇವೆ ನಮಗೆ ಜೀವಿಸಲಿಕ್ಕೆ ಇರುವಂತ ಕಾರ್ಯಗಳಕ್ಕಾಗಿ ಅಲ್ಲ. തിരിച്ചറിയുന്നവർ സ്തോത്രം പറഞ്ഞാട്ട്, ತಿಳಿದುಕೊಂಡವರು ಸ್ತೋತ್ರ ಹೇಳೋಣ ശക്തിയോടെ, ಶಕ್ತಿಯೊಂದಿಗೆ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ കൊരിന്ത്യ സഭയിലെ ഒന്നാമത്തെ പ്രശ്നം കൃപാവരങ്ങളുടെ ദുർവിനിയോഗമാണെങ്കിൽ, ಹಾಗಾದ್ರೆ ಕೊರಿಂಥ ಸಭೆಯಲ್ಲಿ ಒಂದನೇ ಪ್ರಶ್ನೆ ಕೃಪಾವರಗಳನ್ನು ದುರುಪಯೋಗ ಮಾಡುವುದರಿಂದ. കൃപാവരങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം, ಕೃಪಾವರಗಳ ಎರಡನೇ ಸಮಸ್ಯೆ, കർത്താവിന്റെ മേശയിൽ ಕರ್ತನ ಮೇಜಿಯಲ್ಲಿ ഗൗരവം കൊടുക്കാതെ ಮರ್ಯಾದೆ ಕೊಡದೆ അതിലേക്ക് കരം നീട്ടുന്ന ആളുകൾ, ಅದನ್ನು ಸೇವಿಸುವಂತ ಜನಗಳು, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിക്കുന്ന മേശയിൽ പങ്കുകൊടുക്കാൻ, ಕರ್ತನ ಶರೀರವು ರಕ್ತವು ಎಂಬುದಾಗಿ ನೆನೆಸುವಂತ ಅದರಲ್ಲಿ ಪಾಲು ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ಎರಡು ಪ್ರಧಾನವಾದ ಕಾರ್ಯಗಳನ್ನು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. ಒಂದನೇದಾಗಿ വിവേചിക്കുക, ವಿವೇಚಿಸಬೇಕು. രണ്ട് ശോധന ചെയ്യുക. ಎರಡನೇದಾಗಿ ನಮ್ಮನ್ನು ನಾವು ಪರೀಕ್ಷಿಸಬೇಕು. കൊരിന്ത്യ ലേഖനം, ಕೊರಿಂಥ್ಯ ಲೇಖನ 1 കൊരിന്ത്യർ 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ, യെശയ്യാവ് 53 അധ്യായം, ಯೆಶಾಯ 53ನೇ ಅಧ್ಯಾಯ, 1 കൊരിന്ത്യർ 11 1 ಕೊರಿಂಥ 11ನೇ ಅಧ್ಯಾಯ 23 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, 23ನೇ ವಾಕ್ಯಗಳೆಲ್ಲ ಓದುವಾಗ, ഈ സുവിശേഷങ്ങളിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ಅದೆಲ್ಲ ಸುವಾರ್ತೆಯ ವಾಕ್ಯಗಳನ್ನೇ ನಾವು ಓದುವಾಗ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു. ನಮಗೆ ಒಂದು ಕಾರ್ಯ ಅರ್ಥ ಆಗಿತ್ತು. കർത്താവിന്റെ മേശയെ പങ്കുകൊള്ളണമെങ്കിൽ വിവേചിക്കണം. ಕರ್ತನ ಮೇಜಿಯಲ್ಲಿ ಕೈ ಹಾಕಬೇಕಾದ್ರೆ ನಾವು ವಿವೇಚಿಸಬೇಕು. രണ്ട് ശോധന ചെയ്യണം. ಎರಡನೇದಾಗಿ ನಮ್ಮನ್ನೇ ನಾವು ಪರೀಕ್ಷೆ ಮಾಡಬೇಕು. കർത്തൃമേശ എടുക്കാൻ വലിയ പാടൊന്നുമില്ല, സിമ്പിളാ. ಕರ್ತನ ಮೇಜಿಗೆ ದೊಡ್ಡದಾದ ಕಾರ್ಯ ಮಾಡ್ಲಿಕ್ಕಿಲ್ಲ, ಸಿಂಪಲ್ ಕಾರ್ಯ. എന്നാ അത്ര സിമ്പിൾ അല്ല. ಆದ್ರೆ ಅಷ್ಟು ಸಿಂಪಲೇ ಅಲ್ಲ ಅದು. കർത്താവിന്റെ മേശയെ പങ്കുകൊള്ളാൻ വെറും രണ്ട് കാര്യമുള്ളൂ, സിമ്പിളാ. ಕರ್ತನ ಮೇಜಿಯಲ್ಲಿ ನಾವು ಪಾಲು ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕೆ ಎರಡು ಕಾರ್ಯ ಸಿಂಪಲ್ ಆಗಿರುವಂತದ್ದು. പക്ഷേ അത്ര സിമ്പിൾ അല്ല. ಆದ್ರೆ ಅದು ಸಿಂಪಲೇ ಅಲ್ಲ. ഒന്ന് വിവേചിക്കുക, ಒಂದನೇದಾಗಿ ನಾವು ವಿವೇಚಿಸಬೇಕು. രണ്ട് ശോധന ചെയ്യുക, ಎರಡನೇದಾಗಿ ನಾವು ಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳಬೇಕು. നിങ്ങൾ സ്തോത്രം പറയാത്തോണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ನೀವು ಸ್ತೋತ್ರ ಹೇಳದ ನಿಮಿತ್ತವಾಗಿ ಇನ್ನೊಂದು ಸಾರಿ ಹೇಳುತ್ತೇನೆ. ഒന്ന് വിവേചിക്കുക, രണ്ട് ശോധന ചെയ്യുക. ಒಂದನೇದಾಗಿ ನಾವು ವಿವೇಚಿಸಬೇಕು, ಎರಡನೇದಾಗಿ ಸ್ವಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳಬೇಕು. എന്റെ പൊന്നു ദൈവമക്കളെ, വാ തുറന്നൊന്ന് പറ. ನನ್ನ ಮಕ್ಕಳೇ, ನೀವು ಬಾಯಿ ತೆರೆದು ಒಂದು ಸಾರಿ ಹೇಳಿರಿ.
ഒന്ന് വിവേചിക്കുക, ಒಂದನೇದಾಗಿ ವಿವೇಚಿಸಬೇಕು, രണ്ട് ശോധന ചെയ്യുക. ಎರಡನೇದಾಗಿ ಸ್ವಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳಬೇಕು. വിവേചിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാ, ವಿವೇಚಿಸುವಂತ ಎರಡು ಕಾರ್ಯಗಳು. ശോധന ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാ. ನಮ್ಮನ್ನು ನಾವು ಸ್ವಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳಬೇಕು, ಎರಡು ಕಾರ್ಯಗಳು. വിവേചിക്കേണ്ടത് രണ്ട് ശരീരങ്ങളാ, ವಿವೇಚಿಸಬೇಕಾದದ್ದು ಎರಡು ಶರೀರಗಳು. ശോധന ചെയ്യേണ്ടത് രണ്ട് ശരീരങ്ങളാ. ಸ್ವಪರೀಕ್ಷೆ ಮಾಡಬೇಕಾದದ್ದು ಎರಡು ಶರೀರಗಳು. എന്താ വിവേചിക്കേണ്ടത്? ಏನದು ವಿವೇಚನೆ ಮಾಡುವಂತದ್ದು? ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ, ನಾನು ಮಾಡಿದ ಪಾಪದ ಶಿಕ್ಷೆ എന്റെ കർത്താവ് കാൽവറിയിൽ, ನನ್ನ ಕರ್ತನು ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ശരീരമാസകലം ഏറ്റുവാങ്ങി ಶರೀರ ಪೂರ್ತಿಯಾಗಿ ಒಪ್ಪಿಸಿಕೊಟ್ಟನು. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല, ಅವನು ಮರದ ಮೇಲೆ ತೂಗಾಡುವವನಲ್ಲ, ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കെ ಶಪಿಸಲ್ಪಟ್ಟವನಿದ್ದಾನೆ. എനിക്ക് വേണ്ടി ശാപമായി, ನನಗಾಗಿ ಶಾಪಗ್ರಸ್ತನಾದನು. സ്വന്തം മാതാവ്, ಸ್ವಂತ ತಾಯಿ യൗവനത്തിലെ മകന്റെ നഗ്നത കാണുവാൻ കഴിയാതെ വണ്ണം, ಯೌವನದಲ್ಲಿ ತನ್ನ ಮಗನ ನಗ್ನತೆಯನ್ನು ನೋಡ್ಲಿಕ್ಕೆ ಆಗದೆ മുഖം മറച്ചു കളയത്തക്കവണ്ണം ಅವಳು ಮುಖವನ್ನು ಮರೆ ಮಾಡಿಟ್ಟ ರೀತಿಯಲ್ಲಿ എന്റെ കർത്താവ് വിരൂപനാക്കപ്പെട്ടു. ನನ್ನ ಕರ್ತನು ವಿರೂಪನಾಗಿ ಮಾರ್ಪಟ್ಟನು. വസ്ത്രം ചീട്ടിട്ടെടുത്തു, ಅವನ ವಸ್ತ್ರಗಳನ್ನು ಚೀಟು ಹಾಕಿ ತೆಗೆದುಕೊಂಡರು. താടിരോമങ്ങൾ വലിച്ചു പറിച്ചു, ಅವನ ಗಡ್ಡದ ರೋಮಗಳನ್ನು ತೆಗೆದು ಅರ್ಧಾಕಿದರು. ഒന്നു പറയാതെ കള്ള കാബാലികന്മാരാൽ ചാട്ടയുടെ പ്രഹരമേറ്റുവാങ്ങി, ಒಂದು ಕಡಿಮೆ 39 ಏಟುಗಳು ಅವನ ಮೇಲೆ ಹೊಡೆದರು. ശരീരം മുഴവുചാല് പോലെ കീറി, ಶರೀರವೆಲ್ಲವೂ ಹರಿದು ಹೋಯಿತು. അറബുശാലയിൽ ഒരു കുറക് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ, ಒಂದು ಬಟ್ಟೆಯು ತೂಗಿ ಹಾಕಲ್ಪಟ್ಟ ರೀತಿಯಲ್ಲಿ, നിലമുഴുതു മറിക്കുന്നത് പോലെ ಅವನು ಬಿದ್ದು ಹೊರಳಾಡಿ ಹೋಗುವ ಪ್ರಕಾರ നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടു. ನಮ್ಮ ಕರ್ತನು ಅಲ್ಲಿ ನೇತಾಡಿದನು. എന്റെ പകരമായി ശിക്ഷ അനുഭവിച്ചവനെ, ನನ್ನ ಬದಲಾಗಿ ಶಿಕ್ಷೆಯನ್ನು ಅನುಭವಿಸಿದವನು, ആ ക്രൂശിത ശരീരത്തെ, ಆ ಕ್ರೂಜಲ್ಲಿ ಆ ಶರೀರವನ್ನು, ആ ത്യാഗ ശരീരത്തെ ಆ ತ್ಯಾಗದ ಶರೀರವನ್ನು ഞാൻ അടിമുടി വിവേചിക്കേണ്ടിയിരിക്കുന്നു. ನಾನು ಅದನ್ನು ವಿವೇಚಿಸಬೇಕು. എന്നിട്ട് വേണം കർത്താവിന്റെ മേശയെ കൈ നീട്ടാൻ. ಆಮೇಲೆ ನಾವು ಆ ಕರ್ತನ ಮೇಜಿಗೆ ಕೈ ಹಾಕಬೇಕು. രണ്ട്, ಎರಡನೇದಾಗಿ അത്ര വിരൂപമൊന്നും അല്ലെങ്കിലും, ಅಷ್ಟೊಂದು ವಿರೂಪವ ಅಲ್ಲದಿದ್ದರು, അത്ര സൗന്ദര്യം ഇല്ലേലും, ಅಷ್ಟೊಂದು ಸೌಂದರ್ಯ ಇಲ್ಲದಿದ್ದರು, നമുക്ക് ദൈവം ആരോഗ്യമുള്ള ഊനമില്ലാത്തൊരു ശരീരം തന്നിട്ടുണ്ട്. ನಮಗೆ ದೇವರು ಆರೋಗ್ಯ, ಒಂದು ಊನ ಇಲ್ಲದ ಶರೀರವನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. നമുക്ക് തന്നിരിക്കുന്ന ಈ ശരീരം ನಮಗೆ ಕೊಟ್ಟಂತ ಈ ಶರೀರ പൂർണ്ണ ആത്മാവോടും ಪೂರ್ಣ ಆತ್ಮನೊಂದಿಗೆ, പൂർണ്ണ ശക്തിയോടും ಪೂರ್ಣ ಶಕ್ತಿಯೊಂದಿಗೆ, പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ ആരാധിക്കാൻ, ಪೂರ್ಣ ಮನಸ್ಸಿನೊಂದಿಗೆ ನಾವು ದೇವರನ್ನು ಆರಾಧಿಸಬೇಕು. ദൈവത്തെ ആരാധിക്കാൻ തന്നിരിക്കുന്ന ഈ ശരീരം കൊണ്ട്, ದೇವರನ್ನು ಆರಾಧಿಸಲು ಕೊಟ್ಟಂತ ಈ ಶರೀರದ ಮೂಲಕ നാറുന്ന അറപ്പുളവാക്കുന്ന പാപങ്ങളെ ചെയ്ത് ನಾವು ನಮ್ಮನ್ನು ಕಡಿದಾಕುವಂತ ಪಾಪಗಳನ್ನು ಮಾಡಿ, പാപത്തെ ജീവിതത്തിൽ താലോലിച്ച് ಪಾಪದ ಜೀವದಲ್ಲಿ ಜೀವಿಸಿ നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, ನಾವು ಸಂತೋಷದೊಂದಿಗೆ ಮುಂದೆ ಹೋಗುವಾಗ, ഇന്ന് പകൽ ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ വിളിച്ചു പറയാം, ಇವತ್ತಿನ ಹಗಲಿನಲ್ಲಿ ದೇವರ ದಾಸರಿಗೆ ನಾವು ಕರೆದೇಳುತ್ತಾ നമ്മുടെ ಇದ್ದೇವೆ. ശരീരത്തെ അടിമുടി വിവേചിച്ചിട്ട് വേണം നാം കർത്താവിന്റെ മേശയെ പങ്കുകൊള്ളാൻ. ನಮ್ಮದ ಶರೀರದ ಮೇಲಿಂದ ಕೆಳಗೆ ವಿವೇಚಿಸಿ ನಾವು ಕರ್ತನ ಮೇಜಿಗೆ ಕೈ ಹಾಕಬೇಕು. കർത്താവിന്റെ ശരീരത്തെ, ಕರ್ತನ ಶರೀರವನ್ನು, കർത്താവിന്റെ രക്തത്തെ, ಕರ್ತನ ರಕ್ತವನ್ನು അനുസ്മരിക്കുന്ന മേശയിൽ ಆ ಸ್ಮರಿಸುವಂತ ಮೇಜಿಯಲ್ಲಿ എനിക്ക് പങ്കെടുക്കാൻ എന്റെ ശരീരം കൊണ്ട് ഞാൻ യോഗ്യനാണോ എന്ന് ഞാൻ എന്നെ വിവേചിക്കണം. ಆ ಕರ್ತನ ಮೇಜಿ ಸಿದ್ಧಪಡಿಸಿದಲ್ಲಿ ನಾನು ಭಾಗವಹಿಸಲು ನಾನು ಯೋಗ್ಯಳಾಗಿದ್ದೇನಾ ಎಂಬುದಾಗಿ ಯೋಚಿಸಬೇಕು. കർത്തൃമേശയെ പങ്കുകൊള്ളുവാനുള്ള യോഗ്യത ഒന്ന് വിവേചിക്കുക. ಕರ್ತನ ಮೇಜಿಯಲ್ಲಿ ಪಾಲು ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕೆ ಒಂದನೇದಾಗಿ ನಾವು ವಿವೇಚಿಸಬೇಕು. യേശുവിന്റെ ശരീരത്തെ വിവേചിക്കുക. ಯೇಸು ಕ್ರಿಸ್ತನ ಶರೀರವನ್ನು ನಾವು ವಿವೇಚಿಸಬೇಕು. നമ്മുടെ ശരീരത്തെ നാം വിവേചിക്കുക. ನಮ್ಮ ಶರೀರವನ್ನು ಸ್ವಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳಬೇಕು. ആ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ಆ ಕರಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. രണ്ട്, ശോധന ചെയ്യുക. ಎರಡನೇದಾಗಿ ಸ್ವಪರೀಕ್ಷೆ ಮಾಡಬೇಕು. എന്താ ശോധന ചെയ്യേണ്ടത്? ಏನಾಗಿದೆ ನಾವು ಸ್ವಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳುವಂತದ್ದು? തലയാകുന്ന ക്രിസ്തുവിന്റെ, ನಮ್ಮ ತಲೆಯಾಗಿರುವಂತ ಕ್ರಿಸ್ತನನ್ನು, ശരീരമാണ് സഭ. ಆತನ ಶರೀರವಾಗಿದೆ ನಾವು ಸಭೆಗಳು. ദൈവദാസനും തമ്മിൽ, ದೇವರ ದಾಸರು ದೇವರ ದಾಸಿಗಳು ಅವರವರಲ್ಲಿ, വിശ്വാസിയും തമ്മിൽ, ವಿಶ್ವಾಸಿಗಳು ವಿಶ್ವಾಸಿಗಳಲ್ಲಿ, ദൈവദാസന്മാരും വിശ്വാസികളും തമ്മിൽ, ದೇವದಾಸರು ವಿಶ್ವಾಸಿಗಳ ಮಧ್ಯದಲ್ಲಿ, വിശ്വാസികളും ദൈവദാസന്മാരും തമ്മിൽ, ವಿಶ್ವಾಸಿಗಳು ದೇವರ ದಾಸರ ಮಧ್ಯದಲ್ಲಿ എന്തെങ്കിലും ഒരു അപാകതയോ പ്രതിസന്ധിയോ ഉണ്ടെങ്കിൽ, ಯಾವುದೇ ರೀತಿಯ ಕಲಂಕವು ದೋಷಗಳು ಇರುವುದಾದ್ರೆ, യാഗം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ಆ ಒಂದು ಯಜ್ಞ
ಕರ್ತನ ಭೋಜನಕ್ಕೆ ಕೈ ಹಾಕುವ ಮೊದಲು യാഗവസ്തു വഴിയിൽ വെച്ചിട്ട് ಆ ಯಜ್ಞ ಮಾಡುವಂತ ವಸ್ತುವನ್ನು ಅಲ್ಲಿ ಇಟ್ಟು പോയി നിരന്നുകൊള്ളുവാൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ ಹೋಗಿ ಒಂದಾಗಿ ಬರಬೇಕೆಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯ ಹೇಳುವಾಗ തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമായ സഭ തങ്ങളെ തന്നെ ശോധന ചെയ്യണം. ತಲೆಯಾಗಿರುವ ಕ್ರಿಸ್ತನು ಶರೀರವಾಗಿ ಸಭೆ ತನ್ನನ್ನೇ ತಾನು ಶೋಧಿಸಿ ನೋಡಬೇಕು. ഒന്ന് വിവേചിക്കുക, ಒಂದನೇದಾಗಿ ವಿವೇಚಿಸಬೇಕು, രണ്ട് ശോധന ചെയ്യുക, ಎರಡನೇದಾಗಿ ಸ್ವಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳಬೇಕು. ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ಶಕ್ತಿಯೊಂದಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. സഭ പിള്ളേരുകളിയല്ല, ಸಭೆಗಳೆಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ಚಿಕ್ಕ ಮಕ್ಕಳಲ್ಲ, കുട്ടിക്കളിയല്ല സഭ. ಸಭೆ ಎಂಬುದಾಗಿ ಚಿಕ್ಕ ಮಕ್ಕಳ ಆಟ ಅಲ್ಲ. വചനം പറയുന്നു പുരുഷത്വം കാണിപ്പീൻ. ವಾಕ್ಯಗಳು ಹೇಳುತ್ತಾರೆ ಪುರುಷರೆಂಬುದಾಗಿ. ആത്മീക പുരുഷത്വം നമുക്ക് വേണം. ಆತ್ಮಿಕ ಪುರುಷತ್ವ ನಮಗೆ ಬೇಕು. ഈ പുരുഷത്വം മീശ വെക്കുന്നതിനകത്തൊന്നും അല്ല ഇരിക്കുന്നത്. ಈ ಪುರುಷತ್ವ ಮೀಸೆ ಇಡುವುದ ನಿಮಿತ್ತವಾಗಿ ಅಲ್ಲ ಇರುವಂತದ್ದು. മീശ ഉള്ള എത്രയോ സ്ത്രീകളുണ്ട്. ആത്മീക വിഷയത്തിന്റെ ഗൗരവമാണ് പുരുഷത്വം. ಆತ್ಮಿಕ ವಿಷಯದ ಗೌರವವಾಗಿದೆ ಪುರುಷತ್ವ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. കര ഉയർത്തി കർത്താവിനെ ಆ ಕರಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഇനി പ്രായത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും ಪ್ರಾಯದ ಒಂದು ಪರಿಮಿತಿ ಇರುವುದಾದ್ರೂ ಕೂಡ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണം. ಇನ್ನು ಹೇಳಬೇಕಾದ ಕಾರ್ಯಗಳನ್ನು ನೀವು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಬೇಕು. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ, ದೇವರ ವಾಕ್ಯವನ್ನು ಪ್ರಸಂಗಿಸುವಂತ ಒಂದು ದೇವರ ದಾಸನು ദൈവത്തിന്റെ പ്രായത്തിൽ നിന്നോണ്ടാ സംസാരിക്കുന്നത്. ದೇವರ ಬಳಿಯಲ್ಲಿ ನಿಂತು ದೇವರ ಶಮಶಮದಲ್ಲಿ ನಿಂತವನು ಪ್ರಸಂಗಿಸುತ್ತಾರೆ. ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ, ದೇವರ ವಾಕ್ಯವನ್ನು ಪ್ರಸಂಗಿಸುವಂತ ಕರ್ತನ ಸೇವಕರು ദൈവ വചനത്തിന്റെ പ്രായത്തിൽ നിന്നോണ്ടാ സംസാരിക്കുന്നത്. ದೇವರ ವಾಕ್ಯದ ನೆಲೆಯಲ್ಲಿ ನಿಂತವರು ಮಾತನಾಡುತ್ತಾರೆ. അതുകൊണ്ട് ആ ഒരു നിലവാരത്തിൽ വേണം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാൻ. ಆದ್ರಿಂದಾಗಿ ಆ ಒಂದು ನೆಲವಾರದಲ್ಲಿ ನೀವು ಅದು ದೇವರ ಸೇವಕರು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಬೇಕು. ഒരു കുടുംബസ്ഥനായ വ്യക്തിക്ക് ഒന്നല്ല രണ്ട് ശരീരങ്ങളുണ്ട്. ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಇರುವಂತ ವ್ಯಕ್ತಿಗೆ ಒಂದಲ್ಲ ಎರಡು ಶರೀರವಿರ್ತದೆ. നിങ്ങൾ ഇനി രണ്ടല്ല ഒരു ദേഹം അത്രേ. ನೀವಿನ್ನು ಎರಡಲ್ಲ ಒಂದೇ ದೇಹವಾಗಿದ್ದೀರಿ. വേശ്യയോടുകൂടെ സഹിക്കുന്നവൻ അവളുമായി ഒരു ശരീരമാകുന്നു. ವೇಶ್ಯೆಯೊಂದಿಗೆ ಸಂಬಂಧ ಇಟ್ಟುಕೊಳ್ಳುವವನು ಒಂದೇ ಶರೀರವಾಗಿರುತ್ತಾನೆ. ഒരുവൻ അവന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ಒಬ್ಬನು ಅವನ ತಾಯಿಯನ್ನು ಬಿಟ್ಟು ಅವನ ತಾಯಿ ತಂದೆಯನ್ನು ಬಿಟ್ಟು ಅವನ ಹೆಂಡತಿಯೊಂದಿಗೆ ಒಂದೇ ಶರೀರವಾಗಿ ಸೇರುತ್ತಾನೆ. അപ്പനെയും അമ്മയും വിറ്റെന്നല്ല വിട്ടെന്ന. ಆ ತಾಯಿ ತಂದೆಯನ್ನು ಬಿಟ್ಟನು ಎಂಬುದಾಗಿ ಅಲ್ಲ, ಬಿಟ್ಟು ಬಂದನು ಎಂಬುದಾಗಿ. അപ്പനെ അമ്മ ഒരു ഭാര്യയെ കിട്ടിയോണ്ട് അപ്പനെ അമ്മ ഉപേക്ഷിക്കാനുള്ള അതല്ല ആ വാക്യം. ಒಂದು ಹೆಂಡತಿ ಸಿಕ್ಕಿದ್ಲು ಅಂತ ಹೇಳಿ ತಾಯಿ ತಂದೆಯನ್ನು ಬಿಟ್ಟು ಬರಬೇಕೆಂಬುದಾಗಿ ಅಲ್ಲ ಆ ವಾಕ್ಯ. ചിലർ അങ്ങനെ വിചാരിച്ചു വെച്ചു. ಕೆಲವರು ಆ ರೀತಿಯಾಗಿ ನೆನೆಸುತ್ತಾರೆ. ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിലോ അനാഥശാലയിലോ കൊണ്ടങ്ങ് തള്ളുക. ಯಾವುದಾದ್ರೂ ವೃದ್ಧ ಶಾಲೆಯಲ್ಲಿ ಅನಾಥ ಶಾಲೆಯಲ್ಲಿ ಕೊಂಡೋಗಿ ಎಸೆದು ಬಿಡ್ತಾರೆ. ഒരു ഭാര്യയെ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ಒಂದು ಹೆಂಡತಿ ಸಿಕ್ಕಿತ್ತು ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ಕರಗಳ ಎತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. അപ്പൊ കുടുംബസ്ഥനായ ഒരുവന്, ಹಾಗಾದ್ರೆ ಕುಟುಂಬಸ್ಥನಾದಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ, കുടുംബസ്ഥനായ ഒരുവൾക്ക്, ಕುಟುಂಬಸ್ಥನಾದ ಒಬ್ಬಳಿಗೆ രണ്ട് ശരീരങ്ങളുണ്ട്. ಎರಡು ಶರೀರಗಳಿರುತ್ತದೆ. നിന്റെ കൂടെ ജീവിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് നൽകിയ നിന്റെ ഭാര്യ, ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಜೀವಿಸುವುದಕ್ಕಾಗಿ ದೇವರು ಆರಿಸಿಕೊಟ್ಟಂತ ಒಂದು ಹೆಂಡತಿ, നിന്നെ പോലെ സൗന്ദര്യമോ, ನಿನ್ನ ಹಾಗೆ ಅಂದ ಚಂದವೋ, നിന്നെ പോലെ വിദ്യാഭ്യാസമോ, ನಿನ್ನ ಹಾಗೆ ವಿದ್ಯಾಭ್ಯಾಸವೋ, നിന്നെ പോലെ കഴിവോ ഇല്ല എന്ന് പറഞ്ഞ് ನಿನ್ನ ಹಾಗೆ ಸಾಮರ್ಥ್ಯ ಅವಳಿಗೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿ പൊതുമധ്യം നിന്റെ ഭാര്യ അപമാനിച്ച് ಅನೇಕರ ಜನರ ಮಧ್ಯದಲ್ಲಿ ನಿನ್ನ ಹೆಂಡತಿ ಅವಮಾನಕ್ಕೆ ಒಳಪಡಿಸಿ തല്ലി നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്ന ഒരു ഭർത്താവാ താങ്കളെങ്കിൽ, ನೆಲಕ್ಕೆ ಹಾಕಿ ತುಳಿಯುವಂತ ಒಂದು ಗಂಡನು ನೀನು ಆಗಿರುವುದಾದ್ರೆ, ഭാര്യയുടെ ശരീരത്തോട് ಹೆಂಡತಿಯ ಶರೀರದೊಂದಿಗೆ ദൈവത്തോടും ഭാര്യയോടും ക്ഷമ പറഞ്ഞ് ക്രമീകരിച്ചിട്ട് ದೇವರೊಂದಿಗೂ ದೇವರು ಕೊಟ್ಟಂತ ಹೆಂಡತಿಯೊಂದಿಗೂ ಕ್ಷಮೆಯನ್ನು ಕೇಳಿ കർത്താവിന്റെ മേശയുടെ അടുക്ക വരാവൂ. ಕರ್ತನ ಮೇಜಿನ ಬಳಿಗೆ ನೀನು ಬರಬೇಕು. ഇത് കുഞ്ഞുകളിയല്ല തീക്കളിയാന്നോർത്താൽ നന്ന്. ಇದು ಮಕ್ಕಳ ಆಟ ಅಲ್ಲ, ಬೆಂಕಿ ಆಟ ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಳ್ಳಬೇಕು. ഇനി സഹോദരിമാരെ ശ്രദ്ധിക്കണം. ಸಹೋದರಿಯರೇ ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. നിന്റെ ഭർത്താവിന് നിന്നെ പോലെ കഴിവും, ನಿನ್ನ ಗಂಡನು ನಿನ್ನ ಹಾಗೆ ಸಾಮರ್ಥ್ಯವುಳ್ಳವನು, നിന്നെ പോലെ വിദ്യാഭ്യാസവും, ನಿನ್ನ ಹಾಗೆ ವಿದ್ಯಾಭ್ಯಾಸ ಉಳ್ಳವನು, നിങ്ങളെ പോലെ സഹകരണ മനോഭാവവും ನಿಮ್ಮ ಹಾಗೆ ಸರಳ ಮನೋಭಾವನೆ ഇല്ലാത്ത ഒരാളാന്ന് വിചാരിച്ച് ಇಲ್ಲದ ಒಂದು ವ್ಯಕ್ತಿ ಎಂಬುದಾಗಿ ನೆನೆಸಿ, ശരീരമായ നിനക്ക് തലയാക്കി നിന്റെ ഭർത്താവിനെ ദൈവമാണ് നിയമിച്ചതെങ്കിൽ, ಶರೀರವಾದ ನಿನಗೆ ತಲೆಯಾಗಿ ಒಂದು ಗಂಡನನ್ನು ದೇವರು ನಿನಗೆ ನಿಯಮಿಸಿ ಕೊಟ್ಟಿರುವುದಾದ್ರೆ, അദ്ദേഹം നിന്റെ തലയാണെന്ന് ഓർക്കാതെ നീ അദ്ദേഹത്തിന്റെ തലയെ കയറാൻ ചെന്ന, ಅವರು ನಿನ್ನ ತಲೆಯಾಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನೆನೆಸಿ ನೀನು ಅವರ ತಲೆ ಮೇಲೆ ಹತ್ತದೆ, ദൈവം നിന്നെ ശരിയാക്കും. ದೇವರು ನಿನ್ನನ್ನು ಸರಿಯಾಗಿ ಮಾಡುತ್ತಾನೆ. ദൈവം നിന്നെ വിടത്തില്ലെന്ന് ഓർത്തോണം. ದೇವರು ನಿನ್ನನ್ನು ಬಿಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ನೆನೆಸಬೇಕು. ഭരിക്കുന്ന കുടുംബം മുടിഞ്ഞ ചരിത്രമാ ഉള്ളത്.
ಸ್ತ್ರೀಯರು ನಡೆಸುವಂತ ಕುಟುಂಬ ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ಬಿದ್ದು ಹೋದಂತ ಚರಿತ್ರೆ ಹೇಳುತ್ತದೆ. കുടുംബത്തിന്റെ തീരുമാനങ്ങൾ സ്ട്രോങ് ആയി എടുക്കേണ്ടത് പുരുഷനാണ്, വചനത്തിന്റെ നിയമമാണ്. ಕುಟುಂಬದ ಒಂದು ಎಲ್ಲ ನಡೆಸುವಿಕೆಯು ವಚನ ಹೇಳುತ್ತದೆ ಪುರುಷನೆಂಬುದಾಗಿ. ദൈവമക്കളെ, ദൈവത്തോട് കളിക്കരുത്. ದೇವರ ಮಕ್ಕಳೇ, ದೇವರೊಂದಿಗೆ ನೀವು ಆಟ ಆಡಬಾರದು. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തോളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും. ದೇವರನ್ನು ಮರೆಯುವವರು ದೇವರು ಹೇಳುತ್ತಾರೆ, ನಾನು ನಿಮ್ಮನ್ನು ಹರಿದು ಬಿಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. കരം ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കുക. ಆ ಕರಗಳನ್ನೆತ್ತಿ ಒಂದು ಸಾರಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഒന്ന് വിവേചിക്കുക, ಒಂದನೇದಾಗಿ ನಾವು ವಿವೇಚಿಸಬೇಕು. ശോധന ചെയ്യുക, ಎರಡನೇದಾಗಿ ಸ್ವಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳಬೇಕು. ഭാര്യ സുന്ദരമായിട്ട് പറ്റിക്കാം, ಹೆಂಡತಿ ಒಂದು ಸುಂದರವಾಗಿರುವಂತ ವ್ಯಕ್ತಿ ಆಗಿರಬಹುದು. കർത്താവിനെ നിനക്ക് കണ്ണടച്ചു വഞ്ചിക്കാം. ಗಂಡನಾದ ನಿನಗೆ ಕಣ್ಣು ಮುಚ್ಚಿ ಅದನ್ನು ವಂಚಿಸಬಹುದು. മക്കളുടെ മുമ്പിൽ നിനക്ക് ഒരുപാട് വേഷം കെട്ടാം. ಮಕ್ಕಳ ಮುಂದೆ ನಿನಗೊಂದು ವೇಷವನ್ನು ಧರಿಸಬಹುದು. ഇവിടുത്തെ നടീ നടന്മാർ സിനിമാക്കാർ തോറ്റു പോകുന്ന അപ്പന്റെ അമ്മയുടെ മുമ്പിൽ നിനക്ക് അഭിനയിക്കാം. ಇಲ್ಲಿಯ ಮಕ್ಕಳು ಸಿನಿಮಾ ನಟರಾಗಿ ತಾಯಿಯ ತಂದೆಯ ಮುಂದೆ ನಟಿಸುತ್ತಾರೆ. ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ ഒരു പരിപാടി നടക്കത്തില്ല. ಆದ್ರೆ ದೇವರ ಮುಂದೆ ಯಾವ ಕಾರ್ಯಗಳು ನಿನ್ನದು ನಡೆಯುವುದಿಲ್ಲ. യെരമ്യാവിനോട് പറഞ്ഞതുപോലെ, ಯೆರೆಮೀಯನೊಂದಿಗೆ ಹೇಳಿದ ರೀತಿಯಲ್ಲಿ, എടോ യഹോവ നിന്നെ ചൂടറ്റിയെടുത്ത് എറിഞ്ഞു കളയും. ಈಗೋ ಯೆಹೋವನು ನಿನ್ನನ್ನು ತೆಗೆದು ಬಿಸಾಡುತ್ತಾನೆ. ദൈവത്തോട് കളിക്കരുത്, ದೇವರೊಂದಿಗೆ ಆಟ ಆಡಬಾರದು. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. ಶಕ್ತಿಯೊಂದಿಗೆ ಕರ್ತನನ್ನು ಸ್ತುತಿಸೋಣ ಪ್ರಿಯರೇ. കർത്തൃമേശയിൽ ಕರ್ತನ ಮೇಜಿಗೆ വലിയ ഗൗരവം കൊടുക്കാതെ എടുക്കുന്നവർ കൊരിന്ത്യ സഭയ്ക്കകത്തുണ്ടായിരുന്നു. ಆ ಗೌರವ ಕೊಡದೆ, ಮರ್ಯಾದೆ ಕೊಡದೆ ಕರ್ತನ ಮೇಜಿಗೆ ಕೈ ಹಾಕುವವರು ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿ ಇದ್ದರು. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ಹಾಗೆ ಇರುವವರು ಯಾರಾದ್ರೂ ಇದ್ರೊಳಗೆ ಇರುವುದಾದ್ರೆ, നിങ്ങളോട് ഈ കാര്യം പറയാൻ ദൈവം എന്നെ അയച്ചതാ. ನಿಮ್ಮೊಂದಿಗೆ ಈ ಕಾರ್ಯಗಳನ್ನು ಹೇಳಲು ದೇವರು ನನಗೆ ಕಳಿಸಿದ್ದಾನೆ. തീർത്ത് പറയാൻ കളിക്കരുത്. ಹಾಗಾದ್ರೆ ಅವನು ಈ ತೀರ್ಪು ಕೊಡುವುದಕ್ಕಾಗಿ ನಾವು ಅವನೊಂದಿಗೆ ಆಟ ಆಡಬಾರದು. ദൈവത്തോട് കളിക്കരുത്, ದೇವರೊಂದಿಗೆ ಆಟ ಆಡಬಾರದು. ആ കരമുയർത്തി കർത്താവിനെ ಆ സ്തുതിക്കാം. ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെറുവുള്ളവരെല്ലാം കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ಕೇಳುವವರು ಎಲ್ಲರೂ ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡೋಣ. നിങ്ങൾക്ക് ആർക്കും ഒരു ഇത്രയും പേർക്കും കെറുവുണ്ടല്ലേ? സമ്മതിച്ചതിനായിട്ട് നന്ദി. ಸ್ತೋತ್ರ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരെ ശ്രദ്ധിക്കണേ. ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. 3 ഗ്രൂപ്പിസം. ಮೂರನೇದಾಗಿ 3 ഗ്രൂപ്പ്. ಗುಂಪು, ಬೇರೆ ಬೇರೆ ಗುಂಪು ಮಾಡುವಂಥದ್ದು. പൗലോസിന്റെ ആളുകൾ, ಪೌಲನ ಜನರು, കേഫാവിന്റെ ആളുകൾ, ಕೇಫನ ಆಳುಗಳು, അപ്പലോസിന്റെ ആളുകൾ, ಅಪಲೋಸನ ಜನಗಳು, ദൈവത്തിന്റെ ആളുകൾ, ದೇವರ ಜನಗಳು. പൗലോസിനോട് താല്പര്യമുള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങൾ പൗലോസ് പാസ്റ്ററിന്റെ ആളുകളാണ്. ಪೌಲನೊಂದಿಗೆ ಆಶೆ ಇರುವವರು ಪೌಲೋಸ್ ಪಾಸ್ಟರ್ನ ಜನಗಳು. പിന്നെ അപ്പലോസിനോട് താല്പര്യമുള്ളവർ ഞങ്ങൾ അപ്പലോസ് പാസ്റ്ററിന്റെ സഭയിലെ വിശ്വാസികളാണ്. ಅಪಲೋಸ್ನ ಜನಗಳು ಅಪಲೋಸ್ ಪೌಲಸ್ನ ಸಭೆಗಳ ವಿಶ್ವಾಸಿಗಳು. കേഫാവിനോട് താല്പര്യമുള്ളവർ, കേഫാവ് എന്ന് പറയുന്ന ദൈവദാസൻ ഭയങ്കര ശക്തമായ ശുശ്രൂഷയാണ്. ಕೇಫಾನ್ ಎಂಬ ದೇವದಾಸರು ಬಹಳ ಶಕ್ತಿಯುಳ್ಳ ಸೇವೆ ಮಾಡುವಂತ ವ್ಯಕ್ತಿ, ആരെ അനുസരിക്കാത്ത, ಯಾರನ್ನು ಅನುಸರಿಸದಂತ, ഉള്ളതിൽ തലവേദന പിടിച്ച പുള്ളികള്, ಎಲ್ಲರಿಗೆ ತಲೆನೋವು ಆಗಿರುವಂತ ಜನಗಳನ್ನು, ഉള്ളതിൽ അനാത്മികരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾ യേശുവിന്റെ ആളുകളാണ്. ಭಯಂಕರವಾಗಿ ಆಸೆ ಇರುವಂತ ಜನರು ಹೇಳಿದರು ನಾವು ಯೇಸುವಿನ ಜನಗಳೆಂಬುದಾಗಿ. നമ്മുടെ ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വല്ല ഗ്രൂപ്പും ഉണ്ടോ? ನಮ್ಮ ದೇವರಿಗೆ ಅಂತ ಪ್ರತ್ಯೇಕವಾದ ಗ್ರೂಪ್ ಇದೆಯಾ? കർത്താവിന് എല്ലാവരും ഒരുപോലെ. ಕರ್ತನಿಗೆ ಎಲ್ಲರೂ ಒಂದೇ ಲೆಕ್ಕ. ഇന്ന് നമ്മുടെ കർത്താവിന്റെ പേരില മുഴുവൻ തട്ടിപ്പും. ಇವತ್ತು ನಮ್ಮ ಕರ್ತನ ಹೆಸರಲ್ಲಿ ಅನೇಕರು ಬಿದ್ದು ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. കർത്താവിന്റെ പേരില മുഴുവൻ വേലകളും കാണിക്കുന്നത്. ಕರ್ತನ ಹೆಸರಲ್ಲಿ ಅನೇಕರು ಅನೇಕ ರೀತಿಯ ಆಟಗಳನ್ನು ತೋರಿಸ್ತಾರೆ. ಕರ್ತನ ಹೇಳ್ತಾನೆ, ನನ್ನ ನಾಮವನ್ನು ಸುಮ್ಮನೆವಾಗಿ ಅಯೋಗ್ಯವಾಗಿ ಎತ್ತಬಾರದು ಎಂಬುದಾಗಿ. ദൈവത്തോട് കളിക്കരുത്, ದೇವರೊಂದಿಗೆ ಆಟ ಆಡಬಾರದು. അത് നമുക്ക് ക്ഷീണമാണെന്ന് ഓർക്കണം. ಅದು ನಮಗೆ ಬಲಹೀನತೆ ಬರ್ತದೆ ಎಂಬುದಾಗಿ ನೆನೆಸಬೇಕು. നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ಒಂದು ಒಳ್ಳೆದಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. അപ്പൊ ഈ കൃപാവര ദുർവിനിയോഗത്തിനും, ಹಾಗಾದ್ರೆ ಈ ಕೃಪಾವರದ ಒಳಗೆ, ഈ കർത്തൃമേശയിലെ അലക്ഷ്യതാബോധത്തിനും, ಈ ಕರ್ತನ ಮೇಜಿಗೆ ಆಲಸ್ಯದೊಂದಿಗೆ ಬಂದ ನಿಮಿತ್ತವಾಗಿ, ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രശ്നങ്ങൾക്കും, ಈ ಗುಂಪುಗಳಲ್ಲಿರುವಂತ ಸಮಸ್ಯೆಗಳಿಗೆ നിവാരണം വരുത്തുക എന്ന ചിന്തയോടെ ನಿವಾರಣೆ ತರಬೇಕೆಂಬ ಯೋಜನೆಯಿಂದ അവർക്കൊരു വാണിംഗ് ആയി, സിമ്പിളായി, അടയാളമായിട്ട് ദൈവം പറഞ്ഞതാണ് ഈ വേദഭാഗം. ಅವರಿಗೊಂದು ವಾರ್ನಿಂಗ್ ಕೊಟ್ಟು ಒಂದು ಸಿಂಪಲ್ ಆಗಿ ಹೇಳಿದಂತ ಈ ವೇದ ಭಾಗ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പറയാണ്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും, ಕರ್ತರು ಹೇಳಿದರು, ನಮ್ಮ ಪಿತೃಗಳೆಲ್ಲರೂ സ്നാനപ്പെട്ടു, ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಿದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മുടെ പിതാക്കന്മാർ, ನಮ್ಮ ಪಿತೃಗಳು
മരുഭൂമിയിലെ സഭ, ಮರುಭೂಮಿಯಲ್ಲಿರುವಂತ ಸಭೆ, ഇസ്രായേൽ സഭ, ಇಸ್ರಾಯೇಲರ ಸಭೆ, ಅವರು ದೈವകൽപ്പന അനുസരിച്ചു. ಅವರು ದೇವರ ಆಜ್ಞೆಗಳನ್ನು ಅನುಸರಿಸಿದರು. നമ്മളും കൃപയാൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റെടുത്തു. ಆ ದೇವರ ಕಲ್ಪನೆಯಾಗಿರುವಂತ ಆಜ್ಞೆ ಆಗಿರುವಂತ ದೀಕ್ಷಾ ಸ್ಥಾನವನ್ನು ಹೊಂದಿದರು. പഴയ നിയമവും പുതിയ നിയമവും രണ്ട് നിയമങ്ങൾ ആ വിശുദ്ധ വേദപുസ്തകം. ಆ ಹಳೆ ಒಡಂಬಡಿಕೆ ಹೊಸ ಒಡಂಬಡಿಕೆ ಆದಂತ ಎರಡು ರೀತಿಯ ವೇದ ಪುಸ್ತಕ. പഴയ നിയമം ಆ ಹಳೆ ಒಡಂಬಡಿಕೆ പുതിയ നിയമത്തിന്റെ നിഴലാണ്. ಆ ಹೊಸ ಒಡಂಬಡಿಕೆ ಒಂದು ನೆಲೆಯಾಗಿದೆ. പഴയ നിയമം നിഴലാണെങ്കിൽ പുതിയ നിയമം പൊരുളാണ്. ಆ ಹಳೆ ಒಡಂಬಡಿಕೆ ನೆರಳಾಗಿರುವುದಾದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆ ಒಂದು ಬೆಳಕಾಗಿದೆ. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണെങ്കിൽ ಹಳೆ ಒಡಂಬಡಿಕೆಯ ಮಧ್ಯಸ್ಥನು ಮೋಶೆ ಆಗಿರುವುದಾದ್ರೆ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. ಹೊಸ ಒಡಂಬಡಿಕೆ ಮಧ್ಯಸ್ಥನು ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശ വെള്ളത്തിൽ നിന്നും തന്റെ ശുശ്രൂഷയെ ആരംഭിച്ചുവെങ്കിൽ ಹಳೆ ಒಡಂಬಡಿಕೆಯ ಮಧ್ಯಸ್ಥನು ಮೋಶೆಯಾದವನು ನೀರಿನ ಮಧ್ಯದಲ್ಲಿ ಸೇವೆಯನ್ನು ಆರಂಭಿಸಿರುವುದಾದ್ರೆ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവും വെള്ളത്തിൽ നിന്ന് തന്നെയാണ് തന്റെ ശുശ്രൂഷയെ ആരംഭിച്ചത്. ಹೊಸ ಒಡಂಬಡಿಕೆ ಮಧ್ಯಸ್ಥನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ನೀರಿನ ಮೂಲಕನೇ ತನ್ನ ಸೇವೆಯನ್ನು ಆರಂಭಿಸಿದನು. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ വെള്ളത്തെ രക്തമാക്കി തന്റെ ശുശ്രൂഷയെ ആരംഭിച്ചപ്പോൾ ಹಳೆ ಒಡಂಬಡಿಕೆಯಾದ ಮೋಸೆ ನೀರನ್ನು ರಕ್ತವಾಗಿ ತನ್ನ ಸೇವೆಯನ್ನು ಪ್ರಾರಂಭಿಸಿದ್ರೆ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി തന്റെ ശുശ്രൂഷയെ ആരംഭിച്ചേ. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಮಧ್ಯಸ್ಥನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ನೀರನ್ನು ದ್ರಾಕ್ಷರಸವಾಗಿ ಮಾರ್ಪಡಿಸಿ ಅಲ್ಲಿ ಸೇವೆಯನ್ನು ಆರಂಭಿಸಿದನು. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ ಹಳೆ ಒಡಂಬಡಿಕೆ ಮಧ್ಯಸ್ಥನಾದಂತ ಮೋಶೆ പഴയ നിയമത്തിന്റെ നട്ടെല്ലാണെങ്കിൽ ಹಳೆ ಒಡಂಬಡಿಕೆಯ ಒಂದು ಬೆನ್ನೆಲುಬಾದ್ರೆ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു ಹೊಸ ಒಡಂಬಡಿಕೆಯ ಮಧ್ಯಸ್ಥನಾದ ಯೇಸು ಕ್ರಿಸ್ತನ പുതിയ നിയമത്തിന്റെ മൂലക്കല്ലാണ്. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಮೂಲೆಗಲ್ಲಾಗಿದ್ದಾನೆ. പഴയ നിയമത്തിൽ അവർ ಹಾಗಾದ್ರೆ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಅವರು ദൈവകൽപ്പന അനുസരിച്ച് മോശയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ದೇವರ ಕಲ್ಪನೆಯನ್ನು ಅನುಸರಿಸಿ ಮೋಸೆಯೊಂದಿಗೆ ಸೇರಿದರೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ പുതിയ നിയമ വീക്ഷണത്തിൽ ಹೊಸ ಒಡಂಬಡಿಕೆ ನಿರೀಕ್ಷೆಯಲ್ಲಿ പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ ಹೊಸ ಒಡಂಬಡಿಕೆ ಒಂದು ಪ್ರಕಟಣೆಯಲ್ಲಿ നമ്മൾ സ്നാനപ്പെട്ട യേശുവിനോട് ചേർന്നതുപോലെ അവർ യേശുവിനോട് തന്നെയാണ് ചേർന്നത്. ಹೊಸ ಒಡಂಬಡಿಕೆಯ ಕಲ್ಪನೆಯನ್ನು ಆಜ್ಞೆಯನ್ನು ಅನುಸರಿಸಿ ನಾವು ದೀಕ್ಷಾ ಸ್ಥಾನದ ಮೂಲಕ ಯೇಸುವಿನೊಂದಿಗೆ ಸೇರಿರುವುದಾದ್ರೆ ಅವರು ಕೂಡ ಅದೇ ರೀತಿಯಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನೊಂದಿಗೆ ಸೇರಿದರು. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. ಅವರು ಯೇಸು ಕ್ರಿಸ್ತನೊಂದಿಗೆ ಸೇರುವುದಕ್ಕಾಗಿ ದೀಕ್ಷಾ ಸ್ಥಾನ ತೆಗೆದುಕೊಂಡರು. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. ಅವರು ದೇವರ ಕಲ್ಪನೆಗಳನ್ನು ಅನುಸರಿಸಿದರು. ഒരേ ആഹാരം കഴിച്ചു. ಒಂದೇ ಆಹಾರವನ್ನು ತಿಂದರು. അവരുടെ ശാരീരിക പരിപോഷണത്തിനു വേണ്ടി ಅವರ ಶರೀರದ ಪೋಷಣೆಗಾಗಿ 1000 കോഴിക്ക് അരക്കാട എന്ന് പറയുന്ന കാടപ്പക്ഷിയെ അവർ കഴിച്ചു. 1000 ಕೋಳಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತಹ ಕಾಡಿನ ಪಕ್ಷಿಗಳನ್ನು ಅವರು ತಿಂದರು. എന്നാൽ ആത്മമനുഷ്യന്റെ വിശപ്പ് മാറാൻ ಹಾಗಾದ್ರೆ ಆತ್ಮಿಕ ಇರುವಂತಹ ಹಸಿವು ನೀಗುವುದಕ್ಕಾಗಿ ഭൗതിക ഭക്ഷണം കഴിച്ചാൽ കഴിയാത്തത് കൊണ്ട് ಭೌತಿಕ ಆಹಾರವನ್ನು ತಿಂದರೂ ಕೂಡ ಅದು ಸಾಕಾಗದ ರೀತಿಯಲ್ಲಿ അവർ യേശു ക്രിസ്തുവിനെ ആത്മീക ഭക്ഷണം അകത്താക്കി. ಅವರು ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಆತ್ಮಿಕ ಭೋಜನವಾಗಿ ಅವರು ಮಾರ್ಪಡಿಸಿದರು. ഭൗതിക ശരീരത്തിന്റെ വിശപ്പ് മാറ്റാൻ മന്ന കഴിച്ചപ്പോൾ ಭೌತಿಕವಾದ ಶರೀರದ ಹಸಿವು ನೀಗಿಸುವುದಕ್ಕಾಗಿ ಮನ್ನವನ್ನು ತಿಂದಾಗ ആത്മമനുഷ്യന്റെ വിശപ്പ് മാറ്റാൻ യേശു എന്ന സാക്ഷാൽ മന്ന അവർ കഴിച്ചു. ಆತ್ಮಿಕನ ಒಂದು ಹಸಿವನ್ನು ನೀಗಿಸಲು ಸಾಕ್ಷಾತ್ ಯೇಸು ಕ್ರಿಸ್ತನೆಂಬ ಮನ್ನವನ್ನು ತಿಂದರು. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ಕರ್ತನು ಹೇಳಿದನು, ನನ್ನನ್ನು ತಿನ್ನುವವನು ನನ್ನೊಳಗೆ ಜೀವಿಸುತ್ತಾನೆ. കർത്താവ് പറഞ്ഞു, ಕರ್ತನು ಹೇಳಿದನು, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ನಾನೇ ಜೀವದ ರೊಟ್ಟಿಯಾಗಿದ್ದೇನೆ. യേശു ക്രിസ്തു എന്ന ജീവന്റെ അപ്പത്തെ അവരവരുടെ അകത്താക്കി. ಯೇಸು ಕ್ರಿಸ್ತನೆಂಬ ಜೀವದ ರೊಟ್ಟಿಯನ್ನು ಅವರವರ ಒಳಗೆ ಕರ್ತನು ಕಳಿಸಿದನು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം തേനേക്കാളും തേൻകട്ടേക്കാളും ഏറെ മധുരമുള്ളതാണ്. ವಾಕ್ಯವು ಜೇನಿಕುಂತಲೂ ಅತಿ ಸುಂದರವಾದ ರುಚಿಕರವಾದದ್ದು. പഴയ നിയമത്തിൽ പ്രവാചകരുടെ ചുരുൾ ഭക്ഷിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಪ್ರವಾದಿಯೊಂದಿಗೆ ಸುರುಳಿಯನ್ನು ತಿನ್ನುವುದಕ್ಕಾಗಿ ದೇವರು ಆಜ್ಞಾಪಿಸಿದನು. പൗലോസ് പറയുന്നു, യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവാൻ ഞാൻ വേദനപ്പെടുന്നു. ಪೌಲನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ಯೇಸು ಕ್ರಿಸ್ತನು ನಿಮ್ಮ ಒಳಗೆ ಜನಿಸಿ ಬರುವುದಕ್ಕಾಗಿ ನಾನು ಪ್ರಸವ ವೇದನೆ ಪಡುತ್ತಾ ಇದ್ದೇನೆ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്ന പ്രസവ വേദനയാണെങ്കിൽ യേശുക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ ഉരുവാകുവാൻ പൗലോസ് ഇതിന് തുല്യമായ ഒരു ആത്മാക്കളെ കുറിച്ചുള്ള വേദന ഏറ്റെടുത്തു. ಈ ಲೋಕದಲ್ಲಿ ಒಂದು ತಾಯಿ ಒಂದು ಮಗುವಿಗೆ ಜನನ ಕೊಡುವಾಗ ಎಷ್ಟೋ ಪ್ರಸವ ವೇದನೆ ಅನುಭವಿಸುವುದಾದ್ರೆ ಪೌಲನು ದೇವರಲ್ಲಿ ಸೇರಿಸುವುದಕ್ಕಾಗಿ ಅನೇಕರನ್ನು ಅವನು ಪ್ರಸವ ವೇದನೆ ಅನುಭವಿಸಬೇಕಾಯಿತು. ഭൗതിക മനുഷ്യന്റെ ഭൗതിക വിശപ്പടക്കുവാൻ ഭൗതിക ഭക്ഷണം അകത്താക്കിയെങ്കിൽ
ಭೌತಿಕ ಮನುಷ್ಯನನ್ನು ಶಾರೀರಿಕವಾಗಿ ಒಂದು ಅವನಿಗೆ ತಿನ್ನುವುದಕ್ಕೆ ಕೊಡುವುದಕ್ಕಾಗಿ ಹಸಿವು ನೀಗಿಸುವುದಕ್ಕಾಗಿ ಮಾಡಿರುವುದಾದ್ರೆ, ആത്മീക മനുഷ്യന്റെ അകത്തെ മനുഷ്യന്റെ ആന്തരിക വിശപ്പടക്കുവാൻ യേശുവെന്ന ജീവന്റെ മന്നയെ അവർ കഴിച്ചു. ಹಾಗಾದ್ರೆ ಆತ್ಮಿಕ ಮನುಷ್ಯನ ಒಳಗೆ ಆತ್ಮಿಕನ ಒಂದು ಹಸಿವು ನೀಗಿಸುವುದಾದ್ರೆ ಜೀವವುಳ್ಳ ಆ ದೇವರ ಮನ್ನವನ್ನು ಆತನು ಕೊಟ್ಟನು. യേശു ക്രിസ്തുവിനെ കഴിച്ചു. ಅದು ಯೇಸು ಕ್ರಿಸ್ತನನ್ನೇ ಅವರು ತಿಂದರು. അവരുടെ ഭൗതിക ദാഹം മാറ്റുവാൻ, ಅವರ ಭೌತಿಕವಾದ ಶರೀರದ ದಾಹವನ್ನು ನೀಗಿಸುವುದಕ್ಕಾಗಿ ഭൗതിക വെള്ളം ദൈവം കൊടുത്തു. ಭೌತಿಕವಾದದನ್ನು ದೇವರು ಕೊಟ್ಟರು. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ದೇವರ ವಾಕ್ಯ ಹೀಗೆ ಕರೆದು ಹೇಳುತ್ತದೆ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് നിന്ന് കുടിക്കട്ടെ. ದಾಹವುಳ್ಳವನು ನನ್ನ ಹತ್ತಿರಕ್ಕೆ ಬಂದು ಕುಡಿಯಲಿ. അടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടു. ಆ ನೀರಿಗೆ ಒಡೆದಾಗ ನೀರು ಹೊರಪಟ್ಟು ಬಂತು. കൽപ്പിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടു. ಕಲ್ಪಿಸಿದಾಗ ನೀರು ಹೊರಪಟ್ಟು ಬಂತು. കഴിക്കുന്ന വെള്ളത്തിൽ കൊമ്പ് മുറിച്ചിട്ടപ്പോൾ മധുരം ഉള്ള വെള്ളമായി മാറി. ಕಹಿ ನೀರಿಗೆ ಮರದ ಕೊಂಬೆಯನ್ನು ಹಾಕಿದಾಗ ಅಲ್ಲಿ ಮಧುರವಾಗಿ ಮಾರ್ಪಟ್ಟಿತು. ഭൗതിക ദാഹം മാറ്റാൻ, തൊണ്ട നനയ്ക്കാൻ ഈ ലോക വെള്ളം കുടിച്ചപ്പോൾ, ಭೌತಿಕವಾದ ನೀರನ್ನು ಕುಡಿಯುವುದಕ್ಕೆ ಅವರಿಗೆ ದಾಹವಾದಾಗ ಈ ಲೋಕದ ನೀರನ್ನು ಕುಡಿಲಿಕ್ಕೆ ಇಷ್ಟಪಟ್ಟಾಗ, ആത്മ മനുഷ്യന്റെ ദാഹം മാറ്റുവാൻ യേശു ക്രിസ്തു എന്ന ജലത്തെ അവരവരുടെ ഉള്ളിലാക്കി. ಹಾಗಾದ್ರೆ ಆತ್ಮಿಕ ಮನುಷ್ಯನ ದಾಹ ನೀಗಿಸುವುದಕ್ಕಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಅವರು ಅವನ ಒಳಗೆ ಹಾಕಿದರು. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നിന്ന് കുടിക്കട്ടെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. ದಾಹ ಇದ್ದವನು ನನ್ನಲ್ಲಿ ಬಂದು ಕುಡಿಯಲಿ, ನಾನು ಕೊಡುವಂತ ನೀರನ್ನು ಕುಡಿದವನಿಗೆ ಒಂದು ದಿನವೂ ದಾಹ ಉಂಟಾಗುವುದಿಲ್ಲ. കൽപ്പനയാകുന്ന സ്നാനം അനുസരിച്ചു. ಕಲ್ಪನೆ ಆಗಿರುವಂತಹ ದೀಕ್ಷಾ ಸ್ಥಾನವನ್ನು ಅನುಸರಿಸಿದರು. യേശുവിനെ തിന്നു. ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಅವರು ರುಚಿ ನೋಡಿದರು. യേശുവിനെ കുടിച്ചു. ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಕುಡಿದರು. എങ്കിലും അവരിൽ മിക്കവരിലും പ്രസാദിച്ചില്ല. ಆದ್ರೂ ಅನೇಕರಲ್ಲಿ ದೇವರು ಸಂತೋಷ ಪಡಲಿಲ್ಲ. എങ്കിലും അവരിൽ മിക്കവരിലും പ്രസാദിച്ചില്ല. ಆದರೂ ಕೂಡ ಅನೇಕರಲ್ಲಿ ದೇವರು ಸಂತೋಷ ಪಡಲಿಲ್ಲ. എങ്കിലും അവരിൽ മിക്കവരിലും പ്രസാദിച്ചില്ല. ಆದರೂ ಕೂಡ ದೇವರು ಅನೇಕರಲ್ಲಿ ಸಂತೋಷ ಪಡಲಿಲ್ಲ. മിക്കവരും എന്ന് പറയുമ്പോൾ 195 പേരിലും, 100ರಲ್ಲಿ 95 ಜನರು അവരിലും ദൈവം പ്രസാദിച്ചില്ല. ಅವರಲ್ಲಿ ದೇವರು ಸಂತೋಷಿಸಲಿಲ್ಲ. അല്പം കൂടെ കേറ്റി പറഞ്ഞാൽ 99 പേരിലും ദൈവം പ്രസാദിച്ചില്ല. ಸ್ವಲ್ಪ ಹೆಚ್ಚಾಗಿ ಹೇಳ್ಬೇಕಾದ್ರೆ 99 ಜನರಲ್ಲಿಯೂ ದೇವರು ಸಂತೋಷಿಸಲಿಲ್ಲ. മരുഭൂമിയിലെ സഭയായ, ಮರುಭೂಮಿಯಲ್ಲಿ ಸಹಾಯದ നമ്മുടെ പിതാക്കന്മാരെ, ನಮ್ಮ ಪಿತೃಗಳ ഇസ്രായേൽ സഭയെ, ಇಸ್ರಾಯೇಲ್ ಸಭೆಯ കൽപ്പന അനുസരിച്ചിട്ടും, ಕಲ್ಪನೆ ಅನುಸರಿಸಿ ಕೂಡ, യേശുവിനെ തിന്നിട്ടും കുടിച്ചിട്ടും, ಯೇಸುವನ್ನು ತಿಂದು ಕುಡಿದು ಕೂಡ അവരോട് ദാക്ഷിണ്യവും കാണിക്കാതെ, ಅವರಲ್ಲಿ ಮುಖದಾಕ್ಷಿಣ್ಯವನ್ನು ದೇವರು ತೋರಿಸದೆ, ദൈവം ഒരു പ്രസാദിക്കാതെ തള്ളിക്കളഞ്ഞെങ്കിൽ, ದೇವರು ಅವರಲ್ಲಿ ಸಂತೋಷಿಸದೆ ಅವರನ್ನು ತಳ್ಳಿ ಬಿಟ್ಟದ್ರೆ, നമ്മുടെ മേലും ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം പ്രളയം പോലെ പെയ്തിറങ്ങി എന്ന് വന്നേക്കാം. ಒಂದು ವೇಳೆ ನಮ್ಮ ಮೂಲಕವಾಗಿಯೂ ದೇವರ ನ್ಯಾಯವಿಧಿಯ ಆ ಕರಗಳು ಇಳಿದು ಬರಬಹುದು. ಅದೇ ഒരുപാട് അഹങ്കരിക്കണ്ട. ಅದಕ್ಕಾಗಿ ಹೆಚ್ಚಾಗಿ ಅಹಂಕಾರ ಪಡಬೇಡಿರಿ. ഒരുപാട് നിഹളിക്കണ്ട. ಹೆಚ್ಚಾಗಿ ನೀವು ಅಹಂಕಾರ ಪಡಬಾರದು. അവരെ ന്യായം വിധിച്ച ദൈവം, ಅವರಿಗೆ ನ್ಯಾಯವನ್ನು ತೀರಿಸಿದಂತ ದೇವರು, മുഖപക്ഷമില്ലാത്തതായവനായതുകൊണ്ട്, ಮುಖ ದಾಕ್ಷಿಣ್ಯ ನೋಡದವನಾಗಿರದ ನಿಮಿತ್ತವಾಗಿ എന്നെ നിങ്ങളെ ദൈവം കൈകാര്യം ചെയ്യും, ന്യായം വിധിക്കും. ನನ್ನನ್ನು ನಿನ್ನನ್ನು ದೇವರು ನ್ಯಾಯವನ್ನು ವಿಧಿಸುತ್ತಾನೆ. അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ಅವರಲ್ಲಿ ಅನೇಕ ಜನರಲ್ಲಿ ದೇವರು ಸಂತೋಷ ಪಡಲಿಲ್ಲ. അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ಅವರನ್ನು ಮರುಭೂಮಿಯಲ್ಲಿ ನಾಶಪಡಿಸಿದನೆಂಬುದಾಗಿ ನೀವು ತಿಳಿದುಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ ನಾನು ಹೇಳುತ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. മരുഭൂമി തള്ളിയിട്ടു എന്ന് പറഞ്ഞാൽ വീഴാതിരിക്കാൻ അവർ ശ്രമിച്ചു. ಮರುಭೂಮಿಯಲ್ಲಿ ಅವನನ್ನು ಕೆಳಗೆ ದೊಬ್ಬಿದನು ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ, ಅವರು വളരെ ಕೇರ್ಫುಲ್ ಆಗಿ, ಅವರು ಬಹಳ ಜಾಗೃತೆಯೊಂದಿಗೆ ಅಡ್ಜಸ್ಟ್ ಮಾಡಿಕೊಂಡು ಬ್ಯಾಲೆನ್ಸ್ ചെയ്തൊക്കെയാണ് നടന്നേ. ಅವರು ಬ್ಯಾಲೆನ್ಸ್ ಮಾಡಿಕೊಂಡು ನಡೆದರು. ಅವರು ವೀಣು എന്നല്ല, ಅವರೇ ತಳ್ಳಿಟ್ಟನ. ಅವರು ಬಿದ್ದು ಹೋದರು ಎಂಬುದಾಗಿ ಅಲ್ಲ, ಅವರನ್ನು ತಳ್ಳಿ ಹಾಕಿದರು ಎಂಬುದಾಗಿ. ಅವರಾയിട്ട് വീണതല്ല, ಅವರಾಗೆ ಬಿದ್ದು ಹೋದದಲ್ಲ, ദൈവം ആടിച്ച് അവരെ താഴെ കളഞ്ഞു. ದೇವರು ಓಡಿದು ಅವರನ್ನು ಕೆಳಗೆ ಹಾಕಿ ಬಿಟ್ಟನು. മൂക്കം കുത്തി താഴെ കിടക്കുന്നു. ಹಾಗೆ ಅವರು ಅಲ್ಲೇ ಕೆಳಗೆ ಬಿದ್ದಿದ್ದಾರೆ. നോക്കണം, കൽപ്പന അനുസരിച്ചവരാ. ಅವರು ಆಜ್ಞೆಗಳನ್ನು ಅನುಸರಿಸಿದಂತ ವ್ಯಕ್ತಿಗಳು, ಸ್ನಾನಪಟ್ಟದ, ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದಿದ ವ್ಯಕ್ತಿಗಳು, ಯೇಸುವನ್ನು ತಿನ್ನಿದ ವ್ಯಕ್ತಿಗಳು, ಯೇಸು ಕ್ರಿಸ್ತನ ಕುಡಿದಂತ ವ್ಯಕ್ತಿಗಳು. പക്ഷേ ഒരു കോംപ്രമൈസിനും ദൈവം തയ്യാറായില്ല. ಆದ್ರೆ ಅಲ್ಲಿ ಕಾಂಪ್ರಮೈಸ್ಗೆ ದೇವರು ಸಿದ್ಧನಾಗಲಿಲ್ಲ. അവർ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള കോൺസിക്വൻസസ് അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. ಅವರು ಮಾಡಿದಂತ ಕಾರ್ಯಗಳಿಗೆ ತಕ್ಕವಾದ ಕಾರ್ಯಗಳನ್ನು ಅನುಭವಿಸುವುದಕ್ಕಾಗಿ ಅವರಿಗೆ ಬಂತು. അവർ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ച് ദൈവം അവരോട് പ്രതികരിച്ചു.
ಅವರು ಮಾಡಿದ ಕಾರ್ಯಗಳಿಗೆ ಅನುಸಾರವಾಗಿ ದೇವರವರಿಗೆ ಕಾರ್ಯ ಮಾಡಿದರು. ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ದೇವರವರನ್ನು ತಳ್ಳಿ ಹಾಕಿದನು. നമ്മളൊരു പക്ഷേ ചില ന്യായങ്ങൾ പറയും. ನಾವು ಕೆಲವೊಂದು ನ್ಯಾಯಗಳನ್ನು ಹೇಳುತ್ತೇವೆ. കർത്താവേ, ഞങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് കർത്താവേ നിന്നെ ആരാധിക്കുവല്ലേ. ಕರ್ತನೆ, ನಾವು ಹೆಂಡತಿ ಮಕ್ಕಳೆಲ್ಲ ಸೇರಿ ನಿಮ್ಮನ್ನು ಆರಾಧಿಸುತ್ತೇವಲ್ಲ. കർത്താവിന്റെ വേലയ്ക്ക് ഞങ്ങൾ കൊടുത്തില്ലേ? ಕರ್ತನ ಸೇವೆಗಾಗಿ ನಾವು ಕೊಡಲಿಲ್ವಾ? യോഗം നടത്തിയില്ലേ? ನಾವು ಕೂಟಗಳು ನಡೆಸಲಿಲ್ವಾ? ഇന്നിടത്തെല്ലാം പ്രസംഗിച്ചില്ലേ? ನಾವು ನಿನ್ನಲ್ಲಿ ಇರುವುದೆಲ್ಲ ಪ್ರಸಂಗ ಮಾಡಲಿಲ್ವಾ? ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? ഞങ്ങൾ ഇതൊക്കെ മറന്നു കളയുവാൻ നീ മനുഷ്യനാണോ കർത്താവേ? ನಾವು ಇದೆಲ್ಲ ಮಾಡಿದ್ದೇವೆ, ನೀನು ಮರ್ತು ಹೋಗ್ಲಿಕ್ಕೆ ನೀನೊಂದು ಕರ್ತನಾಗಿದ್ದೇನೆ. ನೀನು ಮನುಷ್ಯನಾಗಿದ್ಯಾ? നമ്മൾ എത്ര ന്യായങ്ങൾ നിരത്തി വെച്ചാലും അവരെ കൈകാര്യം ചെയ്തവൻ നമ്മെ കൈകാര്യം ചെയ്യാതിരിക്കത്തില്ല. ನಾವು ಎಷ್ಟು ಅವನಿಗೆ ನ್ಯಾಯಗಳನ್ನು ತೋರಿಸಿಕೊಟ್ಟರು ಅವನು ಮಾಡಿದ ನಿಮಿತ್ತವಾಗಿ ನಾವು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. പെട്ടെന്ന് വിചാരിക്കണ്ട, ನಾವು ರಕ್ಷಣೆ ಹೊಂದಿದ್ದೇವೆ ಎಂಬುದಾಗಿ ನೆನೆಸಬೇಡಿ. ദൈവം നമ്മെ തൊടും പ്രിയപ്പെട്ടവരെ. ದೇವರು ನಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಾನೆ ಪ್ರಿಯರೇ. ഇന്ന് പകൽ കണ്ണുനീരൊഴുക്കി ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ಕಣ್ಣ ನೀರೊಂದಿಗೆ നെടുമ്പാട് വീണ് ಅವನೊಂದಿಗೆ ಸಾಷ್ಟಾಂಗ ಬಿದ್ದು നിലവിളിയോടെ എത്ര പേർക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ട്? ಮೊರೆಯಿಟ್ಟು ಎಷ್ಟು ಜನರಿಗೆ ಹಿಂತಿರುಗಿ ಬರಲು ಸಾಧ್ಯತೆ ಇದೆ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ನಿಮಗೆ ಬೋರ್ ಹೊಡಿತಾ ಇದೆಯಾ? നിങ്ങൾക്ക് ബോറടിച്ചാലും കുഴപ്പമില്ല. ನಿಮಗೆ ಬೋರ್ ಹೊಡೆದರೂ ಪರವಾಗಿಲ್ಲ. നിങ്ങൾക്ക് ಈ ಯೋಗ ಇಷ್ಟಪಟ್ಟಾലും കുഴപ്പമില്ല, ನಿಮಗೆ ಇಷ್ಟಪಟ್ಟಿಲ್ಲೇലും കുഴപ്പമില്ല. ಈ ಒಂದು ಕೂಟ ಇಷ್ಟ ಆದ್ರೂ ಇಷ್ಟ ಇಲ್ಲದಿದ್ರೂ ನಮಗೆ ತೊಂದರೆ ಇಲ್ಲ. നിങ്ങളെ നിത്യത പോകാനുള്ള കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ನೀವು ನಿತ್ಯತ್ವಕ್ಕೆ ಹೋಗಬೇಕೆಂಬುದಾಗಿ ನಾನು ಬಂದಿದ್ದೇನೆ. നിങ്ങളെ ഇളക്കി കൈയടിപ്പിച്ചിട്ട് എനിക്ക് എന്നാ കിട്ടാനാ? ನೀವು ಕೈ ಹೊಡಿರಿ, ಸ್ತೋತ್ರ ಮಾಡಿರಿ ಎಂಬುದಾಗಿ ನನಗೆ ಏನ್ ಸಿಗ್ಬೇಕು? നിങ്ങൾ എനിക്ക് 100ൽ 99 മാർക്കൊന്നും തരണ്ട. ನೀವು 100ರಲ್ಲಿ 99 ನನಗೇನು ಕೊಡಬೇಡಿ. പക്ഷെ നിങ്ങളിൽ ഒരാളെങ്കിലും അനുതാപത്തോടെ മടങ്ങി വന്നാൽ ഈ യോഗം വിജയിച്ചു പ്രിയപ്പെട്ടവരെ. ಆದ್ರೆ ನೀವು ಒಬ್ಬರಾದ್ರೂ ಈ ಯೋಗದಲ್ಲಿ ಹಿಂತಿರುಗಿ ಬಂದರೆ ನೀವು ಜಯಿಸುತ್ತೀರಿ ಪ್ರಿಯರೇ. എന്തിനാ അവരെ തള്ളിക്കളഞ്ഞേ? ಯಾಕೆ ಅವರನ್ನು ದೇವರು ತಳ್ಳಿ ಹಾಕಿದರು? 5 കാര്യങ്ങളാ. 5 ಕಾರ್ಯಗಳು. ಒಂದನೇದಾಗಿ അവരെ മോഹിച്ചതുപോലെ നിങ്ങൾ ദുർമോഹികളാകരുത്. ಅವರು ಮೋಹಿಸಿದಂತೆ ನೀವು ದುರ್ಮೋಹಿಗಳಾಗಬಾರದು. ദൈവമേ, മോഹം എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യം കൊണ്ടാണ് തള്ളിക്കളഞ്ഞേ. ದೇವರೇ, ಮೋಹ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ಒಂದು ಚಿಕ್ಕ ಕಾರ್ಯಗಳಲ್ಲಿ ನೀವು ನಮ್ಮನ್ನು ತಳ್ಳಿ ಹಾಕಿದ್ದೀರಾ. മോഹം ഒരു ചെറിയ കാര്യമല്ല. ಮೋಹ ಒಂದು ಚಿಕ್ಕ ಕಾರ್ಯ ಅಲ್ಲ. മോഹം ചെറുതാണെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതാ നമ്മുടെ പ്രശ്നം. ಮೋಹವು ಚಿಕ್ಕದಾಗಿದೆ ಎಂಬುದಾಗಿ ನಮ್ಮ ಒಂದು ಪ್ರಶ್ನೆ. കർത്താവ് പറഞ്ഞു ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനാ കർത്താവ് വന്നേ. ಕರ್ತನು ಬಂದದ್ದು ಧರ್ಮಶಾಸ್ತ್ರವನ್ನು ಪೂರ್ತಿಕರಿಸುವುದಕ್ಕಾಗಿ. കാരണം കർത്താവ് പറഞ്ഞു ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മോഹത്തെ അറിയത്തില്ലായിരുന്നു. ಕರ್ತನು ಹೇಳಿದನು, ಧರ್ಮಶಾಸ್ತ್ರ ಇಲ್ಲದಿರುವುದಾದ್ರೆ ನೀವು ಮೋಹದ ಕುರಿತಾಗಿ ಇರಲಿಲ್ಲ. എന്റെ അകത്ത് മോഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പഴയ നിയമങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണം ഉള്ളതുകൊണ്ടാണ്. ನನ್ನ ಒಳಗೆ ಮೋಹ ಇದೆ ಎಂಬುದಾಗಿ ನಾನು ತಿಳ್ಕೊಂಡದ್ದು ಹಳೆ ಒಡಂಬಡಿಕೆ ಎಲ್ಲಿ ಇರುವಂತ ಸಂಗತಿಗಳನ್ನು ನೋಡಿ. മോഹം ഒരു ചെറിയ പ്രശ്നമല്ല. ಮೋಹ ಒಂದು ಚಿಕ್ಕ ಪ್ರಶ್ನೆ ಅಲ್ಲ. മോഹം, ಮೋಹಂ, ദുർമോഹം, ದುರ್ಮೋಹ, അന്യ ജഡമോഹം, ಅನ್ಯ ಜಡಮೋಹ, കൺമോഹം, ಕಣ್ಮೋಹ, ജഡമോഹം, ಶರೀರದ ಮೋಹ, മറ്റു വിഷയമോഹം, ಬೇರೆ ವಿಷಯಗಳ ಮೋಹ, മാനുഷിക മോഹം. ಮಾನುಷಿಕವಾದ ಮೋಹ. മോഹം എന്ന് പറയുന്ന കുടുംബത്തിൽ ಮೋಹ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಕುಟುಂಬದಲ್ಲಿ ഒരു 10-12 മക്കളുണ്ട്. ಒಂದು 10-12 ಮಕ್ಕಳಿದ್ದಾರೆ. ഒരു വലിയ മാഫിയ റാക്കറ്റാണ് വാസ്തവത്തിൽ മോഹം. ಒಂದು ದೊಡ್ಡ ರ್ಯಾಕೆಟ್ ಆಗಿದೆ ಮೋಹ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. മോഹം ഗർഭം ധരിച്ച് ಮೋಹವು ಗರ್ಭ ಧರಿಸಿ പാപത്തെ പ്രസവിക്കും. ಪಾಪವನ್ನು ಅಡಿತದೆ. മോഹം മച്ചിയല്ല, പ്രത്യുൽപാദന ശേഷിയുള്ളതാ. ಮೋಹವು തലമുറകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്തതല്ല, ഉള്ളതാ. ಆ ಮೋಹವು ಸಂತತಿಯನ್ನು ವೃದ್ಧಿಪಡಿಸಕ್ಕೆ ಇರದಿಕ್ಕೆ ಆಗದಿರುವಂತದ್ದಲ್ಲ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ಮೋಹವು ಗರ್ಭ ಧರಿಸಿ ಪಾಪವನ್ನು ಅಡಿಯುತ್ತದೆ. പാപം മുഴുത്തു വളർന്ന മരണം വരെ ಪಾಪ ಉತ್ಪತ್ತಿಯಾಗಿ ಅದು ಮರಣವನ್ನು ಸಂಭವಿಸುತ್ತದೆ. അപ്പം മോഹം ഒരു ചെറിയ പുള്ളിയല്ല. ಹಾಗಾದ್ರೆ ಮೋಹ ಎಂಬುದು ಒಂದು ಚಿಕ್ಕ ವ್ಯಕ್ತಿ ಅಲ್ಲ, ಅದು ഒരു സൈലന്റ് വില്ലൻ, നിശബ്ദ കൊലയാളിയാണ്. ಅದೊಂದು ಸೈಲೆಂಟ್ ಆಗಿ ನಿಶಬ್ದವಾದ ಕೊಲೆಯಾಗಿದೆ. ഇരുചെവി അറിയാതെ നമ്മെ കൊന്നു കുഴിച്ചു മൂടാൻ കഴിവുള്ള ഒരു ശക്തിയാണ് മോഹം. ಮೋಹ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ನಮ್ಮನ್ನು ಜೀವಂತವಾಗಿ ಸಮಾಧಿ ಮಾಡುವಂತದ್ದಾಗಿದೆ. ಅಷ್ಟು ಶಕ್ತಿ ಇರುವಂತ ಒಂದು ಮೋಹ ಆಗಿದೆ. കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, ಮದುವೆಗೆ ಕರೆದಿದ್ದಾರೆ. പക്ഷെ ഭാര്യ ഭർത്താവിനോട് പറയും, ಹೆಂಡತಿ ಗಂಡನೊಂದಿಗೆ ಹೇಳುತ್ತಾ ಇದ್ದಾಳೆ, അച്ഛാ നിങ്ങൾ കല്യാണത്തിന് പൊക്കോ, ಗಂಡನೇ ನೀವು ಮದುವೆಗೆ ಹೋಗಿ, പിള്ളേരെയും കൂടെ വിളിച്ചോ, ಮಕ್ಕಳನ್ನು ಕೂಡ ತೆಗೆದುಕೊಂಡು ಹೋಗಿ, ഞാൻ വരുന്നില്ല, ನಾನು ಬರುವುದಿಲ್ಲ. അതെന്താ നിനക്ക് വയ്യേ? ಅದೇನು ನಿನಗೆ ಹುಷಾರಿಲ್ವಾ? അല്ല, എനിക്ക് നല്ല സാരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല. ಅಲ್ಲ, ನನಗೆ ಒಳ್ಳೆ ಸಾರಿ ಇಲ್ಲದ ನಿಮಿತ್ತವಾಗಿ ನಾನು ಬರುವುದಿಲ್ಲ. ആരാണ്ട് ഒരു സാരി ഉടുത്തോണ്ട് പോയപ്പോ മോഹം ഭാര്യയുടെ അകത്ത് കയറിയതാ. ಯಾರೋ ಒಂದು ಸಾರಿ ಉಟ್ಕೊಂಡು ಬಂದದ್ದು ಮೋಹ ಈ ಹೆಂಡತಿಯ ಒಳಗೆ ಬಂದಿದೆ. ആരോ ഒരു വാഹനം ഓടിച്ചോണ്ട് പോകുന്നത് കണ്ടപ്പോ മോഹം അകത്ത് കയറി. ಯಾರೋ ಒಂದು ಒಳ್ಳೆ ವಾಹನ ಓಡಿಸಿಕೊಂಡು ಹೋದಾಗ ಅವರ ಮೋಹ ಒಳಗೆ ಬರುತ್ತದೆ. സിസി ആയിട്ട് ഒരു വണ്ടി എടുത്തു. ಸಿಸಿ ಆಗಿ ಒಂದು ಗಾಡಿಯನ್ನು ತೆಗೆದುಕೊಂಡರು. വണ്ടി ഇപ്പൊ സിസി അടയ്ക്കാൻ പറ്റാതെ നാട്ടുകാർ വണ്ടിയും കൊണ്ടുപോയി.
ಆ ಒಂದು ലോൺ ಅವರಿಗೆ ಕಟ್ಟಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದ ನಿಮಿತ್ತವಾಗಿ ಆ ಗಾಡಿಯನ್ನು ಹಿಡಿದುಕೊಂಡು ಹೋದರು. ഒരു നല്ല വീടുണ്ടായിരുന്നു, ಒಂದು ಒಳ್ಳೆ ಮನೆ ಇತ್ತು. ആരാണ്ട് ഒരു വീട് വെക്കുന്ന കണ്ടപ്പോ ആവേശം അകത്ത് കയറി, മോഹം കയറി. ಯಾರೋ ಒಂದು ಒಳ್ಳೆ ಮನೆ ಕಟ್ಟುವಾಗ ಅವರ ಒಳಗೆ ಆವೇಶ ಬಂದು ಮೋಹ ಒಳಗೆ ಬಂದು ಹೋಯ್ತು. ഉള്ള വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് വേറൊരു വലിയ വീട് വെച്ചു. ಆ ಇದ್ದ ಮನೆಯನ್ನು ಎಲ್ಲ ತೆಗೆದು ಹಾಕಿ ಬೇರೆ ಒಂದು ಮನೆ ಕಟ್ಟಿದರು. ഉള്ള പറമ്പ് പണയപ്പെടുത്തിയ വീട് വെച്ച് ಹಳೆಯ ವಸ್ತುಗಳಲ್ಲಿ ಸಾಮಾನುಗಳಲ್ಲಿ ತೆಗೆದು ಅವರ ಮನೆಯನ್ನು ಕಟ್ಟಿದರು. ഇപ്പൊ ബാങ്കുകാർ കൊണ്ട് ജപ്തി ചെയ്യുക. ಈಗ ಸಾಲ ಮಾಡಿ ಮನೆ ಕಟ್ಟಿದರೆ ಈಗ ಬ್ಯಾಂಕಿನವರು ಬಂದು ಜಪ್ತಿ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅದು ಮೋಹ ಆಗಿದೆ. ദൈവത്തിന്റെ സമയമാകുമ്പോൾ സിസി ആയിട്ട് വണ്ടി മേടിക്കേണ്ടി വരത്തില്ല. ದೇವರ ಸಮಯ ಬರುವುದಾದ್ರೆ ಲೋನ್ ತೆಗೆದು ಗಾಡಿ ತೆಗಿಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ദൈവത്തിന്റെ സമയമാണെങ്കിൽ ലോൺ ആയിട്ട് വീട് വെക്കേണ്ടി വരത്തില്ല. ದೇವರ ಸಮಯ ಬರುವಾಗ ಲೋನ್ ತೆಗೆದು ಮನೆ ಕಟ್ಟುವಂತ ಸಾಮರ್ಥ್ಯ ಬರುವುದಿಲ್ಲ. ഒരു മനുഷ്യനും വഴിയിൽ പിടിച്ചു നിർത്താൻ തക്കവണ്ണം കടമില്ലാതെ വീട് തരാൻ വണ്ടി തരാൻ ദൈവത്തിന് പറ്റും. ಒಂದು ಮನುಷ್ಯರ ಹತ್ರ ಸಾಲ ತೆಗೆದುಕೊಳ್ಳದೆ ಕೈ ನೀಡದೆ ದೇವರು ಅದನ್ನು ಮಾಡಲಿಕ್ಕೆ ಶಕ್ತರಾಗಿದ್ದಾನೆ. ನಮ್ಮ ದೇವರು ಯಾರೆಂಬುದಾಗಿ ತಿಳಿದುಕೊಂಡು ನಾವು ಸೇವೆಗೆ ಇಳಿದಿದ್ದೇವೆ. ಆಮೇಲೆ ಚರ್ಚಿಗೆ ಬಂದು ಹೇಳುತ್ತಾರೆ, ಆ ದೇವರು ನನಗೆ ಒಳ್ಳೆಯವನು ಬಲ್ಲವನಾಗಿದ್ದಾನೆ, ನನಗೆ ಒಂದು ಗಾಡಿಯನ್ನು ಕರ್ತನು ಕೊಟ್ಟನು, ದೊಡ್ಡದಲ್ಲ ಒಂದು ಚಿಕ್ಕದೊಂದು ಮನೆ ದೇವರು ಕೊಟ್ಟರು, ದೇವರು ನನ್ನನ್ನು ಆಶೀರ್ವದಿಸಿದನು. ಲೋನ್ ತೆಗೆದುಕೊಂಡ ದೇವರ ಆಶೀರ್ವಾದ ಮಾಡುವಂತದ್ದು, ಲೋನ್ ಆಗಿದೆಯೇ ದೇವರ ಆಶೀರ್ವಾದ ಮಾಡುವಂತದ್ದು. 50,000 രൂപ ഞാൻ തരാം, 50,000 ರೂಪಾಯಿ ನಾನು ಕೊಡ್ತೇನೆ, ബാക്കി 50 രൂപ ഇയാൾ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കാൻ പറയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ വിളിക്കുന്നത്. ಬಾಕಿ ಎಲ್ಲಿಂದಾದ್ರೂ 50,000 ಉಂಟಾಗು ಮಾಡು ಎಂಬುದಾಗಿ ಕರೆಯುವಂತ ದೇವರನ್ನಲ್ಲ ನಾನು ಕರೆಯುವಂತದ್ದು. 100ന് 110 തരാൻ തന്റെ ഉള്ളവന്റെ പുറകെ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 100ರಲ್ಲಿ 110 ಕೊಡ್ಲಿಕ್ಕೆ ಸಾಮರ್ಥ್ಯ ಇರುವಂತ ದೇವರ ಹಿಂದೆ ನಾನು ಓಡುತ್ತಾ ಇದ್ದೇನೆ. ಅಗತ್ತಿരിക്കുന്ന ദൈവത്തിന്റെ പവർ തിരിച്ചറിയുന്നുണ്ട്. കൈ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ച് ನಮ್ಮ ಒಳಗೆ ಇರುವಂತ ದೇವರನ್ನು ತಿಳಿದುಕೊಳ್ಳುವಂತ ಪವರ್ ಇರುವವರು ಮಾತ್ರ ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತುತಿಸಿರಿ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കരുത്. ನಮ್ಮ ಪ್ರಿಯರೇ, ನೀವು ಇದ್ರೊಳಗೆ ಹೀಗೆ ಸುಮ್ಮನೆ ಇರಬಾರದು. ജീവനുണ്ടെന്ന് നിനക്ക് വേറെ നീ മരിച്ചവനത്രേ. ಜೀವ ಉಂಟು ಎಂಬುದಾಗಿ ನೀನು ಹೇಳುವುದಾದ್ರೂ ನೀನು ಸತ್ತವನಾಗಿದ್ಯಾ? ഇതിനകത്ത് മരിച്ചിരിക്കല്ല, ജീവിച്ച ദൈവത്തെ സ്തുതിക്കണം. ಇದರೊಂದಿಗೆ ಸತ್ತವರಾಗಿ ಇರಬೇಡಿ, ಜೀವದೊಂದಿಗೆ ದೇವರ ಸ್ತುತಿಸೋಣ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. മോഹത്തെ പുറത്താക്കണം. ಹಾಗಾದ್ರೆ ನಮ್ಮ ಮೋಹವನ್ನು ನಾವು ಹೊರಗೆ ಹಾಕಬೇಕು. സഹോദര സഹോദരി, ಸಹೋದರ ಸಹೋದರಿ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന മോഹം എന്ന ദുരാത്മാവിനെ വേരോടെ പിഴുത് പുറത്തു കളയണം. ನಿನ್ನ ಒಳಗೆ ಮೋಹವನ್ನು ತಂದಾಕುವಂತಹ ಸೈತಾನನನ್ನು ಬೇರು ಸಮೇತ ಕಿತ್ತು ಹೊರಗೆ ಹಾಕಬೇಕು. മോഹത്തെ നീ ആത്മാവിൽ കരിച്ചു കളയണം. ഇന്ന് പകലിൽ ಮೋಹವನ್ನು ನಿನ್ನ ಆತ್ಮನಿಂದ ಅದನ್ನು ಬೇರು ಸಮೇತವಾಗಿ ಕಿತ್ತು ಹಾಕಬೇಕು. ಈಗಲೇ ವೇಳೆಯಲ್ಲಿ വേരോടെ കത്തിക്കണം. ಅದು ಬೇರೊಂದಿಗೆ ಸುಟ್ಟು ಹಾಕಬೇಕು. അടുത്ത കാര്യം, ಇನ್ನೊಂದು ಕಾರ್ಯ, വിഗ്രഹാരാധന. ವಿಗ್ರಹಾರಾಧನೆ. നമുക്ക് വിഗ്രഹാരാധന ഉണ്ടോ? ನಮಗೆ ವಿಗ್ರಹಾರಾಧನೆ ಇದೆಯಾ? ഒരൊറ്റ ഫോട്ടോ നമ്മുടെ വീട്ടിലില്ല. ಒಂದೇ ಒಂದು ಫೋಟೋ ನಮ್ಮ ಮನೆಯಲ್ಲಿ ಇಲ್ಲ, രൂപം നമുക്കില്ല ಅല്ലേ? ಒಂದು ರೂಪವೂ ಕೂಡ ನಮ್ಮಲ್ಲಿಲ್ಲ. കർത്താവിനെ അറിഞ്ഞപ്പോൾ എല്ലാം നമ്മളെടുത്ത് ദൂരെ കളഞ്ഞു, കത്തിച്ച് ദൂരെ കളഞ്ഞു. ಕರ್ತನನ್ನು ತಿಳಿದುಕೊಂಡಾಗ ನಾವೆಲ್ಲವೂ ಸುಟ್ಟಾಕಿ ದೂರ ಬಿಸಾಡಿದ್ದೇವೆ. ಕಲ್ಲಿಲೋ, ಮಣ್ಣಿನಲ್ಲೋ, ತಡಿಯಿಲೋ, ಮರದಲ್ಲೋ ವಾರ್ತೆ ഉണ്ടാക്കിയ ಒಂದು ವಾರ್ತೆಯನ್ನು ಉಂಟು ಮಾಡಿದಂತ ഒരു വിഗ്രഹവും കൃപയാ നമുക്കില്ല. ಒಂದು ವಿಗ್ರಹವೂ ನಮ್ಮಲ್ಲಿಲ್ಲ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ಒಂದು ಹಲ್ಲೆಲೂಯ ಹೇಳೋಣ. മേൽ ആകാശത്തിലും, ಮೇಲೆ ಆಕಾಶದಲ್ಲಿಯೂ, താഴെ ഭൂമിയിലും, ಕೆಳಗೆ ಭೂಮಿಯಲ್ಲಿಯೂ, കീഴെ വെള്ളത്തിലും, ಅದರ ಕೆಳಗೆ ನೀರಿನಲ್ಲಿಯೂ യാതെ ഒന്നിന്റെയും ಯಾವ ಒಂದನ್ನು ಕೂಡ ആരുത പ്രതിമ ಮೂರ್ತಿಗಳನ್ನು ಮಾಡಿಕೊಳ್ಳಬಾರದು. ഉണ്ടാക്കുന്ന ഒരു കരകൗശല വൈദഗ്ധ്യമാണ്. ಉಂಟು ಮಾಡುವಂತಹ ಒಂದು ಕೌಶಲ್ಯದ ಒಂದು ಕೆಲಸವಾಗಿದೆ. ആരാധനയ്ക്ക് വേണ്ടി ദൈവമായി പ്രതിഷ്ഠിച്ചാൽ അത് പാപമാണ്. ಅದು ಆರಾಧನೆಗಾಗಿ ದೇವರು ಎಂಬುದಾಗಿ ಆರಾಧಿಸುವುದಾದ್ರೆ ಅದು ಪಾಪವಾಗಿದೆ. അറിയാവുന്നതുകൊണ്ട് നമ്മുടെ വീടുകളിലോ റൂമിലെ മുറിയിലോ ഒന്നും ഒരു വിഗ്രഹവും ഇല്ല. ಇದನ್ನು ತಿಳಿದುಕೊಂಡವರು ಯಾರು ರೂಮಲ್ಲಿ ಆಗ್ಲಿ ಒಳಗೆ ಕೋಣೆಯಲ್ಲಿ ಆಗ್ಲಿ ಒಂದು ವಿಗ್ರಹಗಳು ಕೂಡ ಇಲ್ಲ. പിന്നെ ദൈവമക്കളായ നമുക്ക് എന്തേലും വിഗ്രഹം ഉണ്ട് നമ്മുടെ അകത്ത. ಆದ್ರೆ ದೇವರ ಮಕ್ಕಳಿಗೆ ಯಾವುದು ಒಂದು ವಿಗ್ರಹ ಇರುವುದಾದ್ರೆ ಅದು ನಮ್ಮ ಒಳಗೇನೆ. ജോലി വിഗ്രഹം, ಕೆಲಸದ ವಿಗ್ರಹ, ശമ്പളം വിഗ്രഹം, ಸಂಬಳದ ವಿಗ್ರಹ, ഭാര്യ ഭർത്താവ് മക്കൾ, ಗಂಡ ಹೆಂಡತಿ ಮಕ್ಕಳು, ഇതെല്ലാം നമ്മുടെ അകത്ത് കയറ്റി വിഗ്രഹമാക്കി വെച്ചിരിക്കുക. ಇದೆಲ್ಲ ಒಳಗೆ ಸೇರಿಸಿ ನಾವು ವಿಗ್ರಹದಾಗಿ ಇಟ್ಟುಕೊಂಡಿದ್ದೇವೆ. പക്ഷേ ജോലി ഉള്ളതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാനാ? ಭಾಷೆ ಕೆಲಸ ಇದೆ, ನಾನು ಹೇಗೆ ಪ್ರಾರ್ಥನೆಗೆ ಬರಲಿ?
പാസ്റ്റർക്ക് അറിയത്തില്ല, എൻ്റെ മോടെ കൊച്ചു വീട്ടിലുണ്ട്, അവളുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. ಪಾಸ್ಟರ್ಗೆ ಗೊತ್ತಿಲ್ಲ, ನನ್ನ ಚಿಕ್ಕ ಮಗಳು ಮನೆಯಲ್ಲಿ ಇದ್ದಾಳೆ, ಅವಳನ್ನು ಬಿಟ್ಟು ನನಗೆ ಬರ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഈ ജോലി ആര് തന്ന? ಈ ಕೆಲಸ ಯಾರು ಕೊಟ್ಟದು? ഈ മകളെയും കൊച്ചിനെയും ഒക്കെ ആര് തന്ന? ಈ ಮಗಳನ್ನು ಯಾರು ಕೊಟ್ಟದು? ഇല്ലായ്മയിലുണ്ടായിരുന്ന ആരാധന ഉത്സാഹം ഇപ്പം സാധ്യതകൾ വർദ്ധിച്ചപ്പോൾ നമുക്കില്ല. ಮೊದಲು ಇರುವಂತಹ ಆರಾಧನೆಯಲ್ಲಿ ಉತ್ಸಾಹ ಸಾಧ್ಯತೆ ನಮಗೆ ಈಗ ಇಲ್ಲ. ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ಒಂದು ಸಾರಿ ದೇವರನ್ನು ಸ್ತುತಿಸೋಣ. അയ്യോ നിങ്ങളുടെ കാര്യമൊക്കെ തന്നെയല്ലേ പറയുന്നേ? ಅಯ್ಯೋ ನಿಮ್ಮ ಕಾರ್ಯಗಳನ್ನೆಲ್ವಾ ನಾನು ಹೇಳ್ತಾ ಇರುವಂತದ್ದು. ഒന്ന് നന്നായിട്ട് കർത്താവിനെ സ്തുതിക്കണേ. ಒಂದು ಒಳ್ಳೆದಾಗಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, തിന്നാനും കുടിക്കാനും എഴുന്നേറ്റു. ಇಲ್ಲಿ ಓದ್ತೇವೆ, ತಿನ್ಲಿಕ್ಕೆ ಕುಡಿಲಿಕ್ಕೆ ಎದ್ದೇಳಿದರು. കളിപ്പാൻ എഴുന്നേറ്റു. കളിപ്പാൻ പ്ലേ ಆಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು, ಕುಣಿಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. കളിക്കുക, വിനോദം. ಅವರು ಮನೋರಂಜನೆ ಮಾಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. ടൂറ് പോന്നേ, ಟೂರಿಗೆ ಯಾತ್ರೆ ಮಾಡಿದರು. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തെ ഒഴിവാക്കി ഒരു വിനോദവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ದೇವರನ್ನು ಬದಿಗಿಟ್ಟು ಯಾವ ಸಂತೋಷ ನಾವು ಪಡಬಾರದು. ദൈവത്തെ ഒഴിവാക്കിയുള്ള ഒരു സുഖവും നമുക്കുണ്ടാകരുത്. ದೇವರನ್ನು ಅಲ್ಲಗಳೆದು ಯಾವ ಸುಖವೂ ನಮಗಿರಬಾರದು. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ചിരിക്കുമ്പോൾ ദൈവം നമ്മോടുകൂടെ ചിരിക്കുന്നുണ്ടോ? ನಾವು ನೆಗಡುವಾಗ ದೇವರು ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ನೆಗಡುತ್ತಾನಾ? ദൈവത്തെ ഒഴിവാക്കിയ നിങ്ങളുടെ സന്തോഷവും ചിരിയുമെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ കാലിടറിയിട്ടുണ്ട്. ದೇವರನ್ನು ನೀವು ಬದಿಗಿಟ್ಟು ನೀವು ನಗುವುದಾದ್ರೆ, ಸಂತೋಷ ಪಡುವುದಾದ್ರೆ ಎಲ್ಲಿಯೋ ನೀವು ದಾರಿ ತಪ್ಪಿದ್ದೀರಾ. നിങ്ങളുടെ റൂട്ട് എവിടെയോ തെറ്റിയിട്ടുണ്ട്. ನಿಮ್ಮ ದಾರಿ ಎಲ್ಲೋ ತಪ್ಪಿದೆ. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ಸ್ತೋತ್ರ ಮಾಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆಯಾ? ഒന്ന് നന്നായി കർത്താവിനെ സ്തുതിക്ക് പ്രിയരേ. ಒಂದು ಒಳ್ಳೆದಾಗಿ ಕರ್ತನನ್ನು ಸ್ತೋತ್ರ ಮಾಡಿರಿ ಪ್ರಿಯರೇ. അയ്യോ തിന്നുന്നതും കുടിക്കുന്നതും പാപമാണോ? ಹಾಗಾದ್ರೆ ತಿನ್ನುವುದು ಕುಡಿಯುವುದು ಪಾಪವಾಗಿದೆಯಾ? ദൈവത്തെ ഒഴിവാക്കിയുള്ള തീറ്റയും കുടിയും പാപമാ. ದೇವರನ್ನು ಅಲ್ಲಗಳೆದು ತಿನ್ನುವುದು ಕುಡಿಯುವುದು ಅದು ಪಾಪವೇ. കൂട്ടായ്മ മുടക്കി, ആരാധന മുടക്കി. ಅವರು ಗುಂಪು ಸೇರುವುದು ಕಡಿಮೆ ಮಾಡಿದರು, ಆರಾಧನೆಗೆ ಬರುವುದು ಕಡಿಮೆ ಮಾಡಿದರು. തിന്നാനും കുടിക്കാനും ജോലിക്ക് പോയാൽ അത് പാപമല്ല, അത് പിന്നെ എന്നാ? ತಿನ್ನುವುದು ಕುಡಿಯುವುದು ಕೆಲಸಕ್ಕೆ ಹೋಗುದು ಪಾಪ ಅಲ್ಲ, ಮತ್ತೇನು? കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ അധപതനം. ಅವರು ಟೂರ್ ಹೋಗ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ ಅದು ಧಾರ್ಮಿಕವಾದ ಒಂದು ಸಂಗತಿ. ലൈംഗികമായ പാപം. ಹೌದು, ಲೈಂಗಿಕವಾದ ಒಂದು ಪಾಪ. സെക്സ്വൽ ജീവിതത്തിലുള്ള പാപം. ಸೆಕ್ಸ್ ಅವರ ಜೀವಿತದಲ್ಲಿರುವುದಾದ್ರೆ ಅದು ಪಾಪ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಂದು ಹಲ್ಲೆಲೂಯ ಹೇಳೋಣ. നീ ചിരിക്കുമ്പോൾ ദൈവം ചിരിക്കണം. ನೀನು ನೆಗಡುವಾಗ ದೇವರು ನೆಗಡಬೇಕು. നീ സന്തോഷിക്കുമ്പോൾ ദൈവം സന്തോഷിക്കണം. ನೀನು ಸಂತೋಷಿಸುವಾಗ ದೇವರು ಸಂತೋಷಿಸಬೇಕು. നിന്റെ ജോലിയും തീറ്റയും കുടിയും നീ വിഗ്രഹമാക്കരുത്. ನಿನ್ನ ಕೆಲಸವು, ನಿನ್ನ ತಿನ್ನುವುದು ಕುಡಿಯುವುದು ನೀನು ವಿಗ್ರಹ ಹಾಗೆ ಮಾಡಬಾರದು. ദൈവത്തെ ഒഴിവാക്കി ഒരു കുടുംബ ജീവിതം വേണ്ട. ದೇವರನ್ನು ಅಲ್ಲಗಳೆದು ಒಂದು ಕುಟುಂಬ ಜೀವಿತ ನಮಗೆ ಬೇಡ. ദൈവത്തെക്കാൾ മുകളിൽ ഭാര്യയെ സ്നേഹിക്കരുത്, ഭർത്താവിനെ സ്നേഹിക്കരുത്, മകളെ സ്നേഹിക്കരുത്. അത് വിഗ്രഹമാണ്. ದೇವರಿಗಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಮಗಳನ್ನಾಗಲಿ ಗಂಡ ಹೆಂಡತಿಯನ್ನಾಗಲಿ ಪ್ರೀತಿಸಬಾರದು, ಅದು ವಿಗ್ರಹ ಆಗಿದೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ಶಕ್ತಿಯೊಂದಿಗೆ, ಅಭಿಷೇಕದೊಂದಿಗೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ഇനി അവര് പെറുപെറുത്തു. ಈಗ ಅವರು ಗುಣಗುಟ್ಟಿದರು. കർത്താവ് എന്തെല്ലാം തന്നു, പക്ഷേ നമ്മളും പെറുപെറുക്കുന്നവരല്ലേ? ಕರ್ತನು ಏನೆಲ್ಲ ನಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ, ಆದ್ರೆ ಕೂಡ ಒಂದು ಭಾಗದಲ್ಲಿ ನಾವು ಗುಣಗುಟ್ಟುವವರಲ್ವಾ? ಪರಸಂಗ. ദൈവത്തെ വിട്ട് സാത്താന്റെ പുറകെ പോയ പരസംഗമാണ്. ದೇವರನ್ನು ಬಿಟ್ಟು ಸೈತಾನನ ಹಿಂದೆ ಹೋದ್ರೆ ಅದು ಪರಸಂಗ. നിയമപരമായ ഭാര്യയും ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയോ പുരുഷന്റെയോ കൂടെ പോയാൽ അത് ഒരു പരസംഗമാണ്. ನಿಯಮವಾಗಿ ಒಂದು ಗಂಡ ಹೆಂಡತಿಯನ್ನು ದೇವರು ಕೊಟ್ಟು ಬೇರೆ ಒಂದು ಗಂಡ ಹೆಂಡತಿ ಬೇರೆ ಒಂದು ವ್ಯಕ್ತಿಯೊಂದಿಗೆ ಹೋದ್ರೆ ಅದು ಪರಸಂಗ. നിയമപരമായ നമ്മുടെ മണവാളൻ യേശുക്രിസ്തുവാണ്. ನಿಯಮವಾಗಿ ನಮ್ಮ ಮೊದಲಗೆತ್ತಿಯಾದ ಯೇಸು ಕ್ರಿಸ್ತನು. യേശുവിനെ വിട്ട് സാത്താന്റെ പുറകെ പോയാൽ അത് വ്യഭിചാരമാണ്. ಯೇಸುವನ್ನು ಬಿಟ್ಟು ಸೈತಾನನ ಹಿಂದೆ ಹೋದ್ರೆ ಅದು ವ್ಯಭಿಚಾರವಾಗಿದೆ, ദുർനടപ്പാണ്, ಅದು ದುರ್ನಡತೆಯಾಗಿದೆ. ഇത്രയും നാൾ നമ്മെ നടത്താൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ഇനിയും നടത്താൻ ദൈവത്തിന് പറ്റും. സാത്താന്റെ പുറകെ പോണ്ട. ಇಷ್ಟರವರೆಗೂ ನಡೆಸಿದ ದೇವರಿಗೆ ಸಾಧ್ಯ, ಇನ್ನು ಮುಂದೆಯೂ ನಡೆಸುವ ದೇವರು ಸಾಧ್ಯ, ಆದ್ರೆ ಸೈತಾನನ ಹಿಂದೆ ಹೋಗಬೇಡಿ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കാനാണ് കർത്താവ്. ದೇವರಿಗೆ ಮೆಚ್ಚುಗೆಯಾದ ಯಜ್ಞವಾಗಿ ನಮ್ಮ ಶರೀರವನ್ನು ಸಮರ್ಪಿಸಬೇಕು. കരമുയർത്തി ദൈവത്തെ ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ, ಸಂತೋಷದೊಂದಿಗೆ ದೇವರಿಗೆ ಸ್ತುತಿಸೋಣ. ദൈവനാമത്തിനും ಇನ್ನು ದೇವರ ನಾಮಕ್ಕೆ, ദൈവസഭയ്ക്കും, ದೇವರ ಸಭೆಗೆ, ദൈവത്തിനെതിരെ പരസ്യമായി സംഘം ചേർന്നാൽ, സംഘടിച്ചാൽ അത് പാപമാണ്. ದೇವರಿಗೆ ವಿರುದ್ಧವಾಗಿ ಎಲ್ಲಿಯಾದ್ರೂ ಸಂಘ ಪರಸ್ಯವಾಗಿ ಮಾಡಿದ್ರೆ ಅದು ಪಾಪವೇ. ಆತ್ಮಿಕ ನೇತೃತ್ವಗಳು ಮತ್ಸರಿച്ച, ಆತ್ಮಿಕ ನೆಲದಲ್ಲಿ ಎಲ್ಲವನ್ನು ಅನುಸರಿಸಿ, ಕೋರಗ್ ದಾದಾಬ್
അബീരാമിനെ ഭൂമി വായു പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ಅಭಿರಾಮ ದಾದಾದನ್ನು ಭೂಮಿ ಬಾಯ್ಬಿಟ್ಟು ಅದರೊಳಗೆ ಹೋದ ರೀತಿಯಲ್ಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇതാ ഞാൻ പറഞ്ഞ ദൈവത്തോട് കളിക്കരുത്. ಇದೇ ನಾನು ಹೇಳಿದ್ದು, ದೇವರೊಂದಿಗೆ ಆಟ ಆಡಬಾರದು. ഗവൺമെന്റ് നമ്മുടെ അധികാരികളാ. ಗವರ್ಮೆಂಟ್ಗಳು ನಮ್ಮ ಅಧಿಕಾರಿಗಳು. ഭർത്താവ് ഭാര്യയുടെ അധികാരിയാ. ಕರ್ತನು ഭർത്താവ് ഭാര്യയുടെ, ಗಂಡನು ಹೆಂಡತಿಯ ಒಂದು ಅಧಿಕಾರಿ. മക്കളുടെ അധികാരി മാതാപിതാക്കളാ. ಮಕ್ಕಳ ಅಧಿಕಾರಿ ಒಂದು ತಾಯಿ ತಂದೆ. വിദ്യാർത്ഥിയുടെ അധികാരി ടീച്ചറാ. ವಿದ್ಯಾರ್ಥಿಯ ಅಧಿಕಾರಿಗಳು ಟೀಚರ್ಗಳಾಗಿದ್ದಾರೆ. ദൈവമക്കളുടെ അധികാരി സുവിശേഷകന്മാരാ, പാസ്റ്റർമാരാ. ದೇವರ ಮಕ್ಕಳೇ ನಿಮಗೆ ಅಧಿಕಾರಿಗಳು ಪಾಸ್ಟರ್ಗಳಾಗಿದ್ದಾರೆ. റോമാലേഖനം പറയുന്നു ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ല. ರೋಮಾಲೇಖನ ಹೇಳುತ್ತದೆ, ದೇವರೊಂದಿಗೆ ಅಲ್ಲದೆ ಬೇರೆ ಯಾವ ಅಧಿಕಾರವೂ ಇಲ್ಲ. അധികാരത്തോട് മറുത്തു മത്സരിക്കുന്നവൻ ദൈവത്തിന്റെ വ്യവസ്ഥയോട് മറുത്തു മത്സരിക്കുന്നു. ಅಧಿಕಾರಗಳನ್ನು ಸರಿಯಾಗಿ ನಡೆಸುವವನು, ಅದಕ್ಕೆ ವಿಧೇಯನಾಗುವವನು ದೇವರ ಕಟ್ಟಳೆಗಳನ್ನು ಸರಿಯಾಗಿ ಅನುಸರಿಸುತ್ತಾನೆ. ಮೋಹ, ವಿಗ್ರಹಾರಾಧನೆ, ಪರಸಂಗ, ಗುಣುಗುಟ್ಟುವಿಕೆ, ಪರೀಕ್ಷೆ. അധ്യാപകൻ വിദ്യാർത്ഥിക്ക് പരീക്ഷ ഒരു വലിയ കഥയൊന്നും അല്ല. ಅಧ್ಯಾಪಕರು ವಿದ್ಯಾರ್ಥಿಗೆ ಪರೀಕ್ಷೆ ಕೊಡುವುದು ಅದು ದೊಡ್ಡ ಕಥೆವೇನೂ ಅಲ್ಲ. പക്ഷേ അധ്യാപകനെ പിടിച്ചിരുത്തി പിള്ളേർ വളഞ്ഞിട്ട് പരീക്ഷ ഇട്ടാൽ അത് ചരിത്ര സംഗതിയായിരിക്കും. ಆದ್ರೆ ವಿದ್ಯಾರ್ಥಿ ಅಧ್ಯಾಪಕರಿಗೆ ಹಿಡಿದು ಓಡಿದ್ರೆ ಅದು ದೊಡ್ಡ ಸಂಗತಿ ಆಗುತ್ತದೆ. ദൈവത്തെ പരീക്ഷിച്ച പുള്ളികളായിരുന്നു പഴയ നിയമസഭ. ದೇವರನ್ನು ಪರೀಕ್ಷೆ ಮಾಡುವಂತ ಜನಗಳಾಗಿದ್ರು ಆ ಹಳೆ ಒಡಂಬಡಿಕೆಯ ಸಭೆ. ಅಯ್ಯೋ, നിങ്ങൾ പിണ്ടാവുന്നിരിക്കണ്ട, നിങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല. ಅಯ್ಯೋ, ನೀವು ಸುಮ್ಮನೆ ಇದ್ದೀರಾ, ನೀವು ಏನು ಮೋಸಗಾರರಂತ ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ. ಸಹೋದರ, ഞങ്ങളുടെ പള്ളിയിലോട്ട് വാ, പാസ്റ്ററോട് പറയാം. ಸಹೋದರ, ನಿಮ್ಮ ಚರ್ಚೆಯಲ್ಲಿ ಪಾಸ್ಟರ್ನವರಿಗೆ ಹೇಳುವ. നീ ഒന്ന് വാ സഹോദര, നിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. ನೀನೊಂದು ಸಾರಿ ಬಾ ಸಹೋದರನೇ, ನಿನ್ನ ವಿಷಯವಾಗಿ ದೇವರು ಮಾತನಾಡುತ್ತಾನೆ. നീ ഒരു 2 ആഴ്ച വന്നൊന്ന് പരീക്ഷിച്ച് നോക്ക്. ನೀನು ಒಂದು 2 ವಾರ ಬಂದು ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡು. തമാശയ്ക്ക് പോലും ദൈവത്തെ പരീക്ഷിക്കരുത്. തമാശೆಗಾಗಿಯೂ ದೇವರನ್ನು ಪರೀಕ್ಷೆ ಮಾಡಬಾರದು. ദൈവം നിനക്ക് വിടുതൽ തരുമെന്ന് തന്റെ ഇടത്തോടെ പറയണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവത്തിലൊന്ന് വിശ്വസിക്കണം. ದೇವರು ನಿನಗೆ ಖಂಡಿತವಾಗಿ ಬಿಡುಗಡೆ ಕೊಡುತ್ತಾರೆ ಎಂಬುದಾಗಿ ದೇವರು ಹೇಳುವುದಾದ್ರೆ ನಾವು ಅದನ್ನು ನಂಬಬೇಕು. ದೇವರನ್ನು ಪರೀಕ್ಷಿಸಬಾರದು. ദൈവത്തെ പരീക്ഷിക്കരുത്. ದೇವರನ್ನು ಪರೀಕ್ಷಿಸಬಾರದು. ദൈവത്തെ പരീക്ഷിക്കരുത്. ದೇವರನ್ನು ಪರೀಕ್ಷಿಸಬಾರದು. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ಎಷ್ಟು ಜನ ದೇವರನ್ನು ಸ್ತುತಿಸುತ್ತೀರಿ? നമ്മുടെ ദൈവം വിശ്വസ്തൻ. ನಮ್ಮ ದೇವರು ನಂಬಿಗಸ್ತನು. ദൈവം വിശ്വസ്തൻ. ದೇವರು ನಂಬಿಗಸ್ತನು. ദൈവം വിശ്വസ്തൻ. ದೇವರು ನಂಬಿಗಸ್ತನು. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ, ಮನುಷ್ಯರಿಗೆ ತಿಳಿಯದಂತಹ ಶೋಧನೆ ദൈവം നമുക്ക് തന്നിട്ടില്ല. ದೇವರು ನಮಗೆ ಕೊಡುವುದಿಲ್ಲ. പലർക്കും ഉള്ള പരീക്ഷ വെച്ച് നോക്കിയാൽ ഇതൊന്നും ഒരു പരീക്ഷയല്ല. ಅನೇಕರಿಗೆ ಸಮಸ್ಯೆಗಳು ನೋಡಿದ್ರೆ ನಮಗೆ ಏನು ಇದು ಸಮಸ್ಯೆ ಅಲ್ಲ. സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ಕಷ್ಟಗಳನ್ನು ಸಹಿಸುವ ಮನುಷ್ಯನು ಭಾಗ್ಯವಂತನು. അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം ಅವನು ಶೋಧನೆ ಹೊಂದಿ ನಂತರ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ದೇವರು ತನ್ನನ್ನು ಪ್ರೀತಿಸುವವರಿಗೋಸ್ಕರ ഒരുക്കിയിട്ടുള്ള ജീവന്റെ കിരീടം പ്രാപിക്കും. ಸಿದ್ಧಪಡಿಸಿದಂತ ಜೀವದ ಕಿರೀಟವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತಾನೆ. കണ്ണുകളെ അടയ്ക്കാം, ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿಕೊಳ್ಳೋಣ, തലകളെ വണക്കാം, ತಲೆಗಳನ್ನು ಬಾಗಿಸೋಣ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ 1 ನಿಮಿಷ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡೋಣ. നമ്മുടെ ഹൃദയം ദൈവമാകെ പകരാം. ನಮ್ಮ ಹೃದಯವನ್ನು ದೇವರು ಮುಟ್ಟಲಿ. ഇരിപ്പിടങ്ങളെ വിട്ടൊന്ന് എഴുന്നേക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റാട്ടെ. ಚೇರುಗಳನ್ನು ಬಿಟ್ಟು ಒಂದು ಸಾರಿ ಎದ್ದು ನಿಲ್ಲುವವರಿಗೆ ಆಗುವುದಾದ್ರೆ ಎದ್ದು ನಿಲ್ಲೋಣ. ರಮಾಮನ ಶಮನಹಡಗಜನ ದಿಗಲ್ಕರಾದಗಚಸಿ ആരം ജാരഘടക ദിനാരക റംശി രഗജന ദിഗൽകരാദക. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 1 ನಿಮಿಷ ನಾವು ಕರ್ತನ ಸ್ತುತಿಸೋಣ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോತ್ರ പാസ്റ്റർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയേ, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയേ, ഒഴുകി ഒഴുകി അടിയേനിൽ പെരുകേണമേ, സ്നേഹ സാന്ത്വനമായി സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. നല്ല
നല്ല കർത്താവേ, ಒಳ್ಳೆ ಕರ್ತನೇ, മനോഹര നിമിഷത്തിനായി സ്തോത്രം. ಈ ಒಳ್ಳೆ ಸಮಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಅಪ್ಪ. അവിടുത്തെ നാമത്തെ പ്രതി, ನಿನ್ನ ನಾಮದ ಕುರಿತಾಗಿ കർത്താവേ, നിന്റെ വചനവുമായി ഈ ഉള്ള എളിയവന്, ಕರ್ತನೇ, ನಿನ್ನ ವಾಕ್ಯವಾಗಿರುವಂತ ಈ ಚಿಕ್ಕವನು നിന്റെ ജനത്തിന്റെ നടുവിൽ, ನಿನ್ನ ಜನರ ಮಧ್ಯದಲ್ಲಿ ಸ್ವಾಮಿ അങ്ങേ ശുശ്രൂഷിപ്പ, ಅಪ್ಪ ನಿಮ್ಮನ್ನು ಪ್ರಸಂಗಿಸುವುದಕ್ಕಾಗಿ, ജനത്തെ ശുശ്രൂഷിപ്പ, ನಿಮ್ಮ ಜನರಿಗಾಗಿ ಪ್ರಸಂಗಿಸುವುದಕ್ಕಾಗಿ തന്ന കൃപയ്ക്കായി സ്തോത്രം. ಕೊಟ್ಟಂತ ಕೃಪೆಗಾಗಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. ഞങ്ങൾക്ക് ഉയർത്തുവാൻ നീ മാത്രമേ ഉള്ളൂ. ನಮಗೆ ಮೇಲೆತ್ತುವುದಕ್ಕಾಗಿ ನೀನು ಮಾತ್ರವೇ ಕರ್ತನೆ. ഇവരുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലും അങ്ങ് ഉയരട്ടെ. ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಜೀವದ ಜಲ ಉಂಟಾಗಲಿ. ജനത്തെ അനുഗ്രഹിക്കുന്നു. ಈ ಜನಗಳನ್ನು ಆಶೀರ್ವದಿಸುತ್ತೇನೆ യേശുവിൻ നാമത്തിൽ. ಯೇಸು ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ ತಂದೆ. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ದೇವರ ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. ಆಮೇನ್.